Hello, hi everyone. Welcome to welcome to Viskool. And first of all, മിസ്സിൻ്റെ വക ഒരു very good evening. ഓക്കെ, അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുവാണോ? കമൻസിൽ നിങ്ങളുടെ റിപ്ലൈസ് എന്താണെന്നുള്ളത് കറക്റ്റായിട്ട് ഇടണം കേട്ടോ. ഓക്കെ, എങ്കിലേ മിസ്സിന് ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ. മിസ് കമൻ്റ് ഒന്ന് ഓപ്പൺ ആക്കി വെക്കട്ടെ. ഓക്കെ ഫൈൻ, എല്ലാം പക്കയാണ്. അപ്പോൾ എല്ലാവർക്കും എന്താണ് സുഖമായിട്ടിരിക്കുന്നു എന്ന് മിസ് വിശ്വസിക്കുന്നു. മിസ്സിനും സുഖമാണ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ മിസ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഇന്ന് വിസ്കൂൾ ടീം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ നീറ്റ് 2026 ക്രാക്ക് ചെയ്യാം, അതിനുള്ള മെത്തേഡ്സ് എന്തൊക്കെയാണ്, എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം, ഓരോ സബ്ജക്റ്റിനും അറിയാലോ 3 സബ്ജക്റ്റാണുള്ളത്. ആ 3 സബ്ജക്റ്റിനും എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം മിസ്സ് മാത്രമല്ല, വേറൊരു മിസ്സും കൂടി ഉണ്ട്. അപ്പോൾ മിസ്സ് കെമിസ്ട്രിയുടെയും ഫിസിക്സിൻ്റെയും കാര്യങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷം ലക്ഷ്മി മിസ് കൂടി വരും. ഓക്കെ, അപ്പം മിസ്സിൻ്റെ പേര് പൂജ എന്നാണ്. ഞാൻ ഇന്നിവിടെ ഫിസിക്സിൻ്റെയും അതുപോലെ തന്നെ കെമിസ്ട്രിയുടെയും ടിപ്സും കാര്യങ്ങളും ഒക്കെ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് എന്നതെല്ലാം മിസ്സ് വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞുതരാം. ഓക്കെ ആണോ? ഓക്കെ, അപ്പോൾ ആരും മിണ്ടാതൊന്നും ഇരിക്കരുത് പ്ലീസ്. റിപ്ലൈ ഓക്കെ, കമൻസിൽ റിപ്ലൈ ഒക്കെ പോരട്ടെ. എന്ത് പറ്റി, എനർജറ്റിക് ഒന്നും അല്ലല്ലോ. എന്താ പറ്റിയേ? എക്സാമൊക്കെ ആയിട്ട് എല്ലാവരും ബിസിയാണോ, തിരക്കിലൊക്കെ ആണോ? എക്സാം മിസ്സിന് അറിയാം. ഇപ്പോൾ +2 പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ എക്സാംസ് നടന്നുകൊണ്ടിരിക്കുകയാണല്ലേ. എല്ലാവരും എക്സാംസിൻ്റെ തിരക്കിലാണ്. ഇപ്പോൾ ക്രിസ്മസ് എക്സാം ഉണ്ട്, ഇത് കഴിഞ്ഞിട്ട് മോഡൽ എക്സാം വരുന്നുണ്ട്, പ്രാക്ടിക്കൽസ് സ്റ്റാർട്ട് ആവാറായി, പ്രാക്ടിക്കൽസ് കഴിയുമ്പോൾ മെയിൻ ബോർഡ് എക്സാമിനേഷൻ വരുന്നുണ്ട്. അപ്പോൾ കംപ്ലീറ്റ് എക്സാമൊക്കെ ആയിട്ട് ടൈറ്റ് ആയിട്ടുള്ള സ്കെഡ്യൂളാണ് നിങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് മിസ്സിന് നന്നായിട്ട് അറിയാം. പക്ഷേ ആ എക്സാം പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നിങ്ങളുടെ ഡ്രീം അച്ചീവ് ചെയ്യാനായിട്ട് നിങ്ങൾ ക്രാക്ക് ചെയ്യേണ്ട ഒരു എക്സാമാണ് നീറ്റ് 2026 ആണല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടും എന്തായാലും പ്രിപ്പയർ ചെയ്ത് തുടങ്ങേണ്ട സമയം അതിക്രമിച്ചു എന്ന് വേണം നമുക്ക് പറയാനായിട്ട്. ഓക്കെ, അപ്പോൾ വിസ്കൂൾ ടീം ഇന്നത്തെ ഈ ഒരു പ്രസൻറ്റ് ചെയ്യുന്ന ഈ ഒരു ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നത് വഴി ഓഫ് കോഴ്സ് നിങ്ങൾക്ക് എന്തായാലും ഒരു ബെനിഫിറ്റ് ഉണ്ടാകും. നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുള്ള ഒരു ഐഡിയ കിട്ടും എങ്ങനെ ഇനി വരുന്ന 4 മാസം കൊണ്ട് നീറ്റിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാം, എങ്ങനെയെല്ലാം പ്രിപ്പയർ ചെയ്യണം, എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നതൊക്കെ ഇന്ന് മിസ് ക്ലിയർ ആയിട്ട് പറഞ്ഞു തരും. ഓക്കെ, അപ്പോൾ റിപ്ലൈസ് പോരട്ടെ. അറ്റൻഡ് ചെയ്യുന്ന എല്ലാവരും പ്ലീസ് ഡു പുട്ട് സം കമൻറ്റ് സോ ദാറ്റ് മിസ്സിന് അറിയണ്ടേ നിങ്ങളവിടെ എന്താണ് മിസ് പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്നുണ്ടെന്ന് മിസ്സിന് അറിയണ്ടേ. അപ്പോൾ പ്ലീസ് ബി ആക്റ്റീവ് ഇൻ ദ കമൻറ്റ് ബോക്സ്. ഓക്കെ, എല്ലാവരും കമൻറ്റ് ബോക്സിൽ വളരെയധികം ആക്റ്റീവായിട്ട് ഇരിക്കുക. ഓക്കെ ആണല്ലോ, ക്ലിയർ ആണല്ലോ. അപ്പോൾ എന്താ എങ്ങനെയാന്നൊക്കെ ഉള്ളത് നമുക്ക് വഴിയേ മനസ്സിലാക്കാം. അപ്പോൾ ഇന്നത്തെ ഫസ്റ്റ് 1 അവർ മിസ്സ് എങ്ങനെ കെമിസ്ട്രിക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാം, അല്ലെങ്കിൽ ഫിസിക്സിന് വേണ്ടിയിട്ട് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്നുള്ള കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്തതിന് ശേഷം പിന്നെയുള്ള 1 അവർ ബയോളജിക്ക് വേണ്ടിയിട്ട് എങ്ങനെ പ്രിപ്പയർ ചെയ്യാന്നുള്ളത് ലക്ഷ്മി മിസ് പറഞ്ഞു തരും. ഓക്കെ ആണോ, പക്കയാണോ? ഓക്കെ, ആരും മിണ്ടാണ്ടിരിക്കരുത്. പ്ലീസ് ഡു പുട്ട് സം കമൻറ്റ്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം, കണ്ടിന്യൂ ചെയ്യാമേ. മിസ് ഫസ്റ്റ് ഇന്നത്തെ ക്ലാസ് നീറ്റ് 2026 എങ്ങനെ പ്രിപ്പയർ ചെയ്യാം, എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, കാര്യം ഇനി വളരെ കുറച്ച് വിരലിലെണ്ണാവുന്ന വളരെ കുറച്ച് സമയം മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. ഇപ്പോൾ റിപ്പീറ്റേഴ്സോ റിപ്പീറ്റേഴ്സോ ആണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം ടൈം കിട്ടിയിട്ടുണ്ടാവും നീറ്റിന് വേണ്ടിയിട്ട് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് നിങ്ങളൊരു 1 ഇയർ ആയിട്ട് അല്ലെങ്കിൽ 2 ഇയർ ആയിട്ട് നീറ്റിന് വേണ്ടിയിട്ട് തന്നെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നവരായിരിക്കും. പക്ഷെ ഇപ്പോൾ +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളുടെ കേസ് എടുത്തു കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ നീറ്റിന് വേണ്ടിയിട്ട് ആ ഒരു ഡ്രീം ഉണ്ട്, പക്ഷേ നീറ്റിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്ത് തുടങ്ങാത്ത ആൾക്കാരും ഈ കൂട്ടത്തിൽ ഉണ്ടാവാം. ഒക്കെ എന്നിരുന്നാലും എത്രയും പെട്ടെന്ന് തന്നെ ഇന്നെങ്കിൽ ഇന്ന് തന്നെ ആ ഒരു പ്രിപ്പറേഷൻ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. കാര്യം അത്ര കുറച്ച് സമയം മാത്രമേ ഇനി നമ്മുടെ കയ്യിലുള്ളൂ. നമുക്ക് അത്രയും പോർഷൻസ് കവർ ചെയ്യാനായിട്ടുണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ റിപ്പീറ്റേഴ്സോ റിപ്പീറ്റേഴ്സോ ആണെങ്കിൽ അവർക്ക് അറിയാം മുന്നത്തെ ക്വസ്റ്റ്യൻ പാറ്റേൺ എങ്ങനെ വരും, കഴിഞ്ഞ നീറ്റ് 2025 എങ്ങനെയായിരുന്നു ക്വസ്റ്റ്യൻ പാറ്റേൺ ചേഞ്ച് ചെയ്തത് എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ ക്ലിയർ ആയിട്ട് റിപ്പീറ്റേഴ്സിനൊക്കെ അറിയാമായിരിക്കും. പക്ഷേ
ഇപ്പോൾ ഓൺഗോയിങ് ആയിട്ടുള്ള സ്റ്റുഡൻസിന് അത് അത്ര ക്ലിയർ ആയിട്ടുള്ളതല്ല. അപ്പോൾ മിസ് എങ്ങനെയാണ് എക്സാം പാറ്റേൺ, ഏത് സബ്ജക്റ്റാണ് ഈ ഒരു കഴിഞ്ഞ വർഷങ്ങളിൽ ഏറ്റവും കൂടുതൽ ടഫായിട്ടുള്ളത്, ആ സബ്ജക്റ്റ് എങ്ങനെ നമുക്ക് പഠിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ ഇന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആരും തന്നെ പേടിക്കൊന്നും വേണ്ട. ഫസ്റ്റ് ഓഫ് ഓൾ ആ പേടി അങ്ങ് എടുത്ത് മാറ്റും. നമ്മളെ കൊണ്ട് പറ്റുമെന്നുള്ള ഒരു സെൽഫ് കോൺഫിഡൻസോട് കൂടി തന്നെ നിങ്ങൾ വർക്ക് ചെയ്തോളൂ. എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു NEET 2026 എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സോ ഇവിടെ ഇപ്പോൾ നമുക്ക് NEET 2026ൻ്റെ കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾ 3 കാര്യങ്ങൾ വളരെ വൃത്തിയായിട്ട് വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകും. എന്ത് പഠിക്കണം, ആ പഠിക്കേണ്ടത് എങ്ങനെ പഠിക്കണം, അതുപോലെ തന്നെ എന്ത് ചെയ്യാൻ പാടില്ല. ഈ 3 കാര്യങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇനി വരുന്ന NEET എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. അതോടൊപ്പം തന്നെ നിങ്ങളുടെ കൺസിസ്റ്റൻസിയും ഹാർഡ് വർക്കും കൂടി ഇതിനോടൊപ്പം കൂടി വേണം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള ഷെഡ്യൂളിലൂടെ നമുക്ക് ഈ ഒരു NEET എക്സാമിനേഷൻ ക്രാക്ക് ചെയ്യാം. ഓക്കെ ആണോ? ആരുടെയും റിപ്ലൈസ് ഒന്നും ഇല്ലല്ലോ. കമൻറ്റ് ബോക്സ് ഒക്കെ ഇങ്ങനെ ഒഴിഞ്ഞു കിടക്കുവാണല്ലോ. എന്ത് പറ്റി? പ്ലീസ് ഡു റിപ്ലൈ. പ്ലീസ് ഗീവ് സം റിപ്ലൈസ് ഓൺ ദി കമൻറ്റ് ബോക്സ്. ഓക്കെ, എന്തെങ്കിലും ടെൻഷൻ ഉണ്ടോ, എവിടെയാണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തോന്നുന്നത്, എന്തുണ്ടെങ്കിലും മിസ്സിനോട് ചോദിച്ചോളൂ. കമൻറ്റ് ബോക്സിൽ അതൊക്കെ മെൻഷൻ ചെയ്യാം. ഓക്കെ ആണല്ലോ അല്ലേ? അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? എന്ത് പഠിക്കണം, എങ്ങനെ പഠിക്കണം, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്നുള്ളതെല്ലാം നമുക്ക് നോക്കാവേ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ വൈ NEET? ഇറ്റ് ഈസ് കൈൻഡ് ഓഫ് എ ബിഗർ പർപ്പസ്. അതായത് നിങ്ങൾ നീറ്റിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ മിസ് പറയുക, അതൊരു ചെറിയ കാര്യമല്ല. ഓക്കെ, നിങ്ങളുടെ ഒരു ഡ്രീമാണ് ഓഫ് കോഴ്സ് നിങ്ങൾ അച്ചീവ് ചെയ്യാൻ പോകുന്നത്. പക്ഷേ നീറ്റ് എഴുതി ക്രാക്ക് ചെയ്ത് ഡോക്ടർ എന്ന് പറയുന്ന പ്രൊഫഷനിലേക്ക് നിങ്ങൾ കാലെടുത്ത് വെച്ച് കഴിഞ്ഞാൽ അത് കൈൻഡ് ഓഫ് എന്താണ്, വളരെ നോർമലായിട്ടുള്ള അങ്ങനെ ഒരു പ്രൊഫഷൻ അല്ല. അവിടെ നിങ്ങളുടെ ഡെഡിക്കേഷനും നിങ്ങളുടെ പാഷനും നിങ്ങളുടെ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളെ തന്നെ അവിടെ സമർപ്പിക്കേണ്ടതായിട്ട് വരും. ആ ഒരു പ്രൊഫഷനിൽ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ ബിഗറായിട്ടുള്ള എന്താണ് കൈൻഡ് ഓഫ് എ പ്രൊഫഷനാണ് നിങ്ങൾ എന്താണ് ആ ഒരു സ്റ്റെപ്പ് എടുത്ത് വെക്കാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു ഡ്രീം അച്ചീവ് ചെയ്യാൻ ഇങ്ങനെ ഒരുപാട് പടികൾ കയറിപ്പോവേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ ഫസ്റ്റ് പടിയാണ് നമ്മുടെ ഈ NEET എക്സാം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു NEET എക്സാം ഓക്കെ, അത് ശരിക്കും അവർ നടത്തുന്നത് നിങ്ങൾ കുറേ കാര്യങ്ങൾ കാണാതെ പഠിച്ച് നിങ്ങൾ എത്രത്തോളം പെർഫെക്റ്റ് ആണ് എന്നുള്ളത് ചെക്ക് ചെയ്യാനല്ല ഒരിക്കലും ഈ NEET എക്സാം നടത്തുന്നതിലൂടെ അവർ ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ആ NEET എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ എല്ലാം ഇരുന്ന് എഴുതി പഠിച്ച് എല്ലാം കാണാതെ പഠിച്ച് ടോട്ടൽ 82 ചാപ്റ്റേഴ്സ് ഉണ്ട്. ആ 82 ചാപ്റ്റേഴ്സും കംപ്ലീറ്റ് പഠിച്ച് എല്ലാം ഇങ്ങനെ എന്താണ് പെർഫെക്റ്റ് ആക്കി നമുക്ക് ഒരു പെർഫെക്റ്റ് എന്ന് പറയുന്ന ഒരു 100% എഫിഷ്യൻസി എന്ന് പറയുന്നത് അത് പ്രാക്ടിക്കലി പോസിബിൾ ആയിട്ടൊന്നല്ല എന്ന് നമ്മൾ സയൻസിൽ തന്നെ പഠിക്കുന്ന കാര്യമാണ്. പക്ഷേ നീറ്റിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്താ ചെക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം പ്രഷർ നിങ്ങൾക്ക് തരാൻ പറ്റുമോ, എത്രത്തോളം നിങ്ങളുടെ ചുറ്റുമുള്ള സറൗണ്ടിങ്സ് അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയർ എത്രത്തോളം ഡിഫിക്കൽട്ട് ആക്കാൻ പറ്റുമോ അത്രത്തോളം ഡിഫിക്കൽട്ട് ആക്കും. പക്ഷെ ആ ഡിഫിക്കൽട്ട് സിറ്റുവേഷനിലും വളരെ കാമായിട്ടിരുന്ന് വളരെ ഡെഡിക്കേറ്റഡ് ആയിരുന്ന് ആ പ്രോബ്ലംസ് നിങ്ങൾ സൊല്യൂഷൻ കണ്ടെത്തി ചെയ്യുക എന്നുള്ള രീതിയിലാണ് ഈ എക്സാമിനേഷൻ നടത്തുന്നത്. കാര്യം ഈ ഒരു പ്രൊഫഷന് വേണ്ടുന്ന ഒരു കാര്യവും അത് തന്നെയാണ് അല്ലേ. കാര്യം നമ്മൾ ഈ ഡോക്ടർ എന്ന് പറയുന്ന പ്രൊഫഷനിൽ നമ്മൾ മറ്റുള്ളവരുടെ ലൈഫാണ് നമ്മൾ സേവ് ചെയ്യേണ്ടത്. അതിന് നമുക്ക് വളരെ നോർമലായിട്ട് രാവിലെ 9 മണിക്ക് നമ്മൾ പോയി തിരിച്ച് 9 മണിക്ക് അല്ലെങ്കിൽ 6 മണിക്ക് തിരിച്ച് വരുന്ന കൈൻഡ് ഓഫ് പ്രൊഫഷൻ അല്ല ഈ ഒരു ഡോക്ടർ എന്ന് പറയുന്നത് അല്ലേ. അവിടെ നമുക്ക് ഒരുപാട് ലൈഫുകൾ സേവ് ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വർക്ക് ചെയ്യേണ്ടി വരുന്നത് അത്രത്തോളം പ്രഷറിൻ്റെ അണ്ടറിലായിരിക്കും. വളരെ ഡ്രാസ്റ്റിക് സിറ്റുവേഷൻസിൽ നമ്മൾ വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും. അവിടെ നമ്മുടെ ആ ഒരു ആ മനസ്സിൻ്റെ ശക്തി കൈവിടാണ്ട് പ്രോപ്പറായിട്ടുള്ള സൊല്യൂഷൻ എന്താണെന്നുള്ളത് പെട്ടെന്ന് തിങ്ക് ചെയ്ത് നിങ്ങൾ വർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അങ്ങനെയാണല്ലോ. അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് ഒരാളെ ആക്സിഡൻ്റ് ആയിട്ട് കൊണ്ടുവന്നു, നമുക്കിവിടെ ഓർത്ത് നിൽക്കാൻ സമയമുണ്ടോ?
എന്താ പറ്റിയേ, അല്ലെങ്കിൽ എന്താ ചെയ്യേണ്ടത്, ഇങ്ങനെ പതിയെ സ്ലോ ആയിട്ട് ആ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാനായിട്ട് നിങ്ങളെ കൊണ്ട് പറ്റുമോ? ഇല്ല, ഒരിക്കലും അത് പറ്റില്ല. കാര്യം ആ ആളുടെ ലൈഫ് അന്നേരം നിങ്ങളുടെ കയ്യിലാണ്. അപ്പോൾ അത്രയും പ്രഷറൈസ്ഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ വളരെ ക്വിക്കായിട്ട് വേണം നിങ്ങൾ വർക്ക് ചെയ്യാനായിട്ട്, ആണല്ലോ. അപ്പോൾ ഈ ഒരു നീറ്റ് എക്സാമിനിലൂടെ അവർ ഉദ്ദേശിക്കുന്നത് അതാണ്. കാര്യം നിങ്ങളെ ആ ഒരു എക്സാം ഹാളിലേക്ക് കയറുമ്പോൾ തന്നെ നിങ്ങൾ എത്രത്തോളം ടെൻഷനിലായിരിക്കും അല്ലേ. ക്വസ്റ്റ്യൻ പേപ്പർ കയ്യിൽ കിട്ടുമ്പോഴും അവിടെ എന്താണ് എക്സാമിനറിനെ കാണുമ്പോഴും ഒക്കെ നിങ്ങൾ കൈൻഡ് ഓഫ് ഇങ്ങനെ ഹാർട്ട് ഇങ്ങനെ വളരെ പെട്ടെന്ന് ബീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അത്രയും ഒരു പ്രഷർ നിങ്ങൾക്ക് തരുന്നത്, അത്രയും ഒരു പ്രഷറൈസ്ഡ് ആയിട്ടുള്ള എൻവയോൺമെൻറ്റിൽ ഇരുന്ന് എക്സാം എഴുതുമ്പോഴും ആ ക്വസ്റ്റ്യൻസ് മാത്രം ശ്രദ്ധിച്ച് അതിനുള്ള സൊല്യൂഷൻസ്, നിങ്ങൾ കറക്റ്റ് പഠിച്ച കാര്യങ്ങൾ എന്താണെന്നുള്ളത് ഓർത്തെടുക്കാൻ പറ്റി നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു നീറ്റ് എക്സാമിനിലൂടെ ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, അതാണ് മിസ് ഇവിടെ പറഞ്ഞേക്കുന്നത്. വെൻ യു പ്രിപ്പയർ ഫോർ നീറ്റ്, യു ആർ നോട്ട് ജസ്റ്റ് മെമ്മറൈസിങ് ഫോർമുലാസ്, യു ആർ ട്രെയിനിങ് യുവർ മൈൻഡ് ടു സ്റ്റേ കാം, to be dedicated and to solve problems under pressure. അത് തന്നെയാണ് ഈ ഒരു പ്രൊഫഷനിൽ നമുക്ക് വേണ്ടുന്നത്. ഓക്കെ, അപ്പോൾ മിസ് പറഞ്ഞു വളരെ ചെറിയൊരു കാര്യമല്ല ഈ ഒരു പ്രൊഫഷനിലേക്ക് എത്തിപ്പെടുക എന്ന് പറയുന്നത്. അത് വലിയൊരു ടാസ്ക് തന്നെയാണ്. പക്ഷേ ഒരു സെൽഫ് കോൺഫിഡൻസോട് കൂടി വളരെ കാമായിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾ വർക്ക് ചെയ്യാൻ റെഡി ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഡ്രീം നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ ആണോ? എന്തെങ്കിലും ആരും ഒന്നും മിണ്ടുന്നില്ല, എന്താ വളരെ സൈലൻ്റ് ആയിട്ടാണ് ഈ ഒരു സെഷൻ പോകുന്നത്. കമൻസ് ഒന്നും വരുന്നില്ല. അപ്പോൾ പ്ലീസ് ഡു പുട്ട് സം കമൻസ്. ഓക്കെ, എന്നെ കൊണ്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇത് ഇങ്ങനെ പറയിപ്പിക്കാണ്ട് എന്തെങ്കിലുമൊക്കെ കമൻസ് ഇടുക. ഓക്കെ അല്ലേ? ഇനി വാട്ട് നീറ്റ് ആക്ച്വലി ടെസ്റ്റ്. ഓക്കെ, മിസ് ഇപ്പോൾ പറഞ്ഞ പോലെ എന്താണ് നീറ്റ് ശരിക്കും ടെസ്റ്റ് ചെയ്യുന്നത്? ഫസ്റ്റ് ഓഫ് ഓൾ നീറ്റ് വളരെ സിമ്പിളായിട്ടുള്ള 4 കാര്യങ്ങളാണ് നീറ്റ് എക്സാമിലൂടെ അവർ ചെക്ക് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. എന്തൊക്കെയാണ് ഈ 4 കാര്യങ്ങളെന്ന് നമുക്ക് നോക്കിയാലോ. ഫസ്റ്റ് ഓഫ് ഓൾ കൺസെപ്റ്റ് അണ്ടർസ്റ്റാൻഡിങ്. നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ എത്രത്തോളം ഡീപ്പായിട്ട് നിങ്ങൾക്ക് അറിയാമെന്നുള്ളത് ഈ ഒരു നീറ്റ് എക്സാമിലൂടെ ചെക്ക് ചെയ്യുന്നു. അതായത് വെറുതെ കാണാതെ പഠിച്ചു പോകുന്ന ഒരു പാറ്റേണിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ഈ ഒരു നീറ്റ് എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. ഓക്കെ, കാണാതെ പഠിത്തം എന്ന് പറയുന്ന ഒരു സാധനം ഇവിടെ ബാൻഡാണ്. നീറ്റ് എക്സാം ക്രാക്ക് ചെയ്യണമെങ്കിൽ അത് പറ്റത്തേയില്ല. ഓക്കെ, കൺസെപ്റ്റ് മനസ്സിലാക്കി ഏതൊരു കാര്യം, ഇപ്പം നിങ്ങൾക്ക് എല്ലാ ചാപ്റ്ററും പഠിക്കാൻ പറ്റിയില്ലെങ്കിലും സാരമില്ല, പഠിക്കുന്ന കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് കോൺസെപ്റ്റ് മനസ്സിലാക്കി തന്നെ കൃത്യമായിട്ട് മനസ്സിലാക്കി തന്നെ പഠിക്കുക. അപ്പോൾ എത്രത്തോളം നിങ്ങൾക്ക് കോൺസെപ്റ്റ് അറിയാമെന്നുള്ളത് നീറ്റ് എക്സാമിൽ ചെക്ക് ചെയ്യപ്പെടുന്നുണ്ട്. ആപ്ലിക്കേഷൻ, ആ പഠിച്ച കോൺസെപ്റ്റ്, നമ്മളൊരു കാര്യം പഠിച്ചു കഴിഞ്ഞാൽ അത് എവിടെ അപ്ലൈ ചെയ്യണം എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് അറിയാമായിരിക്കണം. അപ്പോൾ അതിൻ്റെ ആപ്ലിക്കേഷൻ ചെക്ക് ചെയ്യുന്നുണ്ട്. മൂന്നാമത്തേത് കൺസിസ്റ്റൻസി. പ്രോപ്പറായിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കുന്ന ഒരാൾക്ക് മാത്രമേ എന്താ കോൺസെപ്റ്റ് മനസ്സിലാക്കി അതിൻ്റെ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് വന്നാലും ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അവർക്ക് മാറാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. പിന്നെ മീൻസ് നേരത്തെ പറഞ്ഞ പോലെ കാംനെസ് അണ്ടർ പ്രഷർ. എത്രത്തോളം ഡിഫിക്കൽട്ടായിട്ട് എത്രത്തോളം ട്രിക്കി ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാലും ഓക്കെ, വളരെ സിമ്പിളായിട്ടുള്ളൊരു കൺസെപ്റ്റ് ആയിരിക്കും, പക്ഷെ അങ്ങേ അറ്റം ട്രിക്കി ആയിട്ടായിരിക്കും ആ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുക. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇങ്ങനെ വളഞ്ഞു മൂക്ക് പിടിക്കുക എന്ന് നമ്മൾ പറയില്ലേ, അത് തന്നെ. വളരെ സിമ്പിളായിട്ടുള്ള കാര്യം ഏറ്റവും അധികം എക്സ്ട്രീംലി ട്രിക്കി ആയിട്ട് ചോദിക്കുന്ന ഒരു പാറ്റേണിലാണ് ക്വസ്റ്റ്യൻസ് ഇപ്പോൾ വരുന്നത് നീറ്റ് എക്സാമിന്. അപ്പോൾ ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വന്നാലും കോൺസെപ്റ്റ് വളരെ ക്ലിയർ ആയിട്ട് അറിയാവുന്ന ഒരു കുട്ടിക്ക് എന്തൊക്കെ സംഭവിച്ചാലും അവന് എന്ത് ചെയ്യാൻ പറ്റും, അത് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഡീപ്പായിട്ടുള്ള വളരെ ഡീപ്പായിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ക്രിയേറ്റ് ചെയ്തെടുക്കുക. ഓക്കെ, മിസ്സിനറിയാം എക്സാംസ് ഒക്കെ നടക്കുവാണ്, ഇനി 4 മാസമേ ഉള്ളൂ. പക്ഷേ ഈ 4 മാസം എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളത് മിസ് പറഞ്ഞുതരാം.
ഓക്കെ ആണല്ലോ. റിപ്പീറ്റേഴ്സ് അല്ലെങ്കിൽ റിപ്പീറ്റേഴ്സ് ആണെങ്കിൽ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളാണെങ്കിൽ അവരെങ്ങനെ പ്രിപ്പയർ ചെയ്യണം, എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ മിസ് പറഞ്ഞു തരാം. കാര്യം എല്ലാവരെയും നമ്മൾ കൺസിഡർ ചെയ്യണമല്ലോ. ഓക്കെ, അപ്പോൾ ഈ 4 കാര്യങ്ങളാണ് നീറ്റ് എക്സാമിലൂടെ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ഏറ്റവും സ്മാർട്ടായിട്ടുള്ള സ്റ്റുഡൻറ്റിനെ സെലക്ട് ചെയ്യുക എന്നതല്ല നീറ്റിലൂടെ ഉദ്ദേശിക്കുന്നത്. ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ള സ്റ്റുഡൻറ്റിനെ സെലക്ട് ചെയ്യാനായിട്ടാണ്. ഓക്കെ, ആൻഡ് ഹിയർ യു ക്യാൻ സീ യു ഡോണ്ട് നീഡ് ടു ബി പെർഫെക്റ്റ്, യു ജസ്റ്റ് നീഡ് ടു ബി കൺസിസ്റ്റൻറ്റ്, ക്യൂരിയസ് ആൻഡ് കം. ഓക്കെ, നിങ്ങൾ ഒരിക്കലും പെർഫെക്റ്റ് ആവണമെന്നില്ല. നിങ്ങൾ കംപ്ലീറ്റ് എല്ലാം കവർ ചെയ്ത് എല്ലാ ഫോർമുലാസും പഠിച്ച് എല്ലാം ക്ലിയർ ചെയ്ത് അങ്ങനെയല്ല പ്രിപ്പയർ ചെയ്യേണ്ടത്. കൃത്യമായിട്ട് വെയിറ്റേജ് നോക്കി ഏതാണ് ഇമ്പോർട്ടൻ്റ്, അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഇമ്പോർട്ടൻ്റ് അൺഇമ്പോർട്ടൻ്റ് എന്നൊന്നും പറയാൻ പറ്റില്ല. കാര്യം ഇപ്പോൾ ക്വസ്റ്റ്യൻസ് വരുന്നത് ഏത് പോർഷനിൽ നിന്ന് വേണമെങ്കിലും ക്വസ്റ്റ്യൻസ് വരാം. അത് ഈ ഒരു 2025 നടന്ന എക്സാം ക്വസ്റ്റ്യൻസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷെ പഠിക്കുന്ന കാര്യം എന്തായാലും നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കുന്നോ അത് വ്യക്തമായിട്ട് ക്ലിയർ ആയിട്ട് നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് ഏത് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആൻസർ ചെയ്യാനായിട്ട് പറ്റും അല്ലേ. അപ്പോൾ you just don't need to be perfect, you just need to be consistent, curious and calm. ഓക്കെ ആണല്ലോ, ക്ലിയർ ആണല്ലോ അല്ലേ. ഓക്കെ, റെസ്പോൺസസ് ഒന്നും തന്നെ ഇല്ല. പ്ലീസ് ഞാൻ വീണ്ടും പറയുകയാണ്, കമൻസിൽ പ്ലീസ് ഡു പുട്ട് യുവർ റെസ്പോൺസസ്. ഓക്കെ, അപ്പോൾ നീറ്റ് എങ്ങനെയാണ്, നീറ്റ് എക്സാം എങ്ങനെയാണെന്നുള്ളതും വെയിറ്റേജ് എങ്ങനെയൊക്കെയാണ് എന്നുള്ളതും മിസ് ഒന്ന് പറഞ്ഞു തരാം. ഓക്കെ, റിപ്പീറ്റേഴ്സിനും റിപ്പീറ്റേഴ്സിനും ഒക്കെ ഓൾറെഡി അറിയായിരിക്കും, ഡ്രോപ്പേഴ്സിനൊക്കെ അറിയായിരിക്കും. പക്ഷേ ഇതുവരെ നീറ്റ് എക്സാം എങ്ങനെയാണ്, എങ്ങനെയാണ് വെയിറ്റേജ് എന്നൊന്നും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് മിസ് ഇതൊന്ന് പറയുന്നത്. അപ്പോൾ ടോട്ടൽ 720 മാർക്സിനാണ് നമ്മുടെ ഈ ഒരു നീറ്റ് എക്സാം നടക്കുന്നത്. ഓക്കെ, ടൈം എന്ന് പറയുന്നത് 3 hours നമുക്കുള്ളൂ. ഈ 3 hours കൊണ്ട് 180 ക്വസ്റ്റ്യൻസ് നമ്മൾ ആൻസർ ചെയ്യേണ്ടതായിട്ടുണ്ട്. 3 hours 180 ക്വസ്റ്റ്യൻസ്. ഓരോ ക്വസ്റ്റ്യനും ഉത്തരം ശരിയാണെന്നുണ്ടെങ്കിൽ യു വിൽ ബി ഗെറ്റിംഗ് 4 marks. ഓക്കെ, ആൻഡ് നെഗറ്റീവ് ഉണ്ട്. ഒരു ക്വസ്റ്റ്യൻ തെറ്റിച്ചു കഴിഞ്ഞാൽ ദർ വിൽ ബി എ ഡിഡക്ഷൻ ഓഫ് 1 mark. ഓക്കെ, 1 mark -1 ആണ് അവിടുത്തെ ഡിഡക്ഷൻ അല്ലെങ്കിൽ നെഗറ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നീറ്റ് എക്സാം നടത്തി വരുന്നത്. 3 hours കൊണ്ട് 180 ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾ ആൻസർ ചെയ്യാനുള്ളത്. ഈ 180 ക്വസ്റ്റ്യൻസ് ഉള്ളിൽ തന്നെയാണ് ബയോളജി അതുപോലെ ഫിസിക്സ് കെമിസ്ട്രി ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. അത് എത്ര ക്വസ്റ്റ്യൻ വെച്ചിട്ടാണെന്ന് മിസ് പറഞ്ഞു തരാം. ബയോളജി ടോട്ടൽ 90 ക്വസ്റ്റ്യൻസ്, ഏറ്റവും അധികം ക്വസ്റ്റ്യൻസ് വരുന്നത് ബയോളജിയിൽ നിന്നാണ്. ഓക്കെ, സുവോളജി ബോട്ടണി ചേർത്ത് ടോട്ടൽ 90 ക്വസ്റ്റ്യൻസ് 360 മാർക്സിനാണ് ചോദിക്കുന്നത്. ബയോളജിയിൽ നിന്ന് ടോട്ടൽ 32 ചാപ്റ്റേഴ്സ് ആണ് ഉള്ളത് നിങ്ങൾക്ക് പഠിക്കാനായിട്ട്. ഓക്കെ, ഇനി കെമിസ്ട്രി എടുത്തു കഴിഞ്ഞാൽ കെമിസ്ട്രിയിൽ നിന്നും ഫിസിക്സിൽ നിന്നും ഈ 180 ക്വസ്റ്റ്യൻസിൽ 90 ക്വസ്റ്റ്യൻ കഴിഞ്ഞു, ഇനി ബാക്കി 90 അല്ലേ ഉള്ളത്, അതിനെ ഹാഫ് ആക്കി 45 കെമിസ്ട്രിയിൽ നിന്നും 45 ഫിസിക്സിൽ നിന്നും അങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരിക. ഈ 45 ക്വസ്റ്റ്യൻസിന് എത്ര മാർക്ക് വെച്ചിട്ട് വരും, 4 മാർക്ക് ഒരു ക്വസ്റ്റ്യൻ, അങ്ങനെ 180 മാർക്സ് വെച്ചിട്ട് ഫിസിക്സിനും അതുപോലെ തന്നെ കെമിസ്ട്രിക്കും വരും. കെമിസ്ട്രിയിൽ ടോട്ടൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് 22 ചാപ്റ്റേഴ്സും ഫിസിക്സിൽ 28 ചാപ്റ്റേഴ്സുമാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്റേഴ്സിൻ്റെ എണ്ണം കണ്ടിട്ട് ആരും പേടിക്കുകയൊന്നും വേണ്ട. കാര്യം ഇപ്പോൾ ഇത് കംപ്ലീറ്റ് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു 82 ചാപ്റ്റേഴ്സോളം വരും കേട്ടോ, ഈ ബയോളജി കെമിസ്ട്രി ഫിസിക്സ്. ഇനി മിസ് പറഞ്ഞ പോലെ ആകെ 4 മാസമേ നമ്മുടെ മുന്നിലുള്ളൂ. ഈ 4 മാസം കൊണ്ട് ഈ 82 ചാപ്റ്ററും കംപ്ലീറ്റ് ആയിട്ട് പഠിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പറ്റില്ല എന്നല്ല, പക്ഷെ അത്രത്തോളം നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും, വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും. അത്രത്തോളം ഡെഡിക്കേറ്റഡ് ആയിട്ട് നമ്മൾ അതിന് പിന്നാലെ ഇരിക്കേണ്ടതായിട്ട് വരും. ഓക്കെ ആണോ? പക്ഷേ ഇപ്പോൾ ഇന്നത്തെ ഈ സെഷനിൽ ഞാനും അതുപോലെ തന്നെ ലക്ഷ്മി മിസ്സും ഈ ചാപ്റ്റേഴ്സിൽ നിന്നും, ഓക്കെ, ഇപ്പോൾ കെമിസ്ട്രിയിലാണെങ്കിൽ 22 ചാപ്റ്റേഴ്സ് ഉണ്ട്, ഫിസിക്സിലാണെങ്കിൽ 28 ചാപ്റ്റേഴ്സ് ഉണ്ട്. അതിൽ മേജർ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ഏതൊക്കെ പഠിക്കണം, ആദ്യത്തെ ഈ ഒരു 4 മാസത്തിൽ ആദ്യത്തെ മാസം എന്ത് കാര്യം ചെയ്യണം, പിന്നീടുള്ള സമയം എന്ത് ചെയ്യണം എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്കൊരു ടൈം ടേബിൾ പോലെ ഞാൻ ഇന്ന് പറഞ്ഞു തരാം. അപ്പോൾ ആ ഒരു ടൈം ടേബിൾ അല്ലെങ്കിൽ ആ ഒരു കാര്യം
ഫോളോ ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ തന്നെ അല്ലെങ്കിൽ വളരെ നന്നായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യാൻ പറ്റുമെന്ന് മിസ്സിന് നല്ല വിശ്വാസമുണ്ട്. ഓക്കെ ആണോ? അപ്പോൾ ഇവിടെ ഇനി നമുക്ക് ഒരു എക്സാം പാറ്റേൺ അനാലിസിസ് എന്ന് നോക്കാം. അതായത് നീറ്റ് എക്സാം എങ്ങനെയാണ് ഈ കഴിഞ്ഞ വർഷങ്ങളിൽ നടത്തിയത്, എങ്ങനെയായിരുന്നു, പാറ്റേണിലുള്ള വ്യത്യാസം എന്നുള്ളതെല്ലാം മിസ് ഒന്ന് വേഗം പറഞ്ഞു തരാം. അതായത് 2021 മുതൽ ഒരു 3 വർഷത്തേക്ക് ഒത്തിരി പാറ്റേൺ വ്യത്യാസമൊന്നും ഉണ്ടായില്ല. ഒരു 3 വർഷത്തേക്ക് എക്സാം പാറ്റേണിൽ വലിയ വ്യത്യാസമൊന്നും ഇല്ലാണ്ട് തന്നെയാണ് എക്സാമിനേഷൻ നടന്നത്. പക്ഷേ 2025 നല്ല രീതിയിൽ എക്സാം ക്വസ്റ്റ്യൻ പാറ്റേൺ ചേഞ്ച് ചെയ്തു. ഓക്കെ, ദർ വാസ് എ ചേഞ്ച് ഇൻ ദ പാറ്റേൺ. അപ്പോൾ ഈ വർഷം നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്നത് കഴിഞ്ഞ വർഷം ഇപ്പോൾ എല്ലാവരും നിങ്ങളിപ്പോൾ ഏത് വീഡിയോ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അല്ലെങ്കിൽ ആരോട് ചോദിച്ചാലും അവർ മെജോറിറ്റി ഒരു 90% ആൾക്കാരും പറയുന്നത് ഇനി വരുന്ന നീറ്റ് 2026 എക്സാമിന് കെമിസ്ട്രി ആയിരിക്കാം, കെമിസ്ട്രി അല്ലെങ്കിൽ ബയോളജി ആയിരിക്കാം ഏറ്റവും ടഫ് ക്വസ്റ്റ്യൻസ് വരുന്നത് എന്ന് പറയുന്നുണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇക്കഴിഞ്ഞ 2025 എക്സാമിന് ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ള പേപ്പർ ഫിസിക്സ് ആയിരുന്നു. ഓക്കെ, ഫിസിക്സിൽ നിന്നായിരുന്നു ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചത്. ചിലപ്പോൾ ഈ വർഷവും അത് 2026 അത് തന്നെ റിപ്പീറ്റ് ചെയ്യാം. ചിലപ്പോൾ വേറൊരു പേപ്പർ വേണമെങ്കിൽ അവർക്ക് ഡിഫിക്കൽട്ടാക്കാം. ഇതൊന്നും നമുക്ക് മുൻകൂട്ടി പ്രെഡിക്റ്റ് ചെയ്യാനൊന്നും പറ്റില്ല. ജസ്റ്റ് ഇങ്ങനെ പറയാം, ചിലപ്പോൾ ഈ ഒരു കേസ് ആയിരിക്കാം അല്ലേ. നമുക്ക് ക്വസ്റ്റ്യൻസ് ഇനി ആ 2026 എക്സാമിന് നിങ്ങൾ പോയി എക്സാം ഹോളിൽ ഇരുന്ന് ആ ക്വസ്റ്റ്യൻസ് കിട്ടുമ്പോൾ മാത്രമേ നമുക്ക് ശരിക്കും കാര്യം എങ്ങനെയാ ക്വസ്റ്റ്യൻസ് പാറ്റേണിൽ ചേഞ്ച് ഉണ്ടോ എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, പക്ഷേ അവരുടെ ഒരു ഈ പാറ്റേൺ അനുസരിച്ച് ഒരു വർഷം മാറ്റിക്കഴിഞ്ഞാൽ എക്സാം പാറ്റേൺ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു 3 വർഷത്തേക്ക് അവർ ചേഞ്ച് ചെയ്യാത്ത രീതിയാണ് നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ളത്. പക്ഷേ മിസ് പറഞ്ഞ പോലെ നമുക്കൊന്നും ക്ലിയർ ആയിട്ട് 100% ഷുവറായിട്ട് പറയാനായിട്ട് പറ്റില്ല. ഓക്കെ, ഇനി നീറ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും പല ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്, ആപ്ലിക്കേഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതുപോലെ തന്നെ കൺസെപ്ച്വൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഡയറക്റ്റ് ആയിട്ട് സിമ്പിളായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒരുപാടുണ്ട്. ആപ്ലിക്കേഷൻ ബേസ്ഡ് ഏറ്റവും കൂടുതൽ കഴിഞ്ഞ പ്രാവശ്യം വന്നത് ഏതിൽ നിന്നാണ്? ഫിസിക്സിൽ നിന്നായിരുന്നു. പിന്നെ കൺസെപ്ച്വൽ ബേസ്ഡ് ക്വസ്റ്റ്യൻസും വരുന്നുണ്ട്. ഓക്കെ, ഇങ്ങനെയായിരുന്നു എക്സാം പാറ്റേണും അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്ന ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ്. ക്ലിയർ ആണല്ലോ? ഇനി നീറ്റ് സ്റ്റുഡൻസ് ഉണ്ടാക്കുന്ന കുറച്ച് കോമൺ മിസ്റ്റേക്കുകൾ എന്താണ്? നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഉണ്ടാക്കുന്ന കുറച്ച് കോമൺ മിസ്റ്റേക്സ്. കാര്യം നമ്മളിവിടെ ഇപ്പോൾ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ നമുക്ക് അവർക്ക് മനസ്സിലാകും എന്തൊക്കെ തെറ്റുകളാണ് അവർ ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഉണ്ടാക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഈ മിസ് ഇനി പറയുന്ന കാര്യങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, അത് വരാതെ നോക്കണം. ഓക്കെ ആണല്ലോ? ഫസ്റ്റ് ഓഫ് ഓൾ, ക്രിയേറ്റിംഗ് ബാക്ക്ലോഗ്സ് വിത്തൗട്ട് റിയലൈസിങ്. ഓക്കെ, നാളത്തേക്ക് ഒരു കാര്യവും മാറ്റി വെക്കരുത്. നമ്മളൊരു കാര്യം പഠിക്കാനായിട്ട് അല്ലെങ്കിൽ ഇന്ന് എത്ര പോർഷൻ തീർക്കുമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ബാക്ക്ലോഗ് ആക്കാണ്ട് അത് ഉറപ്പായിട്ടും ആ ഒരു ടൈമിനുള്ളിൽ തന്നെ അത് പഠിച്ചു തീർക്കാൻ ശ്രമിക്കുക. കാര്യം ഇത്രത്തോളം വാസ്റ്റ് ആയിട്ടുള്ള സിലബസ് ആണ് നമുക്ക് കവർ ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രത്തോളം വാസ്റ്റ് ആയിട്ടുള്ള സിലബസ് കവർ ചെയ്യണമെങ്കിൽ അത് നമുക്ക് നാളേക്ക് മാറ്റി വെച്ച് കഴിഞ്ഞാൽ അത് കവർ ചെയ്യാനുള്ള സമയം ഉറപ്പായിട്ട് നിങ്ങൾക്ക് കിട്ടത്തില്ല. ഓക്കെ, അപ്പോൾ ഒരിക്കലും ബാക്ക്ലോഗ് വരാണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ പഠിക്കേണ്ടത് കൃത്യസമയത്ത് തന്നെ പഠിച്ചു പോവുക. NCERT ഇഗ്നോർ ചെയ്യാനേ പാടില്ല. ഓക്കെ, എസ്പെഷ്യലി ഫോർ കെമിസ്ട്രി ആൻഡ് ബയോളജി. ഫിസിക്സ് കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ഏറ്റവും കൂടുതൽ ഫോർമുലാസ് ഉള്ളത് ഫിസിക്സ് എന്ന സബ്ജക്റ്റിലാണ്. അവിടെ നിന്ന് വരുന്നത് മിക്കവാറും ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഫിസിക്സിൽ നിന്ന് ചോദിക്കുന്നത്. അല്ലെങ്കിൽ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ വരുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഫിസിക്സിൽ നിന്ന് വരിക. പക്ഷേ അതേസമയം കെമിസ്ട്രിയും ബയോളജി എടുത്തു കഴിഞ്ഞാൽ, കെമിസ്ട്രിയിൽ തന്നെ ഇനോർഗാനിക് കെമിസ്ട്രി എടുത്തു കഴിഞ്ഞാൽ, ബയോളജി പിന്നെ കംപ്ലീറ്റ് ബോട്ടണി ആണെങ്കിലും സുവോളജി ആണെങ്കിലും NCERT ടെക്സ്റ്റ് ബുക്ക് ഇഗ്നോർ ചെയ്യാനേ നിങ്ങൾക്ക് പറ്റില്ല. ആ ഒരു ചാപ്റ്റർ പഠിക്കണമെന്നുണ്ടെങ്കിൽ ത്രൂ ദ ലൈൻസ് തന്നെ വായിച്ചു പോകേണ്ടതായിട്ടുണ്ട്. NCERT റീഡിങ് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ടെക്സ്റ്റ് വായിക്കാത്ത കുട്ടികൾക്കും
നീറ്റ് എക്സാം വളരെ ഡിഫിക്കൾട്ടായിട്ട് തോന്നാറുണ്ട്. ടെക്സ്റ്റ് വായിക്കാതിരിക്കുന്നത് അവർ വരുത്തുന്ന വലിയൊരു മിസ്റ്റേക്ക് തന്നെയാണ്. കാര്യം ഈ സബ്ജക്ട്സിൻ്റെ കേസിൽ ടെക്സ്റ്റ് ബുക്ക് വായിക്കുക എന്ന് പറയുന്നത് അത്രത്തോളം തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ ആണല്ലോ. ഇനി ക്ലാസ്സിൽ ലിസൺ, അതായത് ലെക്ചേഴ്സിൻ്റെ ഇടയിൽ പ്രോപ്പറായിട്ട് പഠിച്ച് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് പഠിച്ചിട്ടിരിക്കും, പക്ഷെ അത് പ്രാക്ടീസ് ചെയ്യത്തില്ല. മിസ് അതിനൊരു എക്സാമ്പിൾ വേണമെങ്കിൽ പറഞ്ഞു തരാം. കെമിസ്ട്രി എന്നുള്ളൊരു ചാപ്റ്ററാണ് ഇലക്ട്രോ കെമിസ്ട്രി. നമ്മൾ പഠിപ്പിക്കുന്ന സമയത്ത് ക്ലിയർ ആയിട്ട് കുട്ടികളത് പഠിക്കും. അതായത് റിഡക്ഷൻ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാനും ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാനും SRP SOP ഇതെല്ലാം പ്രോപ്പറായിട്ട് പഠിപ്പിച്ചു കൊടുക്കും. ക്ലാസ്സിൽ അവർ ക്വസ്റ്റ്യൻസ് ഇടുമ്പോൾ പെട്ടെന്ന് അവർ എന്ത് ചെയ്യും, അപ്പോൾ ആൻസർ ചെയ്യും. പക്ഷെ അതിനുശേഷം അറിയാം എന്നുള്ള ഒരു വിശ്വാസം കൊണ്ട് അല്ലെങ്കിൽ ആ ഒരു കോൺഫിഡൻസ് കാരണം അത് പിന്നെ പ്രാക്ടീസ് ചെയ്യില്ല. അത് പ്രാക്ടീസ് ചെയ്യാണ്ടിരുന്നാൽ പിന്നെ ക്വസ്റ്റ്യൻ വരുമ്പോൾ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് SRP ആണോ SOP ആണോ എന്ന് തിരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ അശ്രദ്ധ കാരണം വളരെ ചെറിയ ഒരു മിസ്റ്റേക്ക് വന്നാൽ പോലും എന്ത് ചെയ്യാം, നമ്മുടെ ആൻസർ തെറ്റിപ്പോവാം, ഒരു മാർക്ക് നമുക്ക് നഷ്ടപ്പെട്ടേക്കാം അല്ലേ. അപ്പോൾ ക്ലാസ്സിൽ ഏതൊരു സബ്ജക്റ്റ് ആണെങ്കിലും, ഇപ്പോൾ കെമിസ്ട്രി എന്നൊരു എക്സാമ്പിൾ മിസ് പറഞ്ഞു എന്നേ, ഫിസിക്സ് ആണെങ്കിലും എന്താ ചെയ്യുക, ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നതിൻ്റെ കൂടെ തന്നെ അതിനുശേഷം കൃത്യമായിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, വളരെ കൃത്യമായിട്ട് തന്നെ പ്രാക്ടീസ് ചെയ്യണം. ക്ലാസ്സിൽ ലെക്ചർ നോട്ട്സ് എഴുതിയെടുത്ത് തന്നെ പഠിക്കുക. അവിടെ ഇരുന്ന് എനിക്കെല്ലാം മനസ്സിലായി ഇനി നോക്കേണ്ട ആവശ്യമില്ല എന്ന് കരുതരുത്. കാര്യം നമ്മൾ മറന്നു. ഓക്കെ, നമ്മൾ 2-3 തവണ റിപ്പീറ്റ് ചെയ്ത് റിവൈസ് ചെയ്തെങ്കിൽ മാത്രമേ നമ്മളെ മനസ്സിലേക്ക് അത് കംപ്ലീറ്റ് ആയിട്ട് പതിയുള്ളൂ. ഓക്കെ, സോ അനദർ മിസ്റ്റേക്ക് ഈസ് ലിസണിങ് ഇൻ ക്ലാസ് ബട്ട് നോട്ട് പ്രാക്ടീസിങ്. ഓക്കെ ആണല്ലോ. ഇനി അടുത്തൊരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് നോട്ട് അനലൈസിങ് റോങ് ആൻസേഴ്സ്. അതായത് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നിങ്ങൾ ചെയ്യുവാണ്. ഇപ്പോൾ മിസ്സന്മാരൊക്കെ നിങ്ങളോട് പറയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, ലാസ്റ്റ് 10 ഇയേഴ്സിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്ത് ചെയ്യണം എന്നുള്ളത് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലേ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതിനിടയിൽ ഓഫ് കോഴ്സ് നമുക്ക് ചില ആൻസേഴ്സ് തെറ്റായി പോകും. ആ തെറ്റായി പോകുന്ന ആൻസേഴ്സ് പിന്നെ നോക്കാണ്ടിരിക്കുന്നത് വലിയൊരു മിസ്റ്റേക്കാണ്. കാര്യം നമുക്ക് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് പറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, അതെങ്ങനെ അത് തെറ്റിപ്പോയി എന്നുള്ള കാര്യം കൃത്യമായിട്ട് നോക്കി അത് പ്രാക്ടീസ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഫിസിക്സിൽ ഒരു ക്വസ്റ്റ്യൻ ചെയ്തു, നിങ്ങൾ യൂണിറ്റ് കൺവേർഷൻ ചെയ്തില്ല. യൂണിറ്റ് കൺവേർഷൻ ചെയ്യാത്തത് കൊണ്ട് ആ ആൻസർ തെറ്റിപ്പോയി. ഓക്കെ, ഇനി ആ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തെറ്റിപ്പോയി, അതെടുത്ത് അനലൈസ് ചെയ്തപ്പോൾ നിങ്ങൾ കണ്ടുപിടിച്ച് ഓക്കെ ഞാൻ യൂണിറ്റ് കൺവേർഷൻ മറന്നു പോയത് കൊണ്ടാണ് എനിക്കത് തെറ്റിപ്പോയത്. ഇത് നമ്മൾ ആ പ്രോപ്പറായിട്ട് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഏതൊരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴും ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ബ്രെയിൻ നിങ്ങളടുത്ത് പറഞ്ഞുകൊണ്ടേയിരിക്കും യൂണിറ്റ് കൺവേർഷൻ ഉണ്ടോ, യൂണിറ്റ് കൺവേർഷൻ ഉണ്ടെങ്കിൽ അത് പ്രോപ്പറായിട്ട് ചെയ്യണേ എന്നുള്ളത് നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ മൈൻഡിൽ ഇങ്ങനെ ഫീഡ് ആയിക്കൊള്ളൂ. ഓക്കെ, അപ്പോൾ എക്സാമിന് ഇരിക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബ്രെയിൻ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കണ്ടു കഴിഞ്ഞാൽ അത് നമ്മളെ ഓർമ്മിപ്പിക്കും, അന്ന് എനിക്ക് തെറ്റിയായിരുന്നു, അന്ന് എനിക്ക് യൂണിറ്റ് കൺവേർഷൻ ചെയ്യാത്തത് കൊണ്ട് തെറ്റിയായിരുന്നു, ഇവിടെ അത് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളത് നിങ്ങൾ പോലും അറിയാണ്ട് ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്കത് ഓർമ്മ വരും. അപ്പോൾ റോങ് ആൻസേഴ്സ് അനലൈസ് ചെയ്യുന്നത് കൊണ്ടുള്ള ഒരു ഉപയോഗം അതാണ്. അപ്പോൾ അനലൈസ് ചെയ്യാണ്ടിരിക്കരുത്, റോങ് ആൻസേഴ്സ് അനലൈസ് ചെയ്യണം. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം മിസ്സിന് പറയാനുള്ളത്, വേറുള്ള കുട്ടികളുമായിട്ട് കമ്പയർ ചെയ്യാനേ നിൽക്കരുത്. കാര്യം ഓരോരുത്തർക്കും ഓരോ കപ്പാസിറ്റിയാണ് അല്ലേ, ഓരോരുത്തർക്കും ഓരോ ലെവലായിരിക്കും. അയാൾക്ക് ചിലപ്പോൾ പെട്ടെന്ന് പഠിക്കാനായിട്ട് പറ്റും, ചിലപ്പോൾ നമുക്ക് ആ കാര്യം പഠിക്കണമെങ്കിൽ ഒരു 2-3 മണിക്കൂർ ഇരിക്കേണ്ടി വരും. നെവർ മൈൻഡ്, നോക്കാനേ പോകരുത് ആ ഒരു കാര്യങ്ങളൊന്നും. ബാക്കിയുള്ളവരെ കമ്പയർ ചെയ്യേണ്ട, നിങ്ങൾ നിങ്ങളുടെ ബെസ്റ്റ് കൊടുക്കുക, പഠിക്കുക, അത്ര തന്നെ. ഓക്കെ ആണല്ലോ. ദെൻ ലോസിങ് കോൺഫിഡൻസ് ആഫ്റ്റർ 1 ബാഡ് ടെസ്റ്റ്. ഒരു തവണ ഒരു ടെസ്റ്റിൽ നന്നായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല എന്ന് പറഞ്ഞിട്ട് കോൺഫിഡൻസ് ഇല്ലാണ്ടായി പോകുന്ന ഒരുപാട് കുട്ടികളെ മിസ് കണ്ടിട്ടുണ്ട്. ഓക്കെ, പക്ഷേ ഒരു ബാഡ് ടെസ്റ്റ് അത് അറ്റൻഡ് ചെയ്തിട്ട് കോൺഫിഡൻസോടുകൂടി ഇരിക്കുന്ന കുട്ടികളുണ്ട്. അതായത് ഓക്കെ, ആ ടെസ്റ്റിൽ വന്ന മിസ്റ്റേക്സ് മിസ് നേരത്തെ പറഞ്ഞ പോലെ അനലൈസ് ചെയ്തിട്ട് അതിനേക്കാളും ഡിഫിക്കൽട്ടായിട്ടുള്ള ടെസ്റ്റുകൾ വീണ്ടും വീണ്ടും അറ്റൻഡ് ചെയ്ത് നോക്കുന്ന കുട്ടികളുണ്ട്. അപ്പോൾ ഒരിക്കൽ മാർക്ക് കുറഞ്ഞു എന്ന് പോയിട്ട് ഡ്രോപ്പ് ചെയ്ത് പോകരുത്, കോൺഫിഡൻസ് ലോസ് ചെയ്യരുത്. ഉറപ്പായിട്ടും നിങ്ങളതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് അത് മാറ്റിയെടുക്കാനായിട്ട് പറ്റും.
ഓക്കെ ആണോ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നീറ്റ് സ്റ്റുഡൻസ് ഉണ്ടാക്കുന്ന കോമൺ ആയിട്ടുള്ള മിസ്റ്റേക്ക്. അപ്പോൾ ഇതെല്ലാം ശ്രദ്ധിച്ച് വേണം നിങ്ങൾ ഈ ഒരു നീറ്റ് 2026 വരാൻ പോകുന്ന എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാനുള്ളത്. ക്ലിയർ ആണല്ലോ അല്ലേ? ഇനി എക്സാം ഡേറ്റ് ടെൻറ്റേറ്റീവ് ആയിട്ട് ഡിസൈഡ് ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. ഇങ്ങനെ ടെൻറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു എക്സാം ഡേറ്റ് വന്നിട്ടുണ്ട്. അത് നമ്മുടെ 3rd May 2026 ആണ് എല്ലാവരും പറയുന്നത്. പക്ഷേ ഒഫീഷ്യൽ വെബ്സൈറ്റിലൊന്നും തന്നെ വന്നിട്ടില്ല. അതുകൊണ്ട് ഇത് ജസ്റ്റ് ഒരു ടെൻറ്റേറ്റീവ് എക്സാം ഡേറ്റ് ആയിട്ട് തന്നെ ഇരിക്കട്ടെ. ഈ ഒരു ഡേറ്റ് മുന്നിൽ കണ്ട് തന്നെ നമുക്ക് പ്രിപ്പയർ ചെയ്ത് തുടങ്ങാം. ഓക്കെ ആണല്ലോ? അപ്പം മിസ് പറഞ്ഞു 4 മാസം മാത്രമേ ഇനി നമ്മുടെ മുന്നിലുള്ളൂ. ഈ 4 മാസത്തിൽ ആദ്യത്തെ 2.5 മാസം കൺസെപ്റ്റ് അണ്ടർസ്റ്റാൻഡിങ്ങിന് തന്നെ ഉപയോഗിക്കണം. അതായത് ഇപ്പോൾ +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ 1 മാസം ഓക്കെ മിസ്സിന് പറയാൻ പോകുന്നത് ഫിസിക്സിൻ്റെയും കെമിസ്ട്രിയുടെയും കേസാണ്. ബയോളജിയുടെ കേസ് നമ്മുടെ ലക്ഷ്മി മിസ് വന്നിട്ട് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരും. മിസ് എവിടെ ഇപ്പോൾ ഫിസിക്സും കെമിസ്ട്രിയും പറയും. ആദ്യത്തെ 1 മാസം +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസ് ആണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഫൗണ്ടേഷൻ ബിൽഡ് ചെയ്യണം. അതായത് ഇപ്പോൾ കെമിസ്ട്രി എടുത്തു കഴിഞ്ഞാലും ഫിസിക്സ് എടുത്തു കഴിഞ്ഞാലും കുറച്ച് പാഠങ്ങൾ നമുക്കറിയാമെന്നുണ്ടെങ്കിലേ ബാക്കി പാഠങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള കുറച്ച് പാഠങ്ങളുണ്ട്. അത് ഏതൊക്കെയാണെന്ന് മിസ് പറഞ്ഞു തരാവേ. അപ്പോൾ ആ ചാപ്റ്റേഴ്സ് പ്രോപ്പറായിട്ട് പഠിച്ച് നമ്മൾ ഫൗണ്ടേഷൻ ബിൽഡ് ചെയ്യുക എന്ന് പറയുന്നതാണ് ആദ്യത്തെ മന്തിൽ +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ ചെയ്യേണ്ടത്. ഓക്കെ, +2 സ്റ്റുഡൻസിൻ്റെ കാര്യമാണ് മിസ് പറയുന്നത്. ഇനി റിപ്പീറ്റേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് മന്തിൽ ചെയ്യാനുള്ളത് റിവിഷൻ ആൻഡ് പ്രാക്ടീസ്. റിവിഷനും അതുപോലെ തന്നെ മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാം. റിപ്പീറ്റേഴ്സോ റിപ്പീറ്റേഴ്സോ ആണെങ്കിൽ. +2 സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ ഡ്രോപ്പേഴ്സ് ആണെന്നുണ്ടെങ്കിലും ഫസ്റ്റ് മന്ത് ഫൗണ്ടേഷൻ ബിൽഡ് ചെയ്തേ പറ്റുള്ളൂ. കാര്യം ഇപ്പോൾ കെമിസ്ട്രിയുടെ കേസ് എടുത്താലും ഫിസിക്സിൻ്റെ കേസ് എടുത്താലും ഫൗണ്ടേഷൻ ഇല്ലാണ്ട് നമുക്ക് ഒരുപാട് ചാപ്റ്റേഴ്സ് പഠിക്കാനേ പറ്റില്ല. അപ്പോൾ ഫസ്റ്റ് മന്ത് ഇനിയുള്ള 4 മാസം ആദ്യത്തെ മാസം എന്ത് ചെയ്യും? ഇനി എല്ലാവരും മസ്റ്റായിട്ട് ഫൗണ്ടേഷൻ ബിൽഡ് ചെയ്യണം. ഓക്കെ, അതിന് ശേഷമുള്ള ലാസ്റ്റത്തെ ഒരു 1.5 മാസം നമുക്ക് പ്രാക്ടീസിന് വേണ്ടിയിട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഈ 2.5 മാസത്തിൽ നിന്ന് 1 മാസം നമ്മൾ ഫൗണ്ടേഷൻ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ള 1.5 മാസം ബാക്കിയുള്ള 1.5 മാസമാണ് ബാക്കി ചാപ്റ്റേഴ്സ്. അതായത് ഫൗണ്ടേഷൻ ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് പഠിക്കാൻ പറ്റുന്ന ചാപ്റ്റേഴ്സ് എന്ത് ചെയ്യുക നമ്മൾ കൈവയ്ക്കാനായിട്ടുള്ളത്. ഓക്കെ, ഇന്ന് മുതൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ ഓരോ സബ്ജക്റ്റിനും ഫിസിക്സ് ബയോളജി കെമിസ്ട്രി 3 സബ്ജക്റ്റിനും ഓരോന്നിനും ദിവസം മിനിമം ഒരു 3 hour പെർ ഡേ എങ്കിലും നിങ്ങൾ കൊടുക്കുക. ഓക്കെ, 3 hour പെർ ഡേ എന്ന് പറയുമ്പോൾ ഇപ്പോൾ കെമിസ്ട്രി എന്ന് പറയുന്ന സബ്ജക്റ്റാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ഈ 3 hour ഒരു ചാപ്റ്റർ പഠിക്കരുത്. ഈ 3 hour തന്നെ നിങ്ങൾ ഫിസിക്കൽ പഠിക്കണം, അതിൻ്റെ ക്വസ്റ്റ്യൻ ചെയ്യണം, ഇനോർഗാനിക് പഠിക്കണം, NCERT ബുക്ക് വായിക്കണം, അതുപോലെ തന്നെ ഓർഗാനിക് പഠിക്കണം, NCERT ബുക്ക് വായിക്കണം. റിയാക്ഷൻ മെക്കാനിസം എഴുതി പഠിച്ചേ പറ്റുള്ളൂ. റിയാക്ഷൻ മെക്കാനിസം എഴുതി പഠിക്കാണ്ട് ഒരു രക്ഷയില്ല. ഓക്കെ, അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം? എല്ലാ ദിവസവും പഠിക്കുന്ന കാര്യങ്ങൾ പ്രോപ്പറായിട്ട് റിവൈസ് ചെയ്ത് പോവുക, ബാക്ക്ലോഗ്സ് വരരുത്. ഓക്കെ, മാസ്റ്റർ അറ്റ് അനാലിസിസ് പ്രോപ്പറായിട്ട് അനലൈസ് ചെയ്യാൻ പഠിക്കുക. ഒരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ അത് ഏത് പോർഷനിൽ നിന്നാണ് ഏത് ടോപ്പിക്കിൽ നിന്നാണ് വന്നിരിക്കുന്നത് എന്ന് പ്രോപ്പറായിട്ടുള്ള അനാലിസിസ് വേണം. പ്രോപ്പറായിട്ടുള്ള സ്റ്റഡി സൈക്കിൾസ് ഉണ്ടാവണം. സ്വന്തമായിട്ട് സെൽഫ് നോട്ട്സ് എഴുതിയെടുക്കുക, അല്ലെങ്കിൽ ലെക്ചർ നോട്ട്സ് എന്തായിരുന്നാലും എഴുതിയെടുക്കുക. NCERT മാസ്റ്ററി ക്വസ്റ്റ്യൻ പ്രാക്ടീസ്. NCERT ബുക്കിൽ തന്നിരിക്കുന്ന എക്സസൈസ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഇൻടെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഇതെല്ലാം തന്നെ സോൾവ് ചെയ്യുക. NCERT ആൻഡ് PYQs മാക്സിമം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഇതിനോടൊപ്പം സോൾവ് ചെയ്യുക. നിങ്ങളുടെ വീക്ക് ഏരിയാസ് ഏതാണ് എന്നുള്ളത് നിങ്ങൾ തന്നെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിന് ഏറ്റവും കൂടുതൽ സമയം കൊടുക്കുക. നിങ്ങളുടെ മാക്സിമം ട്രൈ ചെയ്യുക. കോൺഫിഡൻസോടുകൂടി വർക്ക് ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് ഇനിയുള്ള 4 മാസം നിങ്ങൾ വർക്ക് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് ഈ ഒരു നീറ്റ് എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇനി മിസ് ഓരോ സബ്ജക്റ്റിൻ്റെ കാര്യമായിട്ട് പറയാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ കെമിസ്ട്രി എടുത്തു കഴിഞ്ഞാൽ എത്ര ചാപ്റ്റേഴ്സാണുള്ളത്? കെമിസ്ട്രി നീറ്റിൻ്റെ സിലബസ് കണ്ടിട്ടില്ല, എത്ര ചാപ്റ്റേഴ്സ് ഉണ്ട് കെമിസ്ട്രിയിൽ? 22 ചാപ്റ്റേഴ്സാണ് ടോട്ടൽ ഉള്ളത്. അപ്പോൾ +2 പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ ഇപ്പോൾ ഓർക്കും 22 ചാപ്റ്റേഴ്സ് ഇല്ലല്ലോ, നമുക്ക് 20 ചാപ്റ്റേഴ്സ് അല്ലേ ഉള്ളൂ. എക്സ്ട്രാ 20 അല്ല 19 ചാപ്റ്റേഴ്സേ ഉള്ളൂ. 9 + 1 10
+2ലും. പക്ഷേ എക്സ്ട്രാ 3 ചാപ്റ്റേഴ്സ് എന്താ? ഒന്ന് പ്രാക്ടിക്കൽസ് ഉണ്ട്, അതുപോലെ തന്നെ 2 P ബ്ലോക്കും വരുന്നുണ്ട്. ഇങ്ങനെ ഡിലീറ്റഡ് ആയിട്ടുള്ള കുറച്ച് പോർഷനിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അത് നീറ്റിൻ്റെ സിലബസിൽ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ടോട്ടലി 22 ചാപ്റ്റേഴ്സാണ് കെമിസ്ട്രിയിൽ നിന്ന് നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. ഓക്കെ, ഇനി ഈ ഒരു +1ൽ നിന്ന് ഒരു 20 ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. +2ൽ നിന്നാണെങ്കിൽ 25 ക്വസ്റ്റ്യൻസും എക്സ്പെക്റ്റ് ചെയ്യും. ഓക്കെ, ഒരു 20 ക്വസ്റ്റ്യൻസ് +1ൽ നിന്നും 25 ക്വസ്റ്റ്യൻസ് എവിടെ നിന്നും? +2ൽ നിന്നും. ടോട്ടൽ അങ്ങനെ ഒരു 45 ക്വസ്റ്റ്യൻസ് ആണ് കെമിസ്ട്രിയിൽ നിന്ന് വരുന്നത്. അതിൽ തന്നെ ഒരു മിസ് ഒരു കഴിഞ്ഞ 2-3 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയപ്പോൾ ഈസി ക്വസ്റ്റ്യൻസ് ഒരു 11 ഉണ്ട്, മീഡിയം ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒരു 19, പിന്നെ ഒരു ഹാർഡ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് 15. ഇങ്ങനെയാണ് കെമിസ്ട്രിയുടെ ആ ഒരു പാറ്റേൺ വരുന്നത്. ഓക്കെ, ഒരു 2-3 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയപ്പോൾ മിസ്സിന് മനസ്സിലായ കാര്യമാണ്. ഇനി 2020 നടന്ന എക്സാമിൽ കെമിസ്ട്രി വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. പൊതുവേ മിസ് ഒരു കാര്യം പറയാം, ഇത്രയും വർഷം നടന്ന എക്സാമിൽ കെമിസ്ട്രി ക്വസ്റ്റ്യൻസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും സിമ്പിളായിട്ട് ചോദിച്ചിരിക്കുന്ന കെമിസ്ട്രിയാണ്. അത്യാവശ്യം നമുക്ക് നല്ല മാർക്ക് മേടിക്കാൻ പറ്റും. കാര്യം കൺസെപ്റ്റ് ഒത്തിരി അത്യാവശ്യം അറിയാവുന്ന ഒരു കുട്ടിക്ക് നല്ല രീതിയിൽ മാർക്ക് മേടിക്കാൻ പറ്റും. അത്ര ടഫായിട്ട് ഇതുവരെ കെമിസ്ട്രി ക്വസ്റ്റ്യൻസ് ഇതുവരെ ചോദിച്ചിട്ടേ ഇല്ല. 2021 കാൽക്കുലേഷൻ ബേസ്ഡ് ഫിസിക്കൽ ക്വസ്റ്റ്യൻസ് ആയിരുന്നു കൂടുതൽ ചോദിച്ചത്. 22 ഇനോർഗാനിക്, NCERTയുടെ ഇനോർഗാനിക് കുറച്ച് ഹെവി ആയിട്ടാണ് ചോദിച്ചത്. 23 മോഡറേറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഓർഗാനിക് മെക്കാനിസം ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഒരുപാട് ഉണ്ടായിരുന്നു. 24 വളരെ NCERT ഫോക്കസ്ഡ് ആയിട്ടുള്ള പ്രെഡിക്റ്റബിൾ പാറ്റേൺസ് ആയിരുന്നു 24. 25 എക്സാമിന് മിക്ക ക്വസ്റ്റ്യൻസ് ഡിറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഇപ്പോൾ ഫെലിംഗ് സൊല്യൂഷൻ B എന്താ, ഫെലിംഗ് സൊല്യൂഷൻ A എന്താ, അങ്ങനെയുള്ള വളരെ ഡിറക്റ്റ് ആയിട്ടുള്ള ബേസിക് ക്വസ്റ്റ്യൻസ് ആണ് കെമിസ്ട്രിയിൽ നിന്ന് ചോദിച്ചത്. ഡിറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ, പിന്നെ നമ്മൾ ഹൈ വെയിറ്റേജ് ചാപ്റ്റർ എന്ന് പറഞ്ഞു മുന്നേ നമ്മൾ പറയുന്ന ഇലക്ട്രോ കെമിസ്ട്രിയിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ പോലും ചോദിച്ചിട്ടില്ല. ഒരു ക്വസ്റ്റ്യൻ പോലും 2025 എക്സാമിന് ഇലക്ട്രോ കെമിസ്ട്രിയിൽ നിന്നൊന്നും വന്നിട്ടില്ല. അപ്പോൾ കുറേ നമ്മൾ ഹൈ വെയിറ്റേജ് ചാപ്റ്റർ പറഞ്ഞതിൽ നിന്നൊന്നും ക്വസ്റ്റ്യൻസേ വന്നിട്ടില്ല. അങ്ങനെ ഒരു പാറ്റേൺ ആയിരുന്നു 2025 നമുക്ക് കാണാൻ പറ്റിയത്. പക്ഷെ പൊതുവെ കെമിസ്ട്രി വളരെ സിമ്പിൾ ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ്. അപ്പോൾ കഴിഞ്ഞ തവണ 25 ഫിസിക്സ് ഡിഫിക്കൽട്ട് ആക്കിയതുകൊണ്ട് എല്ലാവരും പറയുന്നത് ഇപ്രാവശ്യം കെമിസ്ട്രി ആയിരിക്കും ഡിഫിക്കൽട്ട് എന്നാണ്. പക്ഷെ അതൊന്നും നിങ്ങൾ കണക്കിലെടുക്കേണ്ട, നന്നായിട്ടങ്ങ് പ്രിപ്പയർ ചെയ്യുക. ഓക്കെ ആണല്ലോ. ഇനി നമുക്കറിയാം കെമിസ്ട്രി എടുത്തു കഴിഞ്ഞാൽ നമ്മളതിനെ 3 ഡിവൈഡ് ചെയ്യും. ഫിസിക്കൽ കെമിസ്ട്രി ഉണ്ട്, ഓർഗാനിക് കെമിസ്ട്രി ഉണ്ട്, അതുപോലെ തന്നെ ഇനോർഗാനിക് കെമിസ്ട്രി ഉണ്ട്. ഫിസിക്കൽ കെമിസ്ട്രിയിൽ നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ടത് കാൽക്കുലേഷൻ കോൺഫിഡൻസ് ഇംപ്രൂവ് ചെയ്യുക. ഓക്കെ, ഏറ്റവും മാക്സിമം എത്രത്തോളം ന്യൂമറിക്കൽസ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ന്യൂമറിക്കൽസ് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, കാൽക്കുലേഷൻ കോൺഫിഡൻസ് ഇൻക്രീസ് ചെയ്യുക. ഓർഗാനിക് കെമിസ്ട്രിയുടെ കേസ് എടുത്തു കഴിഞ്ഞാൽ കോൺസെപ്റ്റ് നന്നായിട്ട് പഠിച്ചിട്ട് പ്രാക്ടീസ് ചെയ്യുക. റിയാക്ഷൻ മെക്കാനിസംസ് എഴുതി തന്നെ പഠിക്കുക. NCERT ടെക്സ്റ്റ് ബുക്ക് വായിക്കണം. ഓക്കെ, ഓർഗാനിക് കെമിസ്ട്രിയുടെ കേസിലും NCERT ടെക്സ്റ്റ് ബുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, വായിക്കണം. ഇറ്റ് മസ്റ്റ് ബി. ഓക്കെ, എന്നിരുന്നാലും വായിച്ചിരിക്കണം. ഓക്കെ, ഇനി ഇനോർഗാനിക് കെമിസ്ട്രി എടുത്തു കഴിഞ്ഞാൽ മെമ്മറൈസ് ചെയ്യണം, നല്ല രീതിയിൽ അത് റിവിഷനും ചെയ്യണം. ഓക്കെ, കംപ്ലീറ്റ് ആയിട്ട് ഇനോർഗാനിക് കെമിസ്ട്രി കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ടെക്സ്റ്റ് ബുക്കിനെ തന്നെ ബേസ് ചെയ്ത് നല്ല രീതിയിൽ NCERT റീഡിങ് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഫിസിക്കൽ കെമിസ്ട്രിയിൽ എടുത്തു കഴിഞ്ഞാൽ എന്താ, ബേസിക് കാൽക്കുലേഷൻസ് ഇംപ്രൂവ് ചെയ്യണം. ടൈപ്സ് ഓഫ് ഗ്രാഫ് എല്ലാം ഐഡൻറ്റിഫൈ ചെയ്ത് തന്നെ പഠിക്കണം. യൂണിറ്റ് കൺവേർഷൻ പഠിക്കുക, ലോഗ്, ആൻറ്റി ലോഗ്, ഇങ്ങനെയുള്ള ബേസിക് മാത്തമാറ്റിക്കൽ കാര്യങ്ങളൊക്കെ പഠിക്കുക. പിന്നെ മാക്സിമം പ്രാക്ടീസ് ചെയ്യുക. എത്രത്തോളം ന്യൂമറിക്കൽസ് ഫിസിക്കൽ കെമിസ്ട്രിയിൽ നിന്ന് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ന്യൂമറിക്കൽസ് അറ്റൻഡ് ചെയ്യുക. ഇനോർഗാനിക് കെമിസ്ട്രി പ്രത്യേകിച്ച് ഒന്നുമില്ലടാ, NCERT വായിക്കാണ്ട് ഒരു രക്ഷയില്ല. ഇനോർഗാനിക് കെമിസ്ട്രി എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആ ടെക്സ്റ്റ് ബുക്കിൽ ഓരോ ലൈനിൽ നിന്നായിരിക്കും ക്വസ്റ്റ്യൻ വരിക. ഓക്കെ, അപ്പോൾ ഇനോർഗാനിക് കെമിസ്ട്രി മാക്സിമം NCERT 1, 2, 3 തവണയൊക്കെ നിങ്ങൾക്ക് എത്രത്തോളം സമയം കിട്ടുന്നു അത്രത്തോളം സമയം നിങ്ങൾ മാക്സിമം NCERT ടെക്സ്റ്റ് ബുക്ക് വായിക്കാനായിട്ട് സമയം കണ്ടെത്തുക. ഓർഗാനിക് കെമിസ്ട്രി എടുത്തു കഴിഞ്ഞാൽ ആദ്യം അറിയേണ്ടത് GOC പഠിച്ചിരിക്കണം. GOC അറിയാണ്ട് ഓർഗാനിക് കെമിസ്ട്രി ആരും പഠിക്കാൻ നിൽക്കാനേ പാടില്ല. കാര്യം GOC അറിയാണ്ട് നമുക്ക് ഓർഗാനിക് കെമിസ്ട്രി പഠിക്കാൻ പറ്റില്ല. ജനറൽ ഓർഗാനിക് കെമിസ്ട്രി അറിയാണ്ട് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്പേഴ്സും അല്ലെങ്കിൽ അഡിഷനോ സബ്ട്രാക്ഷനോ അറിഞ്ഞുകൂടാത്ത ഒരു കുട്ടിക്ക് നമുക്ക് മാത്സ് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുമോ?
അതാണ് ഓർഗാനിക് കെമിസ്ട്രിയുടെ അവസ്ഥ. GOC അറിയാണ്ട് നമുക്ക് ഓർഗാനിക് കെമിസ്ട്രി പഠിക്കാനേ പറ്റില്ല. അപ്പോൾ ഫസ്റ്റ് നമുക്ക് വേണ്ടുന്നത് ഓർഗാനിക് കെമിസ്ട്രിയുടെ ഫൗണ്ടേഷൻ ആണ്, അതായത് GOC പഠിച്ചിരിക്കണം. +1 ആദ്യത്തെ അല്ല, ലാസ്റ്റ് വരുന്ന 2 ചാപ്റ്റേഴ്സ് ഓർഗാനിക് കെമിസ്ട്രി, അതുപോലെ തന്നെ ഹൈഡ്രോ കാർബൺസ് ഇമ്പോർട്ടൻ്റ് ആണ്. അതാണ് GOC. അതിലാണ് നമ്മൾ ജനറൽ ഓർഗാനിക് കെമിസ്ട്രി പറയുന്നത്. ബേസിക്സ് അറിയുക, മാക്സിമം പ്രാക്ടീസ് ചെയ്യുക, നെയ്മഡ് റിയാക്ഷൻസും റിയാക്ഷൻ മെക്കാനിസംസും എഴുതി തന്നെ പഠിക്കുക. മിനിമം 5 വട്ടമെങ്കിലും എഴുതി പഠിച്ചിരിക്കുക. ഓക്കെ ആണല്ലോ. ഇനി മിസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്സ് ഏതാണ്? ഇപ്പോൾ ഫിസിക്കൽ കെമിസ്ട്രി എടുത്തു കഴിഞ്ഞാൽ ഫിസിക്കൽ കെമിസ്ട്രിയിൽ നിങ്ങളുടെ ഫൗണ്ടേഷൻ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മിസ് ആദ്യം പറഞ്ഞില്ലേ, ആദ്യത്തെ 1 മാസം എന്തൊക്കെ ഇരുന്നാലും നിങ്ങൾ ഫൗണ്ടേഷൻ ബിൽഡ് ചെയ്യണം. ആ 1 മാസം നിങ്ങൾ പഠിക്കേണ്ട ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണെന്ന് മിസ് പറഞ്ഞു തരാം. 1 മോൾ കൺസെപ്റ്റ് അറിയണം, 2 അറ്റോമിക് സ്ട്രക്ചർ, തെർമോഡൈനാമിക്സ്, കൈനറ്റിക്സ്, റിഡോക്സ്, ഇക്വിലിബ്രിയം. ഇത്ര ചാപ്റ്റേഴ്സാണ് ഫസ്റ്റ് മന്തിൽ നിങ്ങൾ പഠിക്കാനായിട്ടുള്ളത്. കാര്യം ഈ ചാപ്റ്റേഴ്സ് അറിയാമെങ്കിൽ നമുക്ക് ബാക്കിയുള്ള ഫിസിക്കൽ കെമിസ്ട്രിയിൽ വരുന്ന ചാപ്റ്റേഴ്സ് പഠിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ റിഡോക്സ് അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് പോയി ഇലക്ട്രോ കെമിസ്ട്രി പഠിക്കാനായിട്ട് പറ്റുള്ളൂ. അതുപോലെ തന്നെ തെർമോഡൈനാമിക്സ് അറിയാമെങ്കിൽ മാത്രമേ നമുക്ക് വേറെ കുറച്ച് ചാപ്റ്റർ പഠിക്കാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ ആണോ? അപ്പോൾ ഇതാണ് ബേസിക് ആയിട്ടുള്ള ഫൗണ്ടേഷൻ ബിൽഡ് ചെയ്യാൻ വേണ്ടി ഫിസിക്കൽ കെമിസ്ട്രിയിൽ നിന്ന് നിങ്ങൾ പഠിക്കേണ്ട ചാപ്റ്റേഴ്സ്. അതുപോലെ തന്നെ ഈ ചാപ്റ്റേഴ്സ് പഠിക്കുമ്പോൾ എന്തിലൊക്കെ ഫോക്കസ് ചെയ്യണം? ഫോർമുല ഡെറിവേഷൻ, അതുപോലെ തന്നെ യൂണിറ്റ്സ് ആൻഡ് ഡയമെൻഷൻസ്, ദെൻ ന്യൂമറിക്കൽസ് ഫ്രം NCERT. ഫിസിക്കൽ കെമിസ്ട്രിയിലെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ സോൾവ് ചെയ്തിരിക്കുന്ന എക്സാമ്പിൾസും ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന ടെക്സ്റ്റ് ക്വസ്റ്റ്യൻസും ടെക്സ്റ്റ് ബുക്കിൽ തന്നെ എക്സസൈസും ഇമ്പോർട്ടൻ്റ് ആണ്. അത് സോൾവ് ചെയ്യാണ്ട് പോകരുത്. ഓക്കെയാണോ? ഇനി ഓർഗാനിക് കെമിസ്ട്രി എടുത്തു കഴിഞ്ഞാൽ GOCയുടെ ഫൗണ്ടേഷൻ വേണം. റിയാക്ഷൻ മെക്കാനിസംസ് എന്തായിരുന്നാലും ഫസ്റ്റ് മന്ത് പഠിക്കുക. നെയ്മഡ് റിയാക്ഷൻസ് പഠിക്കുക. മാക്സിമം NCERT എക്സാമ്പിൾസ് ഫോക്കസ് ചെയ്യുക. ഓരോ റിയാക്ഷൻ പറഞ്ഞിട്ട് അതിന് താഴെ എക്സാമ്പിൾസ് പ്രൊവൈഡ് ചെയ്തിരിക്കും, അല്ലെങ്കിൽ എക്സെപ്ഷൻസ് പറയുന്നുണ്ടായിരിക്കും. അത് വിട്ടു പോകരുത്. അത് നോട്ട് ചെയ്ത് ഹൈലൈറ്റ് ചെയ്ത് തന്നെ പഠിക്കുക. ഇനോർഗാനിക്കിൻ്റെ കേസിൽ നമ്മുടെ NCERT ആണ് നമ്മുടെ ബൈബിൾ എന്ന് പറയുക. അതായത് NCERT ഇല്ലാണ്ട് ഇനോർഗാനിക് ഒരു രക്ഷയില്ല. ഫസ്റ്റ് നമ്മൾ പഠിക്കേണ്ടത് പീരിയോഡിക് ട്രെൻഡ്സ്, കോർഡിനേഷൻ കോമ്പൗണ്ട്സ്, P ബ്ലോക്ക്, D ബ്ലോക്ക്. ഈ 4 ചാപ്റ്റേഴ്സ് ആദ്യത്തെ 1 മാസം നമ്മൾ കവർ ചെയ്യണം. ഓക്കെ, ലൈൻ ബൈ ലൈൻ ആയിട്ട് NCERT ഇനോർഗാനിക് കെമിസ്ട്രി വായിക്കുക. ഓക്കെ, മൾട്ടിപ്പിൾ ടൈംസ് എത്ര വട്ടം വായിക്കാൻ പറ്റുമോ അത്രത്തോളം വട്ടം വായിക്കുക. NCERT വായിക്കേണ്ടത് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് മിസ് വീണ്ടും വീണ്ടും പറയുന്നത്. ഓക്കെ ആണോ? ഇനി NEET 2026 ക്ലാസ് 12ൽ നിന്ന് വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഏതൊക്കെയാണെന്നുള്ളത് മിസ് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. കെമിസ്ട്രിയിൽ നിന്നും ഒട്ടും മിസ്സാക്കാണ്ട് എന്തായാലും പഠിച്ചിരിക്കേണ്ട കുറച്ച് ടോപ്പിക്സ്. ഐഡിയൽ ആൻഡ് നോൺ ഐഡിയൽ സൊല്യൂഷൻസ് ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്നുള്ളത്, 4 കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ്, ഇലക്ട്രോ കെമിസ്ട്രിയിൽ നിന്ന് നേൺസ്റ്റ് ഇക്വേഷൻ, കണ്ടക്റ്റൻസ്, കോളറോഷ്യസ് ലോ. കൈനറ്റിക്സിൽ നിന്ന് ഫസ്റ്റ് ഓർഡറും അതുപോലെ തന്നെ അരീനിയസ് ഇക്വേഷൻ, ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ, അതെല്ലാം ഈ ഫസ്റ്റ് ഓർഡർ വരും കേട്ടോ. ഹാഫ് ലൈഫ്, കംപ്ലീഷൻ ടൈം, ഗ്രാഫ്, ഇതെല്ലാം ഫസ്റ്റ് ഓർഡർ വരും. ദെൻ കോർഡിനേഷനിൽ നിന്ന് VBT, CFT, അതുപോലെ തന്നെ ഐസോമർസും. പിന്നെ നമ്മൾ D ബ്ലോക്ക് അല്ലെങ്കിൽ P ബ്ലോക്ക് എടുത്തു കഴിഞ്ഞാൽ ട്രെൻഡ്സ് പഠിക്കുക. തെർമൽ സ്റ്റെബിലിറ്റി, MP, BP, ബോയിലിംഗ് പോയിന്റ്, മെൽറ്റിംഗ് പോയിന്റ്, റേഡിയസിങ് നേച്ചർ, ബോണ്ട് ഡിസോസിയേഷൻ എനർജി എക്സെട്ര. ഓക്സി ആസിഡ്സ് ഓഫ് ഫോസ്ഫർ, സൾഫർ, ഹാലജൻസ്. പിന്നെ ഓർഗാനിക്കിലേക്ക് വരുമ്പോൾ EAR, ESR, SN1, SN2, E1, E2, ഡീഹൈഡ്രേഷൻ, ലൂക്കസ് ടെസ്റ്റ് എന്താ, ഡിസ്റ്റിങ്ക്യൂഷൻ ടെസ്റ്റ്, ടോളൻസ് എന്താ, ഫെലിങ്സ് എന്താ, ഐഡോഫോം. ഇത് കൃത്യമായിട്ട് പഠിച്ചിരിക്കണേ. 2025 ഇതേ ഈ ഫെലിംഗ് സൊല്യൂഷൻ എന്താണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ വന്നത്. ഓക്കെ, അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ആൾഡോൾ, കെനിസാരോ, ക്ലേസൻ കണ്ടൻസേഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. നെയ്മഡ് റിയാക്ഷൻസ് ആണ്. അതിനുശേഷം സൈഡ് ചെയിൻ ഓക്സിഡേഷൻ ആൻഡ് അസിഡിക് സ്ട്രെങ്ത്, ഡൈഅസറ്റൈസേഷൻ ആൻഡ് കപ്ലിംഗ് റിയാക്ഷൻ, ബേസിക് സ്ട്രെങ്ത് ഓഫ് അമീൻസ്, സ്ട്രെങ്ത് G. ഓക്കെ, പൊട്ടാഷ്യം ഡൈക്രോമേറ്റ് ആൻഡ് പൊട്ടാസ്യം പെർമാംഗനേറ്റ് D&F ബ്ലോക്കിൽ വരുന്നതാണ്. ലാന്തനൈഡ് കൺട്രാക്ഷൻ, അതുപോലെ തന്നെ കെൽജാസ് ആൻഡ് ഡുമാസ് ക്രോമറ്റോഗ്രഫി. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ എന്താണ് ക്ലാസ് 12ൽ നിന്ന് വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. ഇനി +1 എടുക്കുകയാണെങ്കിൽ അതിൽ നിന്ന് വരുന്ന ഇമ്പോർട്ടൻ്റ് ടോപ്പിക്സ് മോൾ കൺസെപ്റ്റും അവഗാഡ്രോ നമ്പറും, മോളാർ മാസ്, ഗ്രാം മോളിക്കുലർ മാസ്, സ്റ്റോഷ്യോമെട്രിക് കാൽക്കുലേഷൻസ്,
limiting reagent, percentage composition, empirical and molecular formula, concentration terms. Then redox in the basics, oxidation number calculation, atomic models, de Broglie wavelength, Heisenberg uncertainty principle, quantum numbers, electronic configuration, Aufbau principle, Hund's rule, Pauli's exclusion principle, orbital shapes, photoelectric effect, modern periodic law, periodic trends, effective nuclear charge, valency trends, anomalous properties of second period elements ഇന്റെയും അതുപോലെ തന്നെ ബോണ്ട് പാരാമീറ്റേഴ്സ്, കെമിക്കൽ ബോണ്ടിങ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ക്ലിയർ ആയിട്ടുണ്ട്. PSAPR തിയറി, ഹൈബ്രിഡൈസേഷൻ, മോളിക്കുലാർ ഓർബിറ്റൽ തിയറി, ഹൈഡ്രജൻ ബോണ്ടിങ്, ഡൈപോൾ മൊമെന്റ്, ഫജൻസ് റൂള്, റെസൊണൻസ് ആൻഡ് റെസൊണൻസ് എനർജി. അപ്പോൾ ഇത്രയും ചാപ്റ്റേഴ്സ് 22 ചാപ്റ്റേഴ്സിൽ നിന്നുള്ള +1 നിന്നും +2 നിന്നും നിങ്ങൾ മിസ്സായി പോകാണ്ട് പഠിക്കാനുള്ള ടോപ്പിക്സ് ആണ് മിസ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ എന്തൊക്കെ സംഭവിച്ചാലും ഇത്രയും ടോപ്പിക്സ് മിസ്സാവാണ്ട് പഠിക്കും. ഓക്കെ, ബാക്കി ടോപ്പിക്സ് ഇവിടെ സ്ലൈഡിൽ കാണാം. വായിക്കണം മിസ്. ഓക്കെ, പെട്ടെന്നൊന്ന് പോയി നോക്കാം. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്, ഇന്റേണൽ എനർജി, എൻതാൽപ്പി, ഹീറ്റ് ഓഫ് റിയാക്ഷൻ, ഹെസ്സസ് ലോ, ബോണ്ട് എൻതാൽപ്പി, എൻട്രോപ്പി, ഗിബ്സ് ഫ്രീ എനർജി, സ്പോണ്ടേനിറ്റി ഓഫ് റിയാക്ഷൻ, അതുപോലെ തന്നെ റിലേഷൻ, ഗിബ്സ് എനർജിയും എൻതാൽപ്പി ആയിട്ടൊക്കെയുള്ള റിലേഷൻ, law of mass action, equilibrium constant, relationship between Kc and Kp, Le-Chatelier's principle, degree of dissociation, homogeneous heterogeneous equilibrium, pH, pOH, ionization constant in the buffer solution in the hydrolysis of salt, solubility product, common ion effect. പിന്നെ റിഡോക്സ് റിയാക്ഷൻസ് ബാലൻസ് ചെയ്യാനായിട്ട് പഠിക്കണം. ഓക്സിഡൈസിങ് ആൻഡ് റെഡ്യൂസിങ് ഏജൻസ്, ബോറോൺ ഫാമിലി, അതുപോലെ കാർബൺ ഫാമിലി, അല്ലോട്രോപ്സ് ഓഫ് കാർബൺ, ട്രെൻഡ്സ് ഇൻ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ്, പിന്നെ ഇൻഡക്റ്റീവ് എഫക്റ്റ്, റെസൊണൻസ് എഫക്റ്റ്, ഹൈപ്പർ കോൺജുഗേഷൻ, ഇലക്ട്രോമാഗ്നറ്റിക് എഫക്റ്റ്. ഓക്കെ, ഓർഗാനിക് കെമിസ്ട്രിയിലേക്ക് നമ്മൾ വന്നു. ജിയോസിയിലെ ഹോമോലിറ്റിക് ഹെറ്ററോലിറ്റിക് ക്ലീവേജ്, കാർബോകാറ്റോൺ, കാർബാനിയോൺ, അതുപോലെ തന്നെ ഫ്രീ റാഡിക്കൽസ്, ന്യൂക്ലിയോഫൈൽസും ഇലക്ട്രോഫൈൽസും എന്ന IUPACയുടെ നോമൻക്ലേച്ചർ ബേസിക് ആയിട്ടുള്ളത്, ആൽക്കെയിൻസിന്റെ പ്രിപ്പറേഷൻ പ്രോപ്പർട്ടീസ്, അതിന്റെ കൺഫർമേഷൻസ്, ആൽക്കീൻസിന്റെ അതുപോലെ തന്നെ ആൽക്കൈൻസിന്റെ. ഓക്കെ, പിന്നെ അരോമാറ്റിക് ഹൈഡ്രോകാർബൺസ്, ബെൻസീൻ സ്ട്രക്ചർ, ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ്. ഇത്രയുമാണ് നമ്മൾ മിസ് ചെയ്ത് പോകാണ്ട് എന്തിരുന്നാലും നമ്മൾ പഠിക്കേണ്ടുന്ന കുറച്ച് ടോപ്പിക്സ്. ഓക്കെ, +1 നിന്നും അതുപോലെ തന്നെ +2 നിന്നും NEET 2026 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്സ്. ക്ലിയർ ആണല്ലോ അല്ലേ? ഓക്കെ, അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് കെമിസ്ട്രിയിൽ നിന്ന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. ഇനി ഫിസിക്സിൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ ടോട്ടൽ എത്ര ചാപ്റ്റേഴ്സിൻ്റെ 28 ചാപ്റ്റേഴ്സ് ആണുള്ളത്. 14 വെച്ചിട്ട് മൊത്തം 28 ചാപ്റ്റർ നമുക്ക് ഫിസിക്സിൽ നിന്ന് കവർ ചെയ്യാനായിട്ടുണ്ട്. ഓക്കെ, കെമിസ്ട്രിയുടെ പോലെ തന്നെയാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുക. +1 നിന്ന് 20, +2 നിന്ന് 25, അങ്ങനെ ടോട്ടൽ 45 ക്വസ്റ്റ്യൻസ് ആണ് ഫിസിക്സിൽ നിന്ന് ചോദിക്കുക. 2025 നടന്ന എക്സാമിൽ ഫിസിക്സ് ക്വസ്റ്റ്യൻസ്, ഫിസിക്സിൻ്റെ സെക്ഷൻ എന്ന് പറയുന്നത് ടഫസ്റ്റ് സെക്ഷൻ ആയിരുന്നു. ലെങ്തി ആയിരുന്നു, കൺസെപ്ഷ്യൽ ആയിരുന്നു. കുട്ടികൾ ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കാൻ തന്നെ കുറച്ച് സമയമെടുത്തു. അപ്പോൾ അത്രയും ടഫായിട്ടാണ് ഫിസിക്സിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നത്. അപ്പോൾ ആ ഒരു ഡിഫിക്കൽട്ടി പ്രതീക്ഷിച്ച് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, പ്രിപ്പയർ ചെയ്യാം. എങ്കിലേ ക്വസ്റ്റ്യൻസ് എളുപ്പമായിരുന്നാലും നമുക്കൊരു ആ കൺസെപ്റ്റ് അത്രത്തോളം നന്നായിട്ട് അറിയാവുന്നത് കൊണ്ട് നമുക്കത് ആൻസർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ അല്ലേ. ഇനി 2024 നടന്ന എക്സാമിൽ ഫിസിക്സിൻ്റെ സെക്ഷൻ കൈൻഡ് ഓഫ് എ മോഡറേറ്റ് ചാലഞ്ച് ആയിരുന്നു. കൺസെപ്ച്വലും ട്രിക്കി ക്വസ്റ്റ്യൻസ് ആയിരുന്നു കൂടുതൽ. 23 മോസ്റ്റ് ചാലഞ്ചിങ് ആയിരുന്നു, കൺസെപ്റ്റ് ഓറിയൻറ്റഡ് ക്വസ്റ്റ്യൻ ആയിരുന്നു, ടൈം കൺസ്യൂമിങ് ന്യൂമറിക്കൽസ് ഒരുപാടുണ്ടായിരുന്നു. അപ്പോൾ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യന് ഒത്തിരി സമയം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ബാക്കി അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യാനായിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് പഠിക്കുക. ഓക്കെ, 2022 നടന്ന എക്സാമിൽ ടഫസ്റ്റ് സെക്ഷൻ ആയിരുന്നു, ന്യൂമറിക്കൽസ് ഹെവി ആയിരുന്നു, ടൈം കൺസ്യൂമിങ് ആയിരുന്നു. അപ്പോൾ ഫിസിക്സിൻ്റെ ഒരു പാറ്റേൺ നിങ്ങൾ നോക്കിയാൽ തന്നെ മനസ്സിലാവും. നീറ്റ് എക്സാമിന് ഫിസിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റ് അത്ര ഈസി ആയിട്ട് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന സബ്ജക്റ്റ് അല്ല. പക്ഷേ ഒരു കുട്ടി ഫിസിക്സ് നല്ല രീതിക്ക് സ്കോർ ചെയ്യുന്നുണ്ടോ ഉറപ്പിച്ചോ അവൻ എന്തായാലും റാങ്ക് ഉണ്ടാവും. കാര്യം അത് ഉറപ്പാണ്. ഫിസിക്സ് നല്ല രീതിക്ക് അറ്റൻഡ് ചെയ്യുന്ന ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവന് റാങ്ക് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് റാങ്ക് കിട്ടണമെങ്കിൽ പഠിക്കേണ്ട സബ്ജക്റ്റ് ഏതാണെന്ന് വെച്ചാൽ മിസ് എന്തായാലും പറയാം, അത് ഫിസിക്സാണ്. കാര്യം ഈ ഒരു സബ്ജക്റ്റ് നമ്മുടെ കൈക്കുള്ളിലാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് നീറ്റിൻ്റെ റാങ്കോട് കൂടി തന്നെ നമ്മൾ ഏത്
ഇപ്പോൾ എന്താണ് ജിപ്മല്ലോട്ടാണോ, എവിടെ നമ്മൾ എയിം ചെയ്യുന്ന നമ്മുടെ ഡ്രീം കോളേജിൽ തന്നെ നമുക്ക് അഡ്മിഷൻ എടുക്കാനായിട്ട് പറ്റും. അതിന് ഈ ഫിസിക്സ് നമ്മുടെ കൈക്കുള്ളിലാക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഫിസിക്സിനെ പറ്റി മിസ് പറഞ്ഞു തരാം. എന്തുകൊണ്ട് മിക്ക കുട്ടികൾക്കും ഫിസിക്സിനോടൊരു പേടിയാണ്. അതിനുള്ള കാരണം എന്ന് പറയുന്നത് ബേസിക്സ് വീക്ക് ആയതുകൊണ്ടും ഒത്തിരി ഫോമുലാസും ഡെറിവേഷൻസും ഉണ്ട്. അപ്പോൾ ഒരു ഫോമുല ഓവർലോഡെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം അല്ലേ. അതുപോലെ തന്നെ പുവർ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാണ്ടിരിക്കുന്നത് കൊണ്ടുമാണ് സ്റ്റുഡൻസിന് ഫിസിക്സിനോട് ആ ഒരു പേടി തോന്നുന്നത് ആണേ. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ആ ഒരു പേടി ഓവർകം ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഫിസിക്സിൽ നമുക്കൊരു ഡീപ്പായിട്ടുള്ള കൺസെപ്റ്റ് അണ്ടർസ്റ്റാൻഡിങ് വേണം. അതിനോടൊപ്പം തന്നെ എക്സ്ട്രീമായിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. എക്സ്ട്രീം പ്രാക്ടീസും അതുപോലെ തന്നെ ഡീപ്പായിട്ടുള്ള കൺസെപ്റ്റ് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ഫിസിക്സ് എന്ത് ചെയ്യാൻ പറ്റും, ഫിസിക്സ് നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഫിസിക്സിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ലോസ് ആൻഡ് ഡെറിവേഷൻസ്, ഫ്രീ ബോഡി ഡയഗ്രംസ്, യൂണിറ്റ് ആൻഡ് ഡയമെൻഷൻസ്, അതുപോലെ തന്നെ ഡെയിലി ഒരു ചാപ്റ്റർ അല്ലെങ്കിൽ ഒരു ചാപ്റ്ററിൽ ഒരു ടോപ്പിക്ക് പഠിച്ചു കഴിഞ്ഞാൽ ആ ടോപ്പിക്കിലെ മാക്സിമം ക്വസ്റ്റ്യൻസ് നിങ്ങൾ സോൾവ് ചെയ്യുക. ഓക്കെ, ഫിസിക്സിൽ നിന്ന് മാക്സിമം ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാണ്ട് നമുക്ക് ഫിസിക്സിൽ മാർക്ക് മേടിക്കുക എന്ന് പറയുന്നത് ഡിഫിക്കൽട്ടാണ്. അപ്പം ഇതെല്ലാം ശ്രദ്ധിക്കണം. ലോസും ഡെറിവേഷൻസും അതുപോലെ തന്നെ യൂണിറ്റ്സും ഡയമെൻഷൻസും ഡെയിലി ന്യൂമറിക്കൽസും ഒക്കെ നമ്മൾ ക്ലിയർ ആൻഡ് തെറോ ആയിട്ട് പഠിച്ച് അവിടെ ഡീപ്പായിട്ടുള്ള കൺസെപ്റ്റ് അണ്ടർസ്റ്റാൻഡിങ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരു പേടിയും കൂടാണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഫിസിക്സിനെ ഫേസ് ചെയ്യാം. ഓക്കെ ആണോ? ഇനി ക്ലാസ് 1+1 നിന്ന് നമ്മുടെ ഫൗണ്ടേഷൻ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിക്കേണ്ട കുറച്ച് ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 1 കൈനമാറ്റിക്സ്, 2 ലോസ് ഓഫ് മോഷൻ, വർക്ക് എനർജി പവർ, അതുപോലെ തന്നെ തെർമോഡൈനാമിക്സ്. ഇത് നമ്മുടെ ബേസിക് ഫൗണ്ടേഷനാണ്. ഫിസിക്സിൻ്റെ ഫൗണ്ടേഷൻ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉറപ്പായിട്ടും നമ്മൾ ഈ ചാപ്റ്റേഴ്സ് ഫസ്റ്റ് മന്തിൽ നമ്മൾ പഠിക്കേണ്ട ചാപ്റ്റേഴ്സാണ് ഇത്. ഈ ഒരു കൈനമാറ്റിക്സ്, ലോസ് ഓഫ് മോഷൻ, വർക്ക് എനർജി പവർ, അതുപോലെ തന്നെ തെർമോഡൈനാമിക്സ് പഠിക്കും. ക്ലാസ് 12th ആണെങ്കിൽ അത് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇലക്ട്രോസ്റ്റാറ്റിക്സ്, കറണ്ട് ആൻഡ് ഇലക്ട്രിസിറ്റി, മാഗ്നറ്റിക്സും പിന്നെ മോഡേൺ ഫിസിക്സ്, ഇത്രയും ചാപ്റ്റേഴ്സും എന്തൊക്കെയായിരുന്നാലും നിങ്ങൾ പഠിച്ചിരിക്കണം. ഓക്കെ ആണോ? ഇനി ബാക്കിയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻസ് ഏതൊക്കെയാണെന്നുള്ളത് മിസ് പറഞ്ഞു തരാം. കെമിസ്ട്രീനെ വെച്ച് നോക്കുമ്പോൾ കുറച്ചധികം പോർഷൻസ് ഫിസിക്സിൽ വരും. കാര്യം ചാപ്റ്റേഴ്സ് കൂടുതലല്ലേ, ഒരു 28 ചാപ്റ്റേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ കൈനമാറ്റിക്സ് എടുക്കുവാണെങ്കിൽ അതിൽ നിന്ന് സ്കെയിലേഴ്സ് ആൻഡ് വെക്ടേഴ്സ്, ഇക്വേഷൻസ് ഓഫ് മോഷൻ, പൊസിഷൻ ടൈം വെലോസിറ്റി ടൈം ഗ്രാഫ്, റിലേറ്റീവ് മോഷൻ, പ്രൊജക്ടൈൽ മോഷൻ, യൂണിഫോം സർക്കുലർ മോഷൻ. ഓക്കെ, ലോസ് ഓഫ് മോഷനിൽ നിന്ന് ന്യൂട്ടൺസ് ലോസ് ഓഫ് മോഷൻ, ഫ്രീ ബോഡി ഡയഗ്രംസ് എന്തിരുന്നാലും പഠിച്ചു വെക്കുക. സ്റ്റാറ്റിക് ഫ്രിക്ഷനും അതുപോലെ തന്നെ കൈനറ്റിക് ഫ്രിക്ഷനും, ടെൻഷൻ ഇൻ സ്ട്രിങ്സ്, കണക്റ്റഡ് ബോഡീസ്, സ്യൂഡോ ഫോഴ്സിൻ്റെ കോൺസെപ്റ്റ് പഠിക്കുക. വർക്ക് എനർജി ആൻഡ് പവർ, വർക്ക് ഡൺ ബൈ വേരിയബിൾ ഫോഴ്സ്, കൈനറ്റിക് എനർജി എന്താ, പൊട്ടൻഷ്യൽ എനർജി എന്താ, വർക്ക് എനർജി തിയറം പഠിക്കുക, കൺസർവേറ്റീവ് ആൻഡ് നോൺ കൺസർവേറ്റീവ് ഫോഴ്സസ്, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി, പിന്നെ പവർ. ഓക്കെ, സെൻറ്റർ ഓഫ് മാസ് ആൻഡ് റൊട്ടേഷണൽ മോഷനിൽ നിന്ന് സെൻറ്റർ ഓഫ് മാസ്, മൊമെൻറ്റം, ഇമ്പൾസ്, കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം, ടോർക്ക്, ആംഗുലാർ മൊമെൻറ്റം എന്താ, മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ, റോളിംഗ് മോഷൻ. ഓക്കെ, ഇത്രയും ടോപ്പിക്സ് ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഗ്രാവിറ്റേഷൻ എടുത്തു കഴിഞ്ഞാൽ ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, വേരിയേഷൻ ഓഫ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി, എസ്കേപ്പ് വെലോസിറ്റി, ഓർബിറ്റൽ വെലോസിറ്റി, സാറ്റലൈറ്റ്സ്, ബേസിക് കോൺസെപ്റ്റ്സ്. ഓക്കെ, തെർമോഡൈനാമിക്സിൽ നിന്ന് തെർമൽ ഇക്വിലിബ്രിയം, സീറോത്ത് ലോ, ഹീറ്റ് വേഴ്സസ് ടെമ്പറേച്ചർ, സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി, ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് വിട്ടുപോകരുതേ, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഐസോതെർമൽ ആൻഡ് അഡിയബാറ്റിക് പ്രോസസ്സ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്, ഹീറ്റ് എൻജിൻസ് ആൻഡ് റെഫ്രിജറേറ്റേഴ്സ്, റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു പോർഷനാണ്. ഓക്കെ, ഇനി ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് ഓസിലേഷൻസ് ആൻഡ് വേവ്സിൽ നിന്ന് ഓസിലേഷൻ്റെ SHM വരാറുണ്ട്, ഡിസ്പ്ലേസ്മെൻറ്റ് വെലോസിറ്റി ആക്സിലറേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, എനർജി ഇൻ SHM, സ്പ്രിംഗ് മാസ് സിസ്റ്റം, സിമ്പിൾ പെൻഡുലം. ഓക്കെ, ഒത്തിരി വലിയ ചാപ്റ്ററിനെയാണ് ചുരുക്കി ഞാൻ ഇത്രയാക്കിയിട്ട് അതിൽ നിന്നുള്ള ടോപ്പിക്സ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് എടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി വേവ്സിൽ നിന്നാണെങ്കിൽ വേവ് മോഷൻ, ട്രാൻസ്വേഴ്സ് ആൻഡ് ലോങ്ജിറ്റ്യൂഡിനൽ വേവ്സ്, സ്പീഡ് ഓഫ് വേവ്, സൗണ്ട് വേവ്സ്, ഡോപ്ലർ എഫക്റ്റ്. ഓക്കെ,
Magnetic effects of current and magnetism. Biot-Savart's law, Ampere's law, force on current carrying conductor, moving coil galvanometer, bar magnet, earth magnetism. Electrostatics നിന്നാണെങ്കിലോ ഇലക്ട്രിക് ചാർജ്, Coulomb's law, ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്താ, ഫ്ലക്സ് എന്താ, ഗോസസ് ലോ എന്താ, പൊട്ടൻഷ്യൽ എന്താ, കപ്പാസിറ്റേഴ്സ്, കോമ്പിനേഷൻ ഓഫ് കപ്പാസിറ്റേഴ്സ് ആൻഡ് എനർജി സ്റ്റോർഡ് ഇൻ കപ്പാസിറ്റേഴ്സ്. കറണ്ട് ഇലക്ട്രിസിറ്റിയിൽ നിന്ന് ഡ്രിഫ്റ്റ് വെലോസിറ്റി, ഇലക്ട്രിക് കറണ്ട്, ഓംസ് ലോ, റെസിസ്റ്റൻസ്, കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റേഴ്സ്, ക്രിച്ചോഫ്സ് ലോസ്, വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ്, മീറ്റർ ബ്രിഡ്ജ്, അതുപോലെ തന്നെ പൊട്ടൻഷ്യോമീറ്റർ. ഇത്രയും ടോപ്പിക്സ് ആണ് കറണ്ട് ഇലക്ട്രിസിറ്റിയിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കാനുള്ളത്. അതേസമയം ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ആൻഡ് ആൾട്ടർനേറ്റിംഗ് കറണ്ടിൽ നിന്ന് ഫാരഡേസ് ലോ പഠിക്കുക, ലെൻസസ് ലോ, ഇൻഡ്യൂസ്ഡ് EMF, സെൽഫ് ആൻഡ് മ്യൂച്വൽ ഇൻഡക്റ്റൻസ്. AC ആൾട്ടർനേറ്റിംഗ് കറണ്ടിൽ നിന്ന് AC വോൾട്ടേജ് ആൻഡ് കറണ്ട്, RMS വാല്യൂ, LCR സർക്യൂട്ട്, റെസൊണൻസ്, പവർ ഫാക്ടർ, ട്രാൻസ്ഫോമേഴ്സ്. ഓക്കെ, ഡെറിവേഷൻ പഠിക്കാൻ പറ്റുന്നതിൻ്റെ ഡെറിവേഷൻ മനസ്സിലാക്കി തന്നെ ആ ഇക്വേഷനിലേക്ക് എങ്ങനെ എത്തി എന്നുള്ളത് കൃത്യമായിട്ട് പഠിക്കാൻ ശ്രദ്ധിക്കണേ കേട്ടോ. ഡ്യുവൽ നേച്ചർ ഓഫ് റേഡിയേഷൻ ആൻഡ് മാറ്ററിൽ നിന്ന് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്, ഐൻസ്റ്റീൻസ് ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ, ഡി ബ്രോഗ്ലി വേവ് ലെങ്ത്. ഒപ്റ്റിക്സ് അല്ലെങ്കിൽ റേ ഒപ്റ്റിക്സിൽ നിന്ന് റിഫ്ലക്ഷൻ, റിഫ്രാക്ഷൻ, മിറേഴ്സ്, ലെൻസസ്, ലെൻസ് ഫോർമുല, മാഗ്നിഫിക്കേഷൻ, ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ആയിട്ടുള്ള മൈക്രോസ്കോപ്പ്, ടെലസ്കോപ്പ്. വേവ് ഒപ്റ്റിക്സിൽ നിന്നാണെങ്കിൽ ഹൈജീൻസ് പ്രിൻസിപ്പിൾ, ഇൻറ്റർഫറൻസ്, യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ്, ഡിഫ്രാക്ഷൻ, അതുപോലെ തന്നെ പോളറൈസേഷൻ. ഇനി ഈ ആറ്റംസ് ആൻഡ് ന്യൂക്ലിയർ എന്ന് പറയുന്ന ചാപ്റ്ററിന് വെയിറ്റേജ് കുറവാണ്, പക്ഷേ എന്താണ് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ബോസ് മോഡൽ അല്ലെങ്കിൽ എനർജി ലെവൽ, റേഡിയോ ആക്ടിവിറ്റി, ഹാഫ് ലൈഫ്, ന്യൂക്ലിയർ റിയാക്ഷൻസ്, മാസ് എനർജി, ഇക്വലൻസിൽ നിന്നുള്ള ഈ ഇത്രയും പോർഷൻസിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് ആറ്റംസ് ആൻഡ് ന്യൂക്ലിയർ എന്ന് പറയുന്ന ചാപ്റ്റർ. കൈൻഡ് ഓഫ് അതൊരു കെമിസ്ട്രി റിലേറ്റഡ് ചാപ്റ്റർ ആണ്, പക്ഷേ ഫിസിക്സിലുണ്ട് അല്ലേ. അപ്പോൾ അതിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഫിസിക്സിൽ നിന്ന് നിങ്ങൾ ശ്രദ്ധിച്ച് പഠിക്കേണ്ട അല്ലെങ്കിൽ 2026 നീറ്റ് എക്സാമിന് വേണ്ടുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്. ഓക്കെ, അപ്പോൾ നമ്മൾ കെമിസ്ട്രിയുടെ കാര്യം പറഞ്ഞു, അതുപോലെ തന്നെ ഫിസിക്സിൻ്റെ കാര്യം. ഫിസിക്സിന് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ മാക്സിമം നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. മാക്സിമം ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻസും ടെക്സ്റ്റ് ബുക്കിലെ എക്സസൈസസ് ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ ലാസ്റ്റ് PYQs, ലാസ്റ്റ് ഇയേഴ്സിലെ PYQs മാക്സിമം എടുത്ത് ക്വസ്റ്റ്യൻസ് വർക്ക് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു സബ്ജക്റ്റിൽ നമുക്കൊരു മേൽക്കൈ ഉണ്ടാവുള്ളൂ. ഏതിലാ? ഫിസിക്സിൽ. അതേസമയം കെമിസ്ട്രി എടുത്തു കഴിഞ്ഞാൽ ഓഫ്കോഴ്സ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. ഫിസിക്കൽ കെമിസ്ട്രിയുടെ കേസിൽ ന്യൂമറിക്കൽസ് വീണ്ടും പ്രാക്ടീസ് ചെയ്യുക. ഇനോർഗാനിക്കും ഓർഗാനിക്കും ആണെന്നുണ്ടെങ്കിൽ NCERT വായിക്കണം. NCERT വായിക്കാതെ വിടാനേ പാടില്ല. അതിനുശേഷം എന്ത് ചെയ്യുക? GOC, നമ്മുടെ ജനറൽ ഓർഗാനിക് കെമിസ്ട്രി, റിയാക്ഷൻ മെക്കാനിസംസ്, നെയ്മഡ് റിയാക്ഷൻസ് ഒക്കെ പ്രോപ്പറായിട്ട് പഠിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ച് പ്രോപ്പറായിട്ട് ഇനിയുള്ള 4 months നിങ്ങൾ പ്രിപ്പയർ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നീറ്റ് എങ്ങനെ ക്രാക്ക് ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ മിസ്സ് വ്യക്തമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായി, ക്ലിയർ ആയിട്ട് മനസ്സിലായി എന്ന് മിസ്സ് വിശ്വസിക്കുന്നു. അപ്പോൾ 2 സബ്ജക്റ്റിൻ്റെ കാര്യം മിസ്സ് പറഞ്ഞിട്ടില്ല. ഏതൊക്കെയാ? ഫിസിക്സും കെമിസ്ട്രിയും. ഇനിയാണ് നമ്മുടെ മെയിൻ വില്ലൻ വരാൻ പോകുന്നത്, അതായത് 90 ക്വസ്റ്റ്യൻസുമായിട്ട് ബയോളജി എന്ന് പറയുമ്പോൾ ബോട്ടണിയും അതുപോലെ തന്നെ സുവോളജി. ഓക്കെ, അപ്പോൾ ഈ 2 സബ്ജക്റ്റിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തൊക്കെയാണ് നമ്മൾ മേജറായിട്ട് ഈ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ എങ്ങനെ ഈ 2 സബ്ജക്റ്റ് നമുക്ക് പഠിക്കണം എന്നുള്ള കാര്യങ്ങളെല്ലാം വളരെ ക്ലിയർ ആയിട്ട് അടിപൊളിയായിട്ട് പറഞ്ഞുതരാൻ വേണ്ടിയിട്ട് ലക്ഷ്മി മിസ് ദേ ഇപ്പോൾ ഒരു മിസ് ഇവിടെ നിന്ന് ലെഫ്റ്റ് ആവുന്ന സ്പോട്ടിൽ ലക്ഷ്മി മിസ് വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും ഫിസിക്സും കെമിസ്ട്രിയും ഇപ്പോൾ ഒരുവിധം നിങ്ങൾക്ക് കോൺസെപ്റ്റ് ഒക്കെ ക്ലിയർ ആണെന്ന് മിസ് വിശ്വസിക്കുന്നു. ഒട്ടും സമയം കളയാണ്ട് എല്ലാവരും പ്രാക്ടീസ് ചെയ്യുക. ഇതുവരെ തുടങ്ങാത്തവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങളുടെ ഡ്രീം അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉറപ്പായിട്ടും നിങ്ങൾ വിസ്കൂളിലേക്ക് ജോയിൻ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ വിസ്കൂൾ ടീം നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ മിസ് പോട്ടെ. ഓക്കെ, കമൻസ് ഒന്നുമില്ല. എല്ലാവരും വളരെ സൈലൻ്റ് ആയിട്ടിരുന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാരാണെന്ന് തോന്നുന്നു. അപ്പോൾ മിസ് ബൈ പറയുവാണ്. ഓക്കെ, അപ്പോൾ ഇനി ബയോളജിയുമായിട്ട് ലക്ഷ്മി മിസ് വരും. ഓക്കെ, അപ്പോൾ ബൈ. താങ്ക് യു.
So hello my dear children. So this is Lakshmi, biology faculty from Viskool. So already ma'am പറഞ്ഞിട്ടുണ്ടായിരിക്കും, പൂജ മാം പറഞ്ഞു കാണും നെക്സ്റ്റ് സെഷൻ ബയോളജിയെ കുറിച്ച് ലക്ഷ്മി മാം ആയിരിക്കും പറയുന്നത് എന്നുള്ളത് പറഞ്ഞു കാണും അല്ലേ. സോ നിങ്ങളിപ്പോൾ സീറോ റിവിഷൻ ആണോ? റിവിഷൻ ഒന്നും ചെയ്തിട്ടില്ലയോ? ഓൾറെഡി നിങ്ങൾ ക്ലാസ് 11 and 12 പഠിച്ചു കഴിഞ്ഞു കാണും. ഓൾ ദി സ്കൂൾസ്, എല്ലാ സ്കൂളുകളിലും +2 പോർഷൻസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് കാണും ഇല്ലേ. സോ എന്നിട്ടും നിങ്ങൾ റിവിഷൻ ഒന്നും ചെയ്തിട്ടില്ല, സീറോ റിവിഷൻ ആണോ എങ്കിൽ സ്റ്റാർട്ട് ടുഡേ. ടുമോറോ അല്ല, ഇന്ന് തുടങ്ങണം. നിങ്ങൾ റിവിഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഇന്നാണ്. സോ നിങ്ങൾക്കറിയാം ഇനി 4.5 monthsേ ഉള്ളൂ അല്ലേ. ജസ്റ്റ് 4.5 months അപ്രോക്സിമേറ്റ്ലി പറഞ്ഞതാണ്. ഓക്കെ, ഡേറ്റ് വന്നിട്ടില്ല, നീറ്റ് എക്സാമിൻ്റെ ഡേറ്റ് വന്നിട്ടില്ല, റൈറ്റ്. സോ സ്ട്രെസ്ഡ് ആകരുത്, ആങ്സൈറ്റിയുടെ ആവശ്യമില്ല. ഓക്കെ, സോ വാട്ട്, ബി കോൺഫിഡൻറ്റ്. കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക, ഇമ്പോസിബിൾ ആയിട്ടൊന്നുമില്ല. Right? See here in the word impossible itself, I am possible, I am possible എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അല്ലേ. ശ്രദ്ധിച്ചോ? So let's see, come on. ആദ്യം എന്ത് ചെയ്യണം? കുറച്ച് പ്ലാൻ. എങ്ങനെയാണ് നമ്മൾ സ്ട്രെസ്സൊക്കെ റിമൂവ് ചെയ്ത് എങ്ങനെ നമുക്ക് ഈ ഒരു ടാർഗറ്റ് നമുക്ക് അച്ചീവ് ചെയ്യാം, അല്ലെങ്കിൽ ഈ ഒരു സക്സസ്സിൽ എങ്ങനെ എത്തിച്ചേരാം എന്നുള്ളതാണ് നമ്മൾ അടുത്ത പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ശ്രദ്ധിച്ച് കേൾക്കണം. അണ്ടർസ്റ്റാൻഡ് ദി എക്സാം പാറ്റേൺ. ആദ്യം എക്സാം പാറ്റേൺ എങ്ങനെയാണ് എന്നുള്ളത് മനസ്സിലാക്കുക. സിലബസ് എന്താണ്, അതായത് എന്താണ് നമ്മൾ പഠിക്കേണ്ടത് എന്നുള്ളത് ആദ്യം അറിയണം. അല്ലാതെ ചുമ്മാ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് വെച്ച് പഠിക്കുക, കുറച്ച് ബുക്സ് പർച്ചേസ് ചെയ്യുക, പഠിക്കുക, നോ യൂസ്. സോ എന്താണ് പഠിക്കുക? സ്മാർട്ടായിട്ട് പഠിക്കുക. സ്മാർട്ട് വർക്ക് ഇസ് ബെറ്റർ ദാൻ ഹാർഡ് വർക്ക്. ഹാർഡ് വർക്ക് വേണം, ഐ എം നോട്ട് സേയിങ് ദാറ്റ് ഹാർഡ് വർക്ക് വേണ്ട എന്നല്ല, എന്ന് സ്മാർട്ട്ലി ഹാർഡ് വർക്ക് ചെയ്യുക. ഓക്കെ, സിംപ്ലി ഹാർഡ് വർക്ക് അല്ല വേണ്ടത്, സ്മാർട്ട്ലി ഹാർഡ് വർക്കാണ്. സോ മൈ ഡിയർ ചിൽഡ്രൻ, ആദ്യം ഒരു സ്റ്റഡി പ്ലാൻ വേണം. ചില കുട്ടികൾ ചെയ്യും, ഫിസിക്സ് ഫസ്റ്റ് പഠിക്കും, പിന്നെ കെമിസ്ട്രി പഠിക്കും, പിന്നെ ബയോളജി പഠിക്കും. അടുത്ത് വരുമ്പോൾ ഫിസിക്സ് മറന്നുപോകും, ഓർമ്മയില്ല. കെമിസ്ട്രി നോ ഐഡിയ, ഓൺലി ബയോളജിയുടെ ലാസ്റ്റ് പഠിച്ച കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഓർമ്മയുള്ളൂ. സോ അങ്ങനെ ആകരുത്. നമ്മൾ എന്ത് ചെയ്യണം? ഒരു സ്റ്റഡി പ്ലാൻ, ഫിസിക്സ് കെമിസ്ട്രി ബയോ കോംബോ ആയിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഒരു സ്റ്റഡി പ്ലാൻ വെക്കണം. എല്ലാവരും ഒരുപോലെ അല്ല, എല്ലാവരും ഡിഫറെൻ്റ് ആണ്. എനിക്കിപ്പോൾ ബയോളജി പഠിക്കാൻ വളരെ ഈസിയാണ്, ഞാൻ പെട്ടെന്ന് പഠിക്കും. ബട്ട് എനിക്ക് ടൈം കൺസ്യൂം ചെയ്യുന്നത് ഫിസിക്സിലാണ്. കെമിസ്ട്രി ഞാൻ പിന്നെയും പഠിക്കും, ബട്ട് ഫിസിക്സ് ഐ കാൺട്ട്. ഓക്കെ, എനിക്കൊരു ഹെക്റ്റിക് സബ്ജക്റ്റ് പോലെയാണ് ഫിസിക്സ് തോന്നുന്നത്. അപ്പം ഞാൻ എന്ത് ചെയ്യും? ഫിസിക്സ് പഠിക്കുന്നതിനിടയ്ക്ക് എനിക്കൊരു റിലാക്സേഷൻ സബ്ജക്റ്റ് പോലെയാണ് ഞാൻ എന്ത് യൂസ് ചെയ്യുന്നത്? കെമിസ്ട്രി ആൻഡ് ബയോളജി യൂസ് ചെയ്യുന്നത്. സോ ഞാൻ സെറ്റ് ചെയ്യുന്ന ഒരു സ്റ്റഡി പ്ലാൻ അങ്ങനെ ആയിരിക്കും. മനസ്സിലായോ? സോ നിങ്ങളുടെ ആ ഒരു ഡിഫിക്കൽട്ടി ലെവൽ, സബ്ജക്റ്റിൻ്റെ ഡിഫിക്കൽട്ടി ലെവൽ എന്താണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളുടെ റിലാക്സേഷൻ സബ്ജക്റ്റ് ഈ 3 എണ്ണത്തിൽ ഏതെന്ന് മനസ്സിലാക്കുക. ആൻഡ് ആ ഹെക്റ്റിക് സബ്ജക്റ്റ് പഠിച്ചതിന് ശേഷം ഇൻസ്റ്റെഡ് ഓഫ് ഗോയിങ് ഫോർ ടേക്കിംഗ് റെസ്റ്റ് ആൻഡ് ഓൾ, എന്ത് ചെയ്യുക? യെസ്, റിലാക്സേഷൻ സബ്ജക്റ്റ് എടുക്കുക. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് എന്ത് ഡെവലപ്പിംഗ് സ്റ്റഡി പ്ലാൻ. ഈക്വൽ ഇമ്പോർട്ടൻസ് ആണ് കൊടുക്കേണ്ടത് ഫിസിക്സ്, കെമിസ്ട്രി ആൻഡ് ബയോളജി. ഓക്കെ, ഇനി ഒരു സ്റ്റഡി മെറ്റീരിയൽ നിങ്ങൾ സ്റ്റിക്ക് ഓൺ ചെയ്യണം. If you are choosing your NCERT textbook, stick on to that. എന്തൊക്കെ അഡീഷണൽ പോയിന്റ്സ് കിട്ടുമോ അതെല്ലാം യു ഹാവ് ടു നോട്ട് ഇറ്റ് ഡൗൺ ദെയർ ഇറ്റ് സെൽഫ്. NCERT ടെക്സ്റ്റ് ബുക്കിൻ്റെ അവിടെ തന്നെ സ്റ്റിക്കി നോട്ട്സ് യു ക്യാൻ ആഡ് ഓവർ ദെയർ. ആൻഡ് റിവൈസ് ചെയ്യുമ്പോൾ, സെക്കൻഡ് ടൈം റിവൈസ് ചെയ്യുമ്പോൾ യൂസ് ദ സെയിം ബുക്ക്. അല്ലാതെ നെക്സ്റ്റ് ടൈം വേറൊരു ബുക്കിൻ്റെ പിറകെ, തേർഡ് ടൈം വേറൊരു ബുക്കിൻ്റെ പിറകെ അങ്ങനെ പോയി കഴിഞ്ഞാൽ ദ വേ ഓഫ് പ്രസൻറ്റേഷൻ ഇസ് വെരി ഡിഫറെൻറ്റ്. അതിൽ ചിലപ്പോൾ എക്സ്ട്രാ പോയിന്റ്സ് ഉണ്ടാവാം, ചിലപ്പോൾ വേറെ പോയിന്റ്സ് ഉണ്ടാവാതിരിക്കാം. ഓക്കെ, സോ ആൻഡ് വെൻ യു സ്റ്റഡി സം പിക്ചോറിക്കൽ റെപ്രസെൻറ്റേഷൻസ് ഒക്കെ അതിൻ്റെ സൈഡിൽ കൊടുത്തു വെക്കുന്നത് വളരെ നല്ലതാണ്. ഡയഗ്രാംസ് പോലെ എൻ്റെ ഇമാജിനേഷൻ അനുസരിച്ചായിരിക്കും ഞാൻ എന്ത് ചെയ്യുന്നത്, ഡയഗ്രാംസ് ഒക്കെ വരച്ച് വയ്ക്കുന്നത്. സോ നിങ്ങളുടെ ഇമാജിനേഷൻ വേറെയാണ്. പെട്ടെന്ന് ഒരു പാരഗ്രാഫ് ക്യാച്ചി ആയിട്ട് വരണമെങ്കിൽ വാട്ട് യു വിൽ ബി ഡൂയിങ്?
എന്ത് ചെയ്യും? സിമ്പിൾ. നിങ്ങളുടെ രീതിയിൽ, നിങ്ങളുടെ ഇമാജിനേഷനിൽ ഒരു പ്ലാന്റ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നിങ്ങൾ വരയ്ക്കുന്ന ഒരു ഇമേജ് വേറെ ആയിരിക്കും, ഞാൻ വരയ്ക്കുന്ന ഒരു ഇമേജ് വേറെ ആയിരിക്കും. സോ ആ ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻസ് എപ്പോഴും ഒരു നമ്മുടെ പഠിക്കുന്ന നോട്ട് അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് അതിൻ്റെ സൈഡിൽ നമ്മൾ വരയ്ക്കുന്നത് വളരെ നല്ലതാണ്. യു ക്യാൻ യൂസ് ഫ്ലോ ചാർട്ട്സ് ഉണ്ടാക്കി വരയ്ക്കാം. മൈൻഡ് മാപ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ മെമ്മറി കൂടുതൽ റീകോൾ ചെയ്യാൻ പഠിക്കണം. നമ്മൾ പഠിച്ച കാര്യം റീകോൾ ചെയ്യണം. അതൊരു ത്രില്ലായിട്ട് മാറും. സ്റ്റാർട്ടിങ്ങിൽ അതൊരു ഹാബിറ്റ് അല്ലാത്തത് കൊണ്ട് കുറച്ച് പ്രശ്നം കാണും. ബട്ട് കുറച്ച് കഴിയുമ്പോൾ എന്ത് പറ്റും? നമുക്കതൊരു ഇൻട്രസ്റ്റ് തോന്നും. അത് റിവേഴ്സ് തിങ്ക്. ഇപ്പോൾ ഇത് തന്നെ ഞാൻ ഈ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട്. Understand the exam pattern and syllabus. Develop study plan for physics, chemistry, biology. Give equal importance. Choose one study material and one MCQ question bank. നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിരിക്കണം. ഇതാണ് ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത്. ഇത് റിവേഴ്സിൽ പറയാൻ ശ്രമിക്കുക. ഓക്കെ, ഇതെന്ത് ചെയ്യുക? റിവേഴ്സിൽ പറയാൻ ശ്രമിക്കുക. ഓക്കെ, ചൂസ് വൺ സ്റ്റഡി മെറ്റീരിയൽ, MCQ question bank. Equal importance for what? Physics, chemistry, biology. And understand the pattern and syllabus. അപ്പോൾ നമ്മളിങ്ങനെ റിവേഴ്സ് ലേണിംഗ് ചെയ്യുന്നതും നമുക്ക് പഠിക്കുന്നതിൽ, നമുക്ക് തിങ്സ് ഓർമ്മയിരിക്കുന്നതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇറ്റ് ഈസ് റിവേഴ്സ് ലേണിംഗ് എന്നാണ് നമ്മൾ പറയുന്നത്. സോ അതിനുശേഷം ഈസി. സെയിം തിങ് നമ്മുടെ സബ്ജക്റ്റിൽ നമുക്കിത് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഇനി ആദ്യമേ കയറി ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക, ക്വസ്റ്റ്യൻസ് എടുക്കുക ഫ്രം n നമ്പർ ഓഫ് ബുക്സ്, n ഓൺലൈൻ റിസോഴ്സസ്. ഇതിനേക്കാളും ഒക്കെ നല്ലത് ഫസ്റ്റ് യു ഹാവ് ടു സ്റ്റഡി ദ കോൺസെപ്റ്റ് പഠിക്കുക. കോൺസെപ്റ്റ് പഠിക്കുക എന്ന് വെച്ചാൽ ടെക്സ്റ്റ് എടുക്കുക, അതിലെ തിയറി കാണാതെ പഠിക്കുക, അങ്ങ് ചെയ്യുക, ഇതല്ല. ക്വസ്റ്റ്യൻസ് ചെയ്യുക അങ്ങനെയല്ല. എങ്ങനെയാണ്? യു ഹാവ് ടു അതിൻ്റെ കോൺസെപ്റ്റ്, ബേസിക്സ്, ഫൗണ്ടേഷൻ നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, ഇഫ് യു ഡോണ്ട് നോ, take your 8th standard textbook, 8th, 9th, 10th ബേസിക്സ് തൊട്ട് പഠിച്ചു വരിക. ഓക്കെ, സോ ഇപ്പോൾ നമുക്ക് എന്താണ്, എക്സാം അടുത്തുപോയി, 4.5 monthsേ ഉള്ളൂ. സോ വാട്ട് യു ക്യാൻ ഡു ഹിയർ? നമ്മളുണ്ട്. സോ ബേസിക്സ് എല്ലാം ഉൾപ്പെടുത്തിയുള്ള ക്ലാസ്സസ് ആണ് നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആയിട്ടുള്ളത്. സോ ദെയർ യു ക്യാൻ ഗോ ആൻഡ് സെർച്ച്. ഓക്കെ, സോ അവിടെ എങ്ങനെയാണ്, ഒരു 2 hours നമ്മൾ എൻറ്റയർ കോൺസെപ്റ്റ് ക്ലിയർ ആകുന്ന രീതിയിൽ കൊടുത്തിട്ടുണ്ട്. സോ 2 hour ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്യുക ആൻഡ് ഇമ്മീഡിയറ്റ്ലി ഫോളോ ചെയ്യുക. അതിൻ്റെ ക്വസ്റ്റ്യൻസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ട് കഴിയും. ഓക്കെ, യെസ്. സോ സ്റ്റഡി ദ കോൺസെപ്റ്റ് ഫസ്റ്റ്, ദെൻ പ്രാക്ടീസ് ദി ക്വസ്റ്റ്യൻ. സ്റ്റേ മോട്ടിവേറ്റഡ്, അതാണ് അത്യാവശ്യം. ഇന്ന് ഈ ഒരു മോട്ടിവേഷനൊക്കെ കിട്ടി, നിങ്ങൾ എന്ത് ചെയ്യുന്നു? യു വിൽ ബി സ്റ്റാർട്ടിങ് യുവർ എക്സാം പ്രിപ്പറേഷൻ. നാളെ കുറച്ചുകൂടി പ്രിപ്പയർ ചെയ്യുന്നു ആൻഡ് മറ്റന്നേ ആകുമ്പോൾ യു വിൽ ലൂസ് യുവർ ഫുൾ മോട്ടിവേഷൻ. റൈറ്റ്? അങ്ങനെയല്ല, കൺസിസ്റ്റൻസി. നമ്മുടെ മാം പറഞ്ഞതുപോലെ, പൂജ മാം പറഞ്ഞതുപോലെ, കൺസിസ്റ്റൻസി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നോട്ട് ഓൺലി ഫോർ ദിസ്, നമ്മുടെ ലൈഫിൽ കൺസിസ്റ്റൻസി വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. സോ ഒരു നീറ്റ് ആസ്പിരൻറ്റ് എന്ന് പറയുമ്പോൾ നീറ്റ് ആസ്പിരൻറ്റ് ഷുഡ് ഹാവ് ദാറ്റ് കൺസിസ്റ്റൻസി. എന്തുകൊണ്ടാണ്? നമ്മൾ നീറ്റ് എക്സാം ക്വാളിഫൈ ആയാൽ, ജസ്റ്റ് ഇമാജിൻ ദാറ്റ്, നീറ്റ് എക്സാം ക്വാളിഫൈ ആയിക്കഴിഞ്ഞു എന്ന് നിങ്ങൾ വിചാരിക്കുക. അടുത്ത് നിങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നത്? യു ആർ ഗോയിങ് ടു ബിക്കം എ ഡോക്ടർ, റൈറ്റ്? ഒരു MBBS സ്റ്റുഡൻ്റ് ആണ്. സോ യു ഹാവ് ടു സ്റ്റഡി എ ലോട്ട്. ഓക്കെ, ഇത് കഴിഞ്ഞതിന് ശേഷം നൈറ്റ് ഷിഫ്റ്റ്, ഉറക്കം കാണത്തില്ല. ഒരു പേഷ്യൻറ്റിൻ്റെ ലൈഫ് വെച്ചാണ് നിങ്ങൾ വർക്ക് ചെയ്യാൻ പോകുന്നത്. സോ നിങ്ങൾ രാത്രി കിടന്ന് ഉറങ്ങുന്ന സമയമായിരിക്കാം ഒരു കോൾ വരുന്ന, ഒരു എമർജൻസി, കാഷ്വാലിറ്റി. യു ഹാവ് ടു മൂവ് ഓൺ, റൈറ്റ്? സോ അന്ന് അത് ചെയ്യണമെങ്കിൽ ഇന്ന് യു ഹാവ് ടു പ്രാക്ടീസ്. നിങ്ങൾ കുറച്ച് ഉറക്കമൊക്കെ മാറ്റി വയ്ക്കുക. സി, coming 4.5 months, if you put effort over here, remaining 50 years you can enjoy your life. Okay, if this is your aim, if this is your passion, otherwise no problem, you can run behind anything. Okay, so second thing, checklist ഉണ്ടായിരിക്കണം.
ഞാൻ ഇന്ന് ഫസ്റ്റ് ചാപ്റ്റർ ലിവിങ് വേൾഡ് എന്ന് പറഞ്ഞ ചാപ്റ്റർ പഠിച്ചു, NCERT ടെക്സ്റ്റ് ബുക്ക് വായിച്ചു, ആൻഡ് ദെൻ ഐ വെൻറ്റ് ഫോർ ഡൂയിങ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, ഞാൻ പാർട്ട് 1 ക്വസ്റ്റ്യൻസ് ആണ് ചെയ്തത്. സോ ആഫ്റ്റർ 1 month എനിക്ക് ഓർമ്മ കാണണമെന്നില്ല ഞാൻ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ചെയ്തത് എന്നുള്ളത് എനിക്ക് ഓർമ്മ കാണണമെന്നില്ല. സോ ദർ ഷുഡ് ബി എ ചെക്ക് ലിസ്റ്റ്. നിങ്ങളുടെ കയ്യിലൊരു ചെക്ക് ലിസ്റ്റ് ഉണ്ടായിരിക്കണം. അതിൽ ചാപ്റ്റർ NCERT ടെക്സ്റ്റ് ബുക്ക് എത്ര വട്ടം നിങ്ങൾ വായിച്ചു. സോ വെനെവർ യു റീഡ് ദാറ്റ് ചാപ്റ്റർ, അപ്പോൾ തന്നെ എന്ത് ചെയ്യുക, ടാലി മാർക്സ് ഇട്ട് പോവുക. ഓക്കെ, സോ എനിക്ക് എൻ്റെ ഒരു സ്റ്റുഡൻ്റ് ഉണ്ടായിരുന്നു. സോ ഷീ qualified NEET examination, and what she said was she read NCERT 70 plus times എന്നാണ് പറയുന്നത്. So what she has shown me this checklist. ടാലി മാർക്സ് ഇട്ട് കംപ്ലീറ്റ് ആയി. ഇനി ടാലി മാർക്സ് ഇടാൻ സ്ഥലമില്ല. And she know which statement is present in which page of that textbook. Okay, see, NCERT is the magic book for you people, but from the nook and corner you have to study. Okay, checklist is very important. Checklist is also available in our app. Okay, Viskool app. ഇനി മോട്ടിവേഷണൽ തോട്ട്സ്, ഞാൻ പറഞ്ഞില്ലേ സ്റ്റേ മോട്ടിവേറ്റഡ് എന്ന് പറഞ്ഞു. ഈ മോട്ടിവേഷൻ കൺസിസ്റ്റൻ്റ് ആയിട്ട് നിൽക്കണമെങ്കിൽ ഇത് നമുക്ക് നമ്മുടെ സെൻസസിൽ കൂടെ തന്നെ നമുക്ക് കിട്ടണം. സോ യു ഷുഡ് ഹാവ് എ സ്റ്റഡി പ്ലേസ്. ഫസ്റ്റ് ഓഫ് ഓൾ, ആ ഒരു സ്റ്റഡി പ്ലേസിൻ്റെ ഫ്രണ്ടിൽ യു ക്യാൻ റൈറ്റ് മോട്ടിവേഷണൽ തോട്ട്സ്. ഓക്കെ, അനദർ തിങ്, അവോയ്ഡ് സോഷ്യൽ മീഡിയ. സോ നിങ്ങൾക്കറിയാൻ പറ്റത്തില്ല, ഒരു റീൽ കാണുന്നു, സ്ക്രോൾ ചെയ്ത് നെക്സ്റ്റ് അടുത്ത ടൈം നോക്കുമ്പോൾ 11 AM എന്നുള്ളത് നിങ്ങൾ കാണുന്നത് ചിലപ്പം 2 PM, 3 PM, 4 PM ആയിരിക്കും. ഈവൻ ഇതിൻ്റെ ഇടയിൽ നിങ്ങളുടെ ലഞ്ച് പോലും നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോയിട്ടുണ്ടാവും. അങ്ങനെയുള്ള നിങ്ങൾ എങ്ങനെയാണ് നീറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുക? സോ ദിസ് ഇസ് നോട്ട് ദ പ്രോബ്ലം വിച്ച് യു ആർ ഫേസിങ്. ഇത് എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ്. സോ സോഷ്യൽ മീഡിയയിൽ നിന്ന് മാറി നിൽക്കുക. പഠിക്കുമ്പോൾ കുറച്ചുകൂടി വെൻ യു സ്റ്റഡി നിങ്ങൾക്കൊരു പ്ലാൻ ഉണ്ടായിരിക്കും അല്ലേ? ഇപ്പോൾ യു ആർ സ്റ്റഡിങ് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ചാപ്റ്റർ, ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ പഠിക്കുകയാണ്. അപ്പോൾ ഓൾവേസ് കീപ്പ് ഇൻ യുവർ മൈൻഡ്, കുറച്ചുകൂടി പഠിച്ചാൽ തീരും. സോ അങ്ങനെ കുറച്ചുകൂടി ഇങ്ങനെ യു ക്യാൻ റീച്ച് യുവർ ഫൈനൽ ഡെസ്റ്റിനേഷൻ. ഓക്കെ, ആഫ്റ്റർ ഫിനിഷിംഗ് ദ തിയറി പാർട്ട്, സോൾവ് 10 questions. ഇതായിരിക്കും നിങ്ങളുടെ ഗോൾ. അത് ഒരു 20 questions ആക്കിയാൽ കുറച്ചുകൂടെ ക്വസ്റ്റ്യൻസ് കയറി പോകത്തില്ലേ? സോ പ്രാക്ടീസിങ് ക്വസ്റ്റ്യൻസ് ഇസ് മോർ ഇമ്പോർട്ടൻറ്റ്. ആൻഡ് ലൈക്ക് ദിസ് കുറച്ചുകൂടി ഇങ്ങനെ വി ഹാവ് ടു മോട്ടിവേറ്റ് അവർ സെൽസ് സോ ദാറ്റ് 360 ഇമ്പോസിബിൾ അല്ല. യു ക്യാൻ അച്ചീവ് 360. മോക്ക് ടെസ്റ്റ്, യു ഹാവ് ടു ടെസ്റ്റ് യുവർ സെൽഫ്. നിങ്ങൾക്ക് എത്ര അറിയാം? സിംപ്ലി പഠിച്ചിട്ടിരുന്നിട്ട് കാര്യമില്ല. ടെസ്റ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. മോക്ക് ടെസ്റ്റ് ചെയ്തേ പറ്റൂ. ഫുൾ ലെങ്ത് മോക്ക് ടെസ്റ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. യു ഹാവ് ടു അറ്റൻഡ് മോക്ക് ടെസ്റ്റ്. Number of series of mock tests are available in the Viskool app, Vivida app. So you can download it and you can purchase it. Okay, yes, this already I have explained, and now I can do it. This should be there in your mind. Enikku cheyan pattum, you can. Okay, yes, if she can, if he can, then why you can't? This should be in your mind. Okay, yes, come on. Biology is the major scoring subject in NEET. This you should know. This is theory. എങ്ങനെ തന്നെ ക്വസ്റ്റ്യൻസ് വന്നാലും തിയറി തന്നെയാണ്. ഓക്കെ, സോ ക്ലാസ് 11 ആൻഡ് ക്ലാസ് 12 NCERT ബുക്ക് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതിൽ നുക്ക് ആൻഡ് കോർണർ പഠിക്കണം എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു. സോ ടോട്ടൽ 32 ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്, പ്ലസ് ക്ലാസ് 11 ആൻഡ് ക്ലാസ് 12. സോ ഈ ടെക്സ്റ്റ് ബുക്കൊക്കെ കണ്ടിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, കം ഓൺ. സോ
ടോട്ടൽ നീറ്റ് എക്സാമിൻ്റെ ഫീച്ചേഴ്സ് ആൻഡ് ദ ഡീറ്റെയിൽസ് ആണ് ഞാനിവിടെ പറയുന്നത്. ടോട്ടൽ 720 മാർക്സ് ആണ് നിങ്ങൾ സ്കോർ ചെയ്യേണ്ടത്. സോ ക്വസ്റ്റ്യൻസ് ടു അറ്റംപ്റ്റ് 180 ആണ്, ആൻഡ് ഓൾ ക്വസ്റ്റ്യൻസ് ആർ കമ്പൽസറി ടു സ്കോർ മാക്സിമം മാർക്ക്. ഓക്കെ, സോ മാക്സിമം മാർക്ക് വേണ്ട, ഞാനൊരു 70 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുള്ളൂ, ഇറ്റ്സ് യുവർ വിഷ്. ബട്ട് തിങ്ക് you are always using your time is precious. ഇത് നമുക്ക് തിരിച്ച് കിട്ടത്തില്ല. സോ വൺസ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, യൂട്ടിലൈസ് ചെയ്യുക. 1 hour ആണ് പഠിക്കുന്നതെങ്കിൽ ആ 1 hour കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നേ പറ്റും. ഓക്കെ, സോ ഡ്യൂറേഷൻ 3 hours ആണ്, എക്സാക്ട്ലി 3 hours ആണ്. മോഡ് പെൻ ആൻഡ് പേപ്പർ ആണ്, ഇതുവരെ ചേഞ്ച് ആയിട്ടില്ല. ഓഫ്ലൈൻ ആണ്, OMR ബേസ്ഡ് ആണ്. സോ മാർക്കിംഗ് സ്കീം എന്ന് പറയുന്നത് +4 for correct answer and -1 for incorrect answer. If you are leaving any questions without attempting, then 0 marks ആണ്. No marks ആ ക്വസ്റ്റ്യന് മാർക്ക് കിട്ടത്തില്ല. ഓക്കെ, യെസ്. സോ ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ എന്ത് പറ്റും, ആ ക്വസ്റ്റ്യന് കിട്ടാനിരുന്ന ഒരു 4 മാർക്ക് പോവും. ആൻഡ് ഇഫ് നിങ്ങളതൊരു നെഗറ്റീവ് മാർക്സ് ആണ്, നെഗറ്റീവായിട്ട് മാർക്ക് ചെയ്യുകയാണ് എങ്കിൽ ടോട്ടൽ അതിന് കിട്ടാനിരുന്ന 4 മാർക്കും പോവും, +1 മാർക്ക് നെഗറ്റീവ് മാർക്ക് പോയി. ഓക്കെ, 5 മാർക്സ് ആണ് അവിടെ പോകുന്നത്. സോ തിങ്ക്, ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുമ്പോൾ അത് നിങ്ങൾക്കറിയാവുന്ന ക്വസ്റ്റ്യൻ ആണോ എന്നുള്ളത് നോക്കി മാത്രമേ മാർക്ക് ചെയ്യാൻ പാടുള്ളൂ, ബബ്ലിംഗ് ചെയ്യാൻ പാടുള്ളൂ. അണ്ടർസ്റ്റാൻഡ്? യെസ്, കമോൺ. ഈ നെഗറ്റീവ് മാർക്കിംഗ് വരാതിരിക്കാൻ നമ്മൾ മാക്സിമം ശ്രമിക്കണം. മിക്കവാറും ഉള്ള കുട്ടികൾക്കുള്ളൊരു ടെൻഡൻസിയാണ് അവർക്ക് എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യണം എന്നുള്ളത്. സോ ഒരുപാട് കുട്ടികൾക്ക് നെഗറ്റീവ് മാർക്കിംഗ് കാരണമാണ് സ്കോർ വലുതായിട്ട് താഴേക്ക് പോകുന്നത്. സോ അത് സെൽഫ് കൺട്രോൾ ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. സോ കമോൺ, ക്ലാസ് 11th നമുക്ക് ടോട്ടൽ ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത് 19 ചാപ്റ്റേഴ്സ് ആണ്. ബട്ട് യൂണിറ്റ് എന്ന് പറയുന്നത് 5 യൂണിറ്റ്സ് ആണ്. 5 യൂണിറ്റ്സിനകത്ത് 19 ചാപ്റ്റേഴ്സ് ആണ് ക്ലാസ് 11th വരുന്നത്. ഓക്കെ, സോ ഏതൊക്കെയാണ്? ഡൈവേഴ്സിറ്റി ഇൻ ലിവിങ് വേൾഡ്, സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ഇൻ ആനിമൽസ് ആൻഡ് പ്ലാന്റ്സ്. ആനിമൽസ് നമുക്ക് ബോട്ടണി ആൻഡ് സുവോളജി ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സെൽ സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻ, പ്ലാന്റ് ഫിസിയോളജി, ഹ്യൂമൻ ഫിസിയോളജി. ഓക്കെ, ഓൾ ദി 5 യൂണിറ്റ്സ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ ക്ലാസ് 11th കാണുന്ന 5 യൂണിറ്റ്സ് ആണ്. ഈ 5 യൂണിറ്റ്സിനകത്താണ് 19 ചാപ്റ്റേഴ്സ് വരുന്നത്. ഓക്കെ, സോ ഇവിടെ ബേസിക് കോൺസെപ്റ്റ്സ് ആൻഡ് ഫൗണ്ടേഷൻസ് ആണ് ഏറ്റവും കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. I'll show you the question paper. ഓക്കെ, സോ ക്ലാസ് 12th വരുമ്പോഴാണ് ആപ്ലിക്കേഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസും കോൺസെപ്ച്വൽ ക്വസ്റ്റ്യൻസൊക്കെ കൂടുതലായിട്ട് നമ്മൾ ചെയ്യാൻ വേണ്ടി വരുന്നത്. സോ ഇതിൽ വരുന്ന യൂണിറ്റ്സ് ഏതൊക്കെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റീപ്രൊഡക്ഷൻ, ഫസ്റ്റ് യൂണിറ്റ് ആണ് റീപ്രൊഡക്ഷൻ, ജെനറ്റിക്സ് ആൻഡ് എവല്യൂഷൻ, ഹ്യൂമൻ വെൽഫെയർ, ബയോടെക്നോളജി, ഇക്കോളജി ആൻഡ് എൻവയോൺമെൻറ്റ്. അങ്ങനെ 5 യൂണിറ്റ്സ് ആണ്. ഈ 5 യൂണിറ്റ്സിൻ്റെ താഴെ 13 ചാപ്റ്റേഴ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുക. സോ ആപ്ലിക്കേഷൻ ബേസ്ഡ് ആൻഡ് കോൺസെപ്ച്വൽ ബേസ്ഡ് ആയിരിക്കും ക്വസ്റ്റ്യൻസ് വരിക. സോ യു ഹാവ് ടു കോൺസെപ്റ്റ് ക്ലിയർ ആയിരിക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് ഇതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ദാറ്റ്സ് വൈ നിങ്ങൾ വിചാരിക്കും 12th വെരി ഈസി ആണല്ലോ, ഓൺലി 13 ചാപ്റ്റേഴ്സ് are there, and in class 11 19 ചാപ്റ്റേഴ്സ് ഓൺലി. സി 19 ചാപ്റ്റേഴ്സ് ആണെങ്കിലും അത് എക്സാക്ട് പോയിന്റ് ടു പോയിന്റ് ആണ്. ബട്ട് ക്ലാസ് 12th എന്ന് പറയുമ്പോൾ അതിൽ കോൺസെപ്റ്റ്സ് ഉണ്ട്. ഒരു വേർഡ് ഉണ്ടെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. Especially the chapter biotechnology is very very important. Okay my dear children, so here comes trend analysis. അപ്പോൾ നമുക്ക് ഏതൊക്കെ ചാപ്റ്റേഴ്സ് പഠിക്കണം, ഏതൊക്കെ ചാപ്റ്റേഴ്സിന് എത്ര ഇമ്പോർട്ടൻസ് ഉണ്ട്, ഇതെല്ലാം അറിഞ്ഞു പഠിക്കുക. അല്ലാതെ ചുമ്മാ ഈ എല്ലാ 32 ചാപ്റ്റേഴ്സും അങ്ങ് പഠിക്കുക, അങ്ങനെ അല്ല. ഓക്കെ, വെയിറ്റേജ് കൂടുതൽ ഞാൻ പറഞ്ഞില്ലേ, സ്മാർട്ട്ലി ഹാർഡ് വർക്ക് ചെയ്യുക, നിങ്ങളുടെ കയ്യിലുള്ള ടൈം യൂസ് ചെയ്യുക. ഓക്കെ, ഓൾറെഡി പഠിച്ചവരാണ്, ഓൾറെഡി ഒരു 3 to 4 റിവിഷൻസ് കഴിഞ്ഞവരാണ് എന്നുണ്ടെങ്കിൽ, ഇഫ് ദ കോൺസെപ്റ്റ് ഇസ് ക്ലിയർ, ദെൻ go with the questions, practice
എത്രത്തോളം ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റും അത്രയും ക്വസ്റ്റ്യൻസ് ചെയ്യുക. മോക്ക് ടെസ്റ്റ് എടുക്കുക. ആൻഡ് ഇഫ് യു ഹാവ് ദ ഹാർഡ് കോപ്പി, ഓൺലൈൻ അല്ല ഓഫ്ലൈൻ ആയിട്ട് നിങ്ങൾ ഹാർഡ് കോപ്പിയിലാണ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നത് എങ്കിൽ ഡിസ്ട്രാക്ടേഴ്സ് കിട്ടുന്നുണ്ടെങ്കിൽ ഓരോ ഡിസ്ട്രാക്ടറും എന്താണ് എന്നുള്ളത് അവിടെ നിന്ന് തന്നെ പഠിച്ചു പോകുക. ദാറ്റ് മീൻസ് ദാറ്റ് നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ പഠിക്കുമ്പോൾ 4 ഡിസ്ട്രാക്ടറിനെ കുറിച്ചും പഠിക്കും ആൻഡ് ദാറ്റ് പർട്ടിക്കുലർ ക്വസ്റ്റ്യനും പഠിച്ചിരിക്കും. മനസ്സിലായോ? യെസ്, കമോൺ. സോ ദീസ് ആർ ദ ചാപ്റ്റേഴ്സ്. ഇതിൽ കണ്ടിന്യൂസ് ആയിട്ട് നെക്സ്റ്റ് ഇതിൽ സ്ലൈഡ്സിലായിട്ട് പോകുന്നു. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ദ ലിവിങ് വേൾഡ് ആണ്. എന്താണ് ദ ലിവിങ് വേൾഡ്? ക്വസ്റ്റ്യൻസ് നോക്കിയേ. 2021 ഒരു ക്വസ്റ്റ്യൻ ആണ്, 2022 ഒരു ക്വസ്റ്റ്യൻ ആണ്. അതിനുശേഷം ക്വസ്റ്റ്യൻസ് ഈ ചാപ്റ്ററിൽ നിന്ന് വന്നിട്ടില്ല. ദാറ്റ് മീൻസ് 21 തൊട്ട് നമ്മൾ ക്വസ്റ്റ്യൻസ് നോക്കുകയാണ് എങ്കിൽ PYQൽ നമുക്ക് 2 ക്വസ്റ്റ്യൻസ് ഈ ചാപ്റ്ററിൽ നിന്ന് കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ആ 2 ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കണം. ഓക്കെ, അത് ഏത് ഏരിയയിൽ നിന്നാണ് വന്നിരിക്കുന്നതെന്ന് നോക്കുക. ഓക്കെ, സോ കണ്ടിന്യൂസ്ലി ലാസ്റ്റ് 3 ഇയേഴ്സിൽ വരാത്തത് കൊണ്ട് ദിസ് ഇയർ വരാം. ഓക്കെ, സോ നീറ്റ് നമുക്ക് എങ്ങനെയാണ് ആ പാറ്റേൺ ചേഞ്ച് ആയി വന്നിരിക്കുന്നത് നോക്കണം. 2021 വന്നു, 2022 വന്നു, 2023 എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നിരിക്കും ഈ ചാപ്റ്ററിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ. ഞാനിവിടെ നമ്മുടെ കോവിഡ് പീരീഡിന് ശേഷമുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ അനാലിസിസ് ആണ് കാണിച്ചിരിക്കുന്നത്. ഇതിന് മുൻപേ ഉള്ള അനാലിസിസും ഉണ്ട്, അതും നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. ഓക്കെ, സോ ഹിയർ കംസ് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ. നോക്കിയേ, 21 ഒരു ക്വസ്റ്റ്യൻ, 22 2 ക്വസ്റ്റ്യൻ, 23 അതിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടേ ഇല്ല, 24 2 ക്വസ്റ്റ്യൻസ് ആൻഡ് 25 വന്നപ്പോൾ 1 ക്വസ്റ്റ്യൻ ആണ് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷനിൽ കൊടുത്തിരിക്കുന്നത്. NCERTയിൽ കൊടുത്തിരിക്കുന്ന പോയിന്റ്സ് വിത്ത് എക്സാമ്പിൾസ് നന്നായിട്ട് പഠിക്കേണ്ടതാണ്. Here comes plant kingdom. Plant kingdom, see 2025 plant kingdomത്തിൽ നിന്ന് ചോദിച്ചിരിക്കുന്നത് 5 ക്വസ്റ്റ്യൻ ആണ്, 5 ക്വസ്റ്റ്യൻസ് ആണ്. സോ സി ഹൗ ഇമ്പോർട്ടൻ്റ് ഇറ്റ് ഇസ്. അപ്പോൾ നിങ്ങൾ ഇന്ന് പഠിച്ചു തുടങ്ങുമ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള ചാപ്റ്റർ ആണ് പഠിക്കേണ്ടത്. സോ സി ഈ ഒരു സെഷനിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 5 1 3 3 5 questions, 21 22 23 24 25 all together 17 questions ആണ് വന്നിരിക്കുന്നത്. PYQ മാത്രം നിങ്ങൾക്ക് 17 questions കിട്ടും if you practice PYQ. So all together 17 questions എന്ന് പറയുമ്പോൾ 17 പാർട്സിൽ നിന്ന് തന്നെയായിരിക്കും വന്നിരിക്കുന്നത് 17 questions. ഓക്കെ, എന്തായാലും എക്സാക്ട്ലി ദ സെയിം വന്ന് കാണത്തില്ല. സോ ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. സോ ഡിഫറെൻറ്റ് പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് കിട്ടും. സോ ലൈക്ക് ദാറ്റ് ഏരിയ നോക്കുക, ഏത് ഏരിയയിൽ നിന്നാണ് റിപ്പീറ്റഡ്ലി ക്വസ്റ്റ്യൻ വന്നത് എന്നുള്ളത്. സോ അത് നമ്മൾ ചാപ്റ്റർ വൈസ് ട്രെൻഡ് അനാലിസിസിൽ കൊടുത്തിട്ടുണ്ട്. അത് നമ്മുടെ ആപ്പിൽ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. നെക്സ്റ്റ് കംസ് ആനിമൽ കിങ്ഡം. ആനിമൽ കിങ്ഡമിൽ എങ്ങനെയാണ് 21 4 ക്വസ്റ്റ്യൻസ്. സി ഇറ്റ്സ് എ വണ്ടർഫുൾ ചാപ്റ്റർ ആനിമൽ കിങ്ഡം. നമ്മൾ എന്തുവാ ഈ അശ്വമേധം പ്രോഗ്രാമില്ലേ, ആ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നത് പോലെ വേണം ഈ ആനിമൽ കിങ്ഡം ചാപ്റ്റർ പഠിക്കാനായിട്ട്. അങ്ങനെ പഠിച്ചാൽ നിങ്ങൾ ഒരിക്കലും മറക്കില്ല. ആൻഡ് ഫൈനലി യു ക്യാൻ സ്കോർ ഓൾ ദി മാർക്സ് ഫ്രം ദിസ് ചാപ്റ്റർ. 4 ക്വസ്റ്റ്യൻസ് ആണ് ഈ ചാപ്റ്ററിൽ നിന്ന് വന്നിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് കംസ് ദി മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ്. ഇതിൽ 2025 3 ക്വസ്റ്റ്യൻസ്, 24 4, 23 2, 22 4 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് കണ്ടോ. ആൻഡ് 2021 1 ക്വസ്റ്റ്യൻ. സോ മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് ചാപ്റ്റർ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അത് നോക്കണം. അതിൽ നിന്ന് 14 ക്വസ്റ്റ്യൻസ് ആണ് കിട്ടിയിരിക്കുന്നത്. ആൻഡ് ഹിയർ കംസ് ദ ഹീറോ, അനാറ്റമി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ്. അതെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഡൈക്കോട്ട്, മോണോക്കോട്ട് ഇതൊക്കെ തന്നെയായിരിക്കും നമുക്ക് കാണാം. ഡൈക്കോട്ട് സ്റ്റെം, മോണോക്കോട്ട് സ്റ്റെം. സോ വാട്ട് യു ഹാവ് ടു സ്റ്റഡി, അത് വളരെ നന്നായിട്ട് നിങ്ങളത് പഠിച്ചിരിക്കണം. 18 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് PYQ 21 ശേഷം എടുത്താൽ തന്നെ കിട്ടുന്നത്. ഓക്കെ, സോ മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് 3 ആണ്. അനാറ്റമി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് എത്രയാണ്? 1 ക്വസ്റ്റ്യൻ ആണ്. സോ 23 കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. മേ ബി ദിസ് ടൈം യു മേ ഗെറ്റ് മോർ മാർക്സ്, മോർ ക്വസ്റ്റ്യൻസ് ഫ്രം ദിസ് പോർഷൻ. സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ഇൻ ആനിമൽസ്. എൻ്റെ കുട്ടികളെ ഈ ഒരു ഭാഗത്ത് ഒരുപാട് കുട്ടികൾക്ക് ഡൗട്ട് വരുന്നുണ്ട്. അത് വെൻ ഐ ഷോ ദ സിലബസ് ഐ വിൽ എക്സ്പ്ലെയിൻ യു. സിലബസ് വായിച്ചതിന് ശേഷം കുട്ടികൾ പറയുന്നത് ടെക്സ്റ്റ് ബുക്കിൽ ഫ്രോഗ് മാത്രമേ ഉള്ളൂ, സോ ഫ്രോഗ് മാത്രമാണ് എക്സാമിന് വരുന്നത് എന്നാണ്.
ബട്ട് അല്ല. അതിലൊരു എനി ഇൻസെക്ട് എന്ന സിലബസിൽ പറഞ്ഞിട്ടുണ്ട്, എനി ഇൻസെക്ട് എന്നും സിലബസിൽ പറഞ്ഞിട്ടുണ്ട്. എനി വൺ, ആ ഇൻസെക്ട് എന്ന് പറയുന്നത് നമ്മുടെ കോക്രോച്ച് തന്നെയാണ്. സോ യു ഹാവ് ടു സ്റ്റഡി കോക്രോച്ച് പഠിച്ചേ പറ്റൂ. ഓക്കെ, സോ ഇത് NTA ഡൗട്ട് ക്ലിയറിംഗ് ആയിട്ട് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് അവരുടെ സൈറ്റിൽ തന്നെ ഉണ്ട്. ഡൗട്ട് ഫ്രീക്വൻ്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ് നോക്കിക്കഴിഞ്ഞാൽ അതിൽ നിങ്ങൾക്കത് കാണാം. ഓക്കെ, യെസ്. അടുത്ത ചാപ്റ്റർ സെല്ലാണ്. സി, സെൽ ദ യൂണിറ്റ് ഓഫ് ലൈഫ്, ബയോമോളിക്യൂൾസ്, സെൽ സൈക്കിൾ ആൻഡ് സെൽ ഡിവിഷൻ. മാർക്സ് നോക്കിയാൽ ടോട്ടൽ എത്ര മാർക്സ് ആണ് വരുന്നത്? സെല്ലിൽ വരുന്നത് 17, ബയോമോളിക്യൂൾസ് 20, സെൽ സൈക്കിൾ ആൻഡ് സെൽ ഡിവിഷൻ 20. സി, ബയോമോളിക്യൂൾസ് നിങ്ങൾക്ക് ഈക്വൽ ഇമ്പോർട്ടൻസ് ഉള്ള ചാപ്റ്റർ ആണ്, വളരെ ഇമ്പോർട്ടൻറ്റ്. വൈ? ബിക്കോസ് ഇറ്റ് ഈസ് ദെയർ ഇൻ യുവർ കെമിസ്ട്രി സബ്ജക്ട് ടു. സോ അത് പഠിക്കുമ്പോൾ നന്നായിട്ട് പഠിക്കുക. തിങ്ക് ലൈക്ക് എ ബയോളജി സ്റ്റുഡൻറ്റ് ആൻഡ് ഓൾസോ ആസ് എ കെമിസ്ട്രി സ്റ്റുഡൻറ്റ്. ഓക്കെ, ബയോമോളിക്യൂൾസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. കണ്ടോ, 4, 2, 4, 6, 4, എത്ര 25ലും 4 ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചത്. യു ക്യാൻ എക്സ്പെക്ട് മോർ ക്വസ്റ്റ്യൻസ് ദിസ് ഇയർ ടു. സോ വെയിറ്റേജ് ഉള്ള ചാപ്റ്റേഴ്സ് വീണ്ടും വീണ്ടും പഠിക്കുക. ബയോമോളിക്യൂൾസ് ഒക്കെ വീണ്ടും വീണ്ടും പഠിക്കുക. ക്ലാസ് 11. ഓക്കെ, ദെൻ കംസ് സെൽ സൈക്കിൾ ആൻഡ് സെൽ ഡിവിഷൻ. ഇത് NCERT മാത്രം പഠിച്ചാൽ മതി. Let's do some more questions from this chapter. Nearly 100-200 questions from this chapter. It is enough, more than enough. Mitosis, meiosis, it's stages. Okay, and many codes are used to study this, and it is available in our app. So you can go there, you can purchase it. Okay, so come on, here comes photosynthesis in plants. സോ ഇതിൽ 14 ക്വസ്റ്റ്യൻസ് ആണ്. റെസ്പിറേഷൻ ഇൻ പ്ലാന്റ്സിൽ നിന്ന് 7 ക്വസ്റ്റ്യൻസ് ആണ്. ലാസ്റ്റ് ഇയർ വന്നത് അപ് ടു ഡേറ്റ് ഇപ്പോൾ 2025 ആണ്. ഇത്രയും ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ കുറച്ച് ടഫായിട്ട് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ. സോ അത് എന്തുകൊണ്ടാണ് കുട്ടികൾ പാനിക് ആയത് എന്നുള്ള റീസൺ ഞാൻ ഇതിൻ്റെ ലാസ്റ്റ് പറയുന്നുണ്ട്. ഓക്കെ, ദെൻ കംസ് പ്ലാൻ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ്. അതിൽ നിന്ന് 2 ക്വസ്റ്റ്യൻസ് ആണ് ഏറ്റവും മിനിമം ചോദിച്ചിരിക്കുന്നത്. ദാറ്റ് മീൻസ് യു ക്യാൻ സ്കോർ 8 മാർക്സ് ഫ്രം ദിസ് ചാപ്റ്റർ. പ്ലാൻ ഗ്രോത്ത് ആൻഡ് മൂവ്മെൻറ്റ് മിക്കവാറുള്ള കുട്ടികളെല്ലാം വിട്ടിട്ട് പോകുന്ന ഒരു ചാപ്റ്ററാണ്. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്സിജൻ, റിയബലൈൻ, സൈറ്റോകൈനൻസ്, ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഫങ്ഷൻസ് വിത്ത് കോസ് പഠിച്ചു വയ്ക്കുക. ഇടം നീറ്റ് എന്ന് പറയുന്നത് ആക്ച്വലി നമ്മുടെ ബോർഡ് എക്സാമിനേക്കാളും ഈസിയാണ്. നമുക്ക് എല്ലാ കാര്യവും ഒന്നും പഠിക്കണ്ട. ഓക്കെ, ജസ്റ്റ് നമുക്ക് നമ്മുടെ ഓപ്ഷൻസ് ആർ അവൈലബിൾ, റൈറ്റ്? 4 ഓപ്ഷൻസിൽ നിന്ന് നമ്മുടെ ആൻസർ കണ്ടുപിടിച്ചാൽ മതി. സ്പെല്ലിങ്ങിൻ്റെ ഇഷ്യൂ വരുന്നില്ല. സോ യു ഹാവ് ടു വാട്ട് ആ വേർഡ് ഇമേജ്, ഇറ്റ് ഷുഡ് ബി ദെയർ ഇൻ യുവർ മൈൻഡ്. തിങ്ക് ലൈക്ക് എ ബയോളജി സ്റ്റുഡൻറ്റ്. ഓക്കെ, ദെൻ breathing and exchange of gases. Here comes our human physiology, right? The human physiology. ഇതിന്നൊക്കെ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. 2025 ഹ്യൂമൻ ഫിസിയോളജി ഒരു യൂണിറ്റായിട്ട് സങ്കല്പിച്ചാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. I'll show you that question. Okay, breathing and exchange of gases. കണ്ടോ, ഒരു ഒറ്റ ക്വസ്റ്റ്യൻ ആണ് വന്നിരിക്കുന്നത് ഇതിൽ നിന്ന്. അത് എങ്ങനെയാണ് ആ ക്വസ്റ്റ്യൻ വന്നതെന്നും കാണിച്ചു തരാം കേട്ടോ. Here comes body fluids. 10 questions altogether, 21 to 25 നമുക്ക് കിട്ടും. And 25 ഒരു question, excretory products and their elimination ഒരു question, locomotion and movement ഇല്ല, neural control and coordination ഇല്ല, chemical control and coordination and integration ചാപ്റ്ററിൽ നിന്ന് 5 questions ആണ് വന്നിരിക്കുന്നത്. സി, ആരും എക്സ്പെക്ട് ചെയ്ത് കാണത്തില്ല. 1, 2, 2, 1, 1, 2, 2 and 5 പാറ്റേണിലാണ് വന്നിരിക്കുന്നത്. 11 questions from this chapter. So my dear children, so neural control and coordination ഈ വർഷം ചോദിച്ചിട്ടില്ല എന്നേ ഉള്ളൂ. സോ നെക്സ്റ്റ് ഇയർ ചാൻസ് ഉണ്ട്. സി, അവർ എങ്ങനെയാ മാക്സിമം കുട്ടികൾ ചിന്തിക്കാത്ത രീതിയിൽ ചിന്തിക്കാനായിരിക്കും NTA ശ്രമിക്കുന്നത്. Okay, so let's see. Here comes class 12 syllabus. Okay, sexual reproduction in flowering plants. 5 questions. 5 questions. 5 plus 3 plus 3 plus 3 plus 3. 17. I'm not good at maths. So 5 plus 3 plus 3 plus 3 all together 17 questions ആണ്
സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് 21 മുതൽ 25 വരെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ കിട്ടുന്ന ക്വസ്റ്റ്യൻസ്. സോ ഈ ക്വസ്റ്റ്യൻസ് തന്നെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഏത് ലെവൽ ഓഫ് ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്ക് കിട്ടുക, ഏത് ലെവൽ ഓഫ് ക്വസ്റ്റ്യൻ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്ക് കിട്ടും. നെക്സ്റ്റ് കംസ് ഹ്യൂമൻ റീപ്രൊഡക്ഷൻ, 5 marks, വെരി ഇൻട്രസ്റ്റിംഗ് ചാപ്റ്റേഴ്സ് ഫോർ മോസ്റ്റ് ഓഫ് ദ കിഡ്സ്. റീപ്രൊഡക്റ്റീവ് ഹെൽത്തിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇഫ് ഞാനാണ് ഒരു ക്വസ്റ്റ്യൻ സെറ്റ് ചെയ്യുന്ന ഒരാളായിരുന്നെങ്കിൽ ഈ ചാപ്റ്ററിൽ നിന്ന് വി ഹാവ് മോർ ക്വസ്റ്റ്യൻസ്. ആൻഡ് ദാറ്റ് ഇൻഫെർട്ടിലിറ്റി റീജിയനിൽ നിന്നൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻ, ഗിഫ്റ്റ് സെഫ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് അവിടെ നിന്ന് കിട്ടും. സോ ആ ഒരു ഭാഗത്ത് നിന്ന് 1, 2, 3 ക്വസ്റ്റ്യൻസ് ഒക്കെ വരാം. ബിക്കോസ് അങ്ങനെ വന്നിട്ടുണ്ട് 21-ലും 23-ലും ഒക്കെ ഈ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. മിനിമം ഒരു 2 ക്വസ്റ്റ്യൻസ് എങ്കിലും ഞാനായിരുന്നു ക്വസ്റ്റ്യൻ ഇടുന്നെങ്കിൽ ഇട്ടിരുന്നേനെ. നെക്സ്റ്റ് കംസ് പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻസ്. 3 ക്വസ്റ്റ്യൻസ് ആണ് ഇത്തവണ വന്നത്. കഴിഞ്ഞ തവണ 6 ക്വസ്റ്റ്യൻസ് ആണ് വന്നത്. ഇത്തവണ അവർ ഇമ്പോർട്ടൻസ് കൊടുത്തത് മോളിക്കുലാർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ്. എൻ്റെ കുട്ടികളെ PYQ 21 to 25 എടുത്താൽ നിങ്ങൾക്ക് 37 ക്വസ്റ്റ്യൻസ് ആണ് മോളിക്കുലാർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്ന യൂണിറ്റിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുക. മനസ്സിലായോ? ദെൻ കംസ് എവല്യൂഷൻ. ഓൾ ടുഗെദർ യുൽ ഗെറ്റ് 10 questions to practice. സോ 10 questions നിങ്ങൾ ഇതിൽ നിന്ന് പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും ഏത് രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻ വരാമെന്ന്. See, next comes human health and diseases. എന്താണ് human health and diseases? So 2025-ൽ 5 questions ആണ്, 2024-ൽ 5 questions, 23-ൽ 3, 22-ൽ 2, 21-ൽ 1. സോ ആ ഒരു പാറ്റേൺ എനിക്ക് ഇഷ്ടപ്പെട്ടിരിക്കുന്നു. 1, 2, 3, 4, 5 എന്നുള്ള രീതിയിലാണ്. സോ ഐ തിങ്ക് ഇത്തവണ 6 questions വരാം. സോ അല്ലെങ്കിൽ 5 എന്ന് വന്ന സ്ഥിതിക്ക് വേണമെങ്കിൽ 6 വരാം കേട്ടോ. അങ്ങനെയൊന്നും ഇല്ല. ഐ വാസ് ജസ്റ്റ് കിഡിങ്. So come on. So ഇതുപോലെ എൻജോയ് ചെയ്ത് പഠിക്കുക കേട്ടോ. Here comes microbes in human welfare. 4 ക്വസ്റ്റ്യൻ. ഓക്കെ, 21-ലൊക്കെ ഓരോരോ ക്വസ്റ്റ്യൻ, 23-ൽ ചോദിച്ചിട്ട് പോലും ഇല്ല, ഇഗ്നോർ ചെയ്ത ഒരു ചാപ്റ്റർ ആണ്. അതിൽ നിന്ന് വന്നിരിക്കുന്നത് 4 ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സോ ബയോടെക്നോളജി പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ്സസ്. ഹിയർ കംസ് ദി ഹീറോ. 26 ക്വസ്റ്റ്യൻസ് ആണ് ഇത്തവണ. 6 ക്വസ്റ്റ്യൻസ് ആണ് ബയോടെക്നോളജി പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ്സസ്. അതിൽ നിന്ന് ലില്ലിയുടെയൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. വളരെ ഈസി. ഞാൻ ക്വസ്റ്റ്യൻ ടഫ് എന്ന് പറയുന്നത് ഞാനല്ല, കുട്ടികൾ ടഫ് എന്ന് പറയാം. ഒന്ന്, അവർക്ക് ടൈം മാനേജ് ചെയ്യാൻ പറ്റിയിട്ടില്ല. 2, ഈസി ക്വസ്റ്റ്യൻസും ഉണ്ട്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻസും ഉണ്ടായിരുന്നു. ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഡയറക്റ്റ് ക്വസ്റ്റ്യൻസും ഉണ്ട്. കാരണം എല്ലാ രീതിയിലും പ്രിപ്പയർ ചെയ്ത് ഒരു കുട്ടിക്ക് എല്ലാവർക്കും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊരു ക്വസ്റ്റ്യൻ പേപ്പറായിരുന്നു. നല്ലൊരു ക്വസ്റ്റ്യൻ പേപ്പറായിരുന്നു 2025-ലെ ക്വസ്റ്റ്യൻ പേപ്പർ. ഓക്കെ, ബിക്കോസ് കോമ്പറ്റീഷൻ അല്ലേ, ദ സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്ന് പറയുന്ന പോലെ നല്ലപോലെ പ്രിപ്പയർ ചെയ്ത ആൾ മുമ്പേ വരണം. അതായിരുന്നു നമ്മുടെ കഴിഞ്ഞ 2025-ലെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടത്. ഓക്കെ, ഹിയർ കംസ് ഓർഗാനിസംസ് ആൻഡ് പോപ്പുലേഷൻസ്. ഓർഗാനിസംസ് ആൻഡ് പോപ്പുലേഷൻസിൽ നിന്ന് 4 ക്വസ്റ്റ്യൻ. അത് ഒരു ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ആണ് കേട്ടോ, ഓർഗാനിസംസ് ആൻഡ് പോപ്പുലേഷൻസ് എന്നുള്ളത്. ഇതിനെക്കുറിച്ചൊരു വീഡിയോ നമ്മൾ അല്ലാതെ നമ്മുടെ ആപ്പിൽ ഇട്ടിട്ടുണ്ട്. സോ ഏതൊക്കെ സെഷൻ ഓഫ് ദീസ് ചാപ്റ്ററാണ് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടത് എന്നുള്ളതെല്ലാം. സോ ഐ തിങ്ക് ഇതൊരു 3 hours ക്ലാസ് ആയിട്ടാണ് നമ്മളതിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ. സോ ഹിയർ കംസ് എക്കോസിസ്റ്റം. കുഞ്ഞ് ചാപ്റ്ററാണ്. മാർക്കുകൾ അടിപൊളിയായിട്ട് സ്കോർ ചെയ്തെടുക്കാൻ പറ്റും. പ്രൊഡക്ടിവിറ്റി എന്നൊക്കെ പറയുന്ന ഒരു പോർഷൻ എന്ന് പറയുന്നത് ഇസ് ലൈക്ക് ഓസം, ലൈക്ക് എനിത്തിങ് എന്ന് തന്നെ പറയാം. സോ 3 questions ആണ്. കണ്ണു അടച്ച് കിട്ടുന്ന മാർക്കാണ് കേട്ടോ ഇതൊക്കെ. ആൻഡ് ഹിയർ കംസ് ബയോഡൈവേഴ്സിറ്റി ആൻഡ് കൺസർവേഷൻ. എല്ലാവരും ചുമ്മാ വേണ്ട എന്ന് പറഞ്ഞ് ഇട്ടിട്ട് പോകുന്ന ഒരു ചാപ്റ്ററാണ് ബയോഡൈവേഴ്സിറ്റി ആൻഡ് കൺസർവേഷൻ. പക്ഷേ 9th-ലൊക്കെ നിങ്ങൾ ഇതേപോലെ ഒരു ചാപ്റ്റർ നമുക്ക് അവിടെ പഠിക്കാനുണ്ട്. സോ ഹിയർ ആ ഒരു ലാഘവത്തോടു കൂടി എടുക്കരുത്. ബയോഡൈവേഴ്സിറ്റി ആൻഡ് കൺസർവേഷൻ ഈസ് ഓൾസോ ആൻ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ. 2024-ൽ 5 questions ആണ് ബയോഡൈവേഴ്സിറ്റി ആൻഡ് കൺസർവേഷനിൽ ഇട്ടിട്ടുള്ള. കുട്ടികൾ പലരും പറയും ഇറ്റ്സ് എ ഈസി ചാപ്റ്റർ ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ എന്ന് പറഞ്ഞൊക്കെ വൈൽഡ് ലൈഫ് സാങ്ച്വറീസ്, റെഡ് ഡേറ്റ ബുക്ക്, ഇതൊക്കെ എനിക്കറിയാം എന്ന് പറഞ്ഞ് വിട്ടിട്ട് പോകും. അങ്ങനെയല്ല, അത് നന്നായിട്ട് പഠിക്കണം. അവിടെ നിന്ന് പഠിക്കാനുള്ള ടോപ്പിക്സ് അവിടെ തന്നെ ഉണ്ട്. ഓക്കെ, 13 questions ആണ്
21-ൽ അതിൽ നിന്ന് ക്വസ്റ്റ്യനേ ചോദിച്ചിട്ടില്ല. ബട്ട് അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ക്വസ്റ്റ്യൻസ് ധാരാളം വന്നിട്ടുണ്ട്. സോ ദാറ്റ്സ് ഓൾ എബൌട്ട് ദി ട്രെൻഡ് അനാലിസിസ്. അപ്പോൾ നിങ്ങൾക്കറിയാം ഇപ്പോൾ ഏതൊക്കെ ചാപ്റ്റർ എന്നാണ് ഏറ്റവും കൂടുതൽ നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുത്ത്. അപ്പോൾ ആദ്യം ഈ വെയിറ്റേജ് ഉള്ള ചാപ്റ്റേഴ്സ് ആദ്യം ക്ലിയർ ചെയ്യുക. ഇപ്പോൾ നമുക്ക് ടൈമുണ്ട്. അപ്പോൾ ഈ ടൈമിൽ നമുക്ക് സ്ട്രെസ്സ് വലുതായിട്ടില്ല. ഓക്കെ, സോ എക്സാമിനോട് അടുക്കും തോറും നമുക്ക് സ്ട്രെസ്സാവും, ആങ്സൈറ്റി കൂടും. സോ വാട്ട് യു ഹാവ് ടു ഡു, ഈ വെയിറ്റേജ് കൂടിയ ചാപ്റ്റേഴ്സ് നേരത്തെ പഠിച്ചു വയ്ക്കുക. ആൻഡ് ആഫ്റ്റർ ദാറ്റ് എന്ത് ചെയ്യുക, ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് കവർ ചെയ്യുക. സോ ഇനി എവറി മന്ത്, ഒരു മാസത്തിൽ എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും ഫുൾ റിവിഷൻ നമ്മൾ കഴിഞ്ഞിരിക്കണം. So I won't say last exam വരെയും you have to divide this 32 chapters and study. Never. നിങ്ങളൊരു നീറ്റ് സ്റ്റുഡൻ്റ് ആണ്. 1 month പോരെ ഒരു 32 ചാപ്റ്റേഴ്സ് പഠിക്കാനായിട്ട്? പറ്റും, യു ക്യാൻ. സോ if you have 4.5 months, every day or every month you have to at minimum ഒരു 4 revisions entire chapter ചെയ്യാനുള്ള ടൈം നിങ്ങളുടെ കയ്യിലുണ്ട്. മിനിമം ആണ് ഞാൻ പറയുന്നത്, മിനിമം. Okay, so here comes 2025 PYQ. Okay, നോക്കിക്കോണേ. ഇതൊരു ക്വസ്റ്റ്യൻ ആണ്, 2025 വന്ന ഒരു ക്വസ്റ്റ്യൻ. നോക്കണം ഇപ്പോൾ ഇതിൽ വാട്ട് ആർ ദ പൊട്ടൻഷ്യൽ ഡ്രോബാക്സ് ഇൻ അഡോപ്ഷൻ ഓഫ് ദി IVF മെത്തേഡ്. നിങ്ങൾ IVF മെത്തേഡിനെ കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ട്. സി, എന്താ ഇവിടുത്തെ പ്രശ്നം വരുന്നത്? നിങ്ങൾക്ക് ഇതിലുള്ള വരിയെല്ലാം അറിയാം. ബയോളജി ഈസിയാണ്, സിംഗിൾ സ്റ്റെപ്പ്, ഡിസ്ട്രാക്ടർ നോക്കാം, എഴുതാം എന്ന് പറഞ്ഞ് നിങ്ങൾ പോകും. പക്ഷെ ഇവിടെ നോക്കിയേ, ഇവിടെ വന്നിട്ട് നിങ്ങൾ ആദ്യത്തേത് അയ്യോ ട്രൂ ആണോ ഇൻകറക്റ്റ് ആണോ എന്നുള്ളത് നോക്കിയെടുത്ത് വരുമ്പോഴത്തേക്കും സമയമെടുക്കും. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ടൈം മാനേജ്മെൻ്റ് ആണ് വളരെ അത്യാവശ്യം. ഓക്കെ, പ്രാക്ടീസിലൂടെ മാത്രമേ നമുക്കിത് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഒരു സർട്ടൺ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, സർട്ടൺ പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ പാറ്റേൺസ് ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ സോൾവ് ചെയ്തിരിക്കണം, പ്രാക്ടീസ് ചെയ്തിരിക്കണം. റിപ്പീറ്റഡ്ലി ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് പ്രാക്ടീസ് ചെയ്തിരിക്കണം. 30 seconds സച്ച് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ പറ്റിയിരിക്കണം. പോട്ടെ, മാക്സിമം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എടുക്കുക, 1 minute, അതിൽ കൂടുതൽ എടുക്കരുത്. ഓക്കെ, സോ ഇവിടെ പറ്റുന്ന എന്താ, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യം കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഏതൊക്കെയാണ് ഹൈഫൺ ഇട്ട് അവിടെ തന്നെ എഴുതുക, കറക്റ്റ്. ഇൻകറക്റ്റ് ഏതാണ് അവിടെ തന്നെ എഴുതുക, ഇൻകറക്റ്റ്. എന്നിട്ട് കറക്റ്റ്, ചൂസ് ദ കറക്റ്റ് ആൻസർ എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. കുട്ടികൾക്ക് അവിടെ എത്തുമ്പോൾ കറക്റ്റ് ആണോ ഇൻകറക്റ്റ് ആണോ എന്നുള്ളൊരു ഇതൊക്കെ മനസ്സാദ്യം, യു ഹാവ് ടു ബി കാം ഫസ്റ്റ്. ഒരു എക്സാം, ആ എക്സാം ഹാളിൽ നിങ്ങൾ എക്സാം എഴുതാനിരിക്കുമ്പോൾ nobody is coming to watch you there, what you are doing there. അവിടെ ഫുൾ പവർ നിങ്ങളുടെ കയ്യിലാണുള്ളത്. സോ ടെൻഷൻ ആവേണ്ട കാര്യമില്ല. ദാറ്റ്സ് ഇറ്റ്. അത് ആ ഒരു ടൈം കഴിഞ്ഞാൽ പിന്നെ ഒന്നും ഇല്ല. സോ അവിടെ നിങ്ങളുടെ പെർഫോമൻസ് ആണ് കാര്യം. ഇനി നിങ്ങൾ അവിടെ നന്നായിട്ട് പെർഫോം ചെയ്താലും മോശമായിട്ട് പെർഫോം ചെയ്താലും യു വിൽ ബി എഫക്റ്റഡ്, റൈറ്റ്? അതൊരു നല്ല കാര്യമായാലും മോശമായിട്ടുള്ള കാര്യമായാലും. സോ ടേക്ക് റൈറ്റ് ഡിസിഷൻ. നമുക്ക് കാമായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. അത് നിങ്ങൾക്ക് തന്നെ പല സിറ്റുവേഷൻസിൽ മനസ്സിലായിട്ടുണ്ടായിരിക്കും. വെൻ യു കം ഔട്ട് ഓഫ് ദി എക്സാം റൂം, എക്സാമിനേഷൻ ഹാൾ, അയ്യോ ഈ ക്വസ്റ്റ്യൻ എനിക്കറിയായിരുന്നു, ഞാൻ തെറ്റിപ്പോയി, അല്ലേ? എനിക്കിത് അറിയാവുന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു, ഇങ്ങനെ പലരും പറഞ്ഞിട്ടുണ്ട്. അതെന്തുവാ, അത് അവിടെ റൂമിനകത്തിരുന്ന് സ്ട്രെസ് ഔട്ടായിട്ടാണ്, സ്ട്രെസ്ഡ് ആയിട്ടാണ്. ഓക്കെ, സോ ടൈം കൺസ്യൂം ചെയ്യാതിരിക്കുക. ഓക്കെ, എത്ര പെട്ടെന്ന് ചെയ്യാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് ചെയ്യുക. ഓക്കെ, സോ സ്റ്റേറ്റ്മെൻറ്റ്സ് B, D and F are correct, while statements A, C and E are incorrect. അപ്പോൾ ആൻസർ ഏതാണ്? B, D, F മാത്രമാണ് കറക്റ്റ് എന്നുള്ളത് നമുക്കവിടെ പറയാൻ കഴിയണം. ഓക്കെ, yes, husband or wife is not necessary for being donors. IVF is available in India. Okay, come on, here comes the another question. സോ ഇങ്ങനെ ഇത്ര വലിയ ക്വസ്റ്റ്യനൊക്കെ കാണുമ്പോൾ നിങ്ങളങ്ങ് പേടിച്ച് പോവുകയാണ്, ഇതെന്താണ് ഇതിങ്ങനെ വന്നേക്കുന്നത് എന്ന്.
സൊല്യൂഷൻ ഞാൻ താഴെ തന്നെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് മാച്ച് ചെയ്യുക. മാച്ച് ചെയ്യുമ്പോൾ തന്നെ യു ജസ്റ്റ് ഫൈൻഡ് ഔട്ട് ഓപ്ഷൻ, എന്നിട്ട് ആൻസർ എഴുതുന്ന കുട്ടികൾ ഉണ്ട്. സി എന്നായിരിക്കും എഴുതുന്നത്. നിങ്ങൾക്ക് കറക്റ്റായിട്ട് മാച്ച് ചെയ്യും. എന്നിട്ട് ഓപ്ഷൻ എഴുതി വയ്ക്കും സി എന്ന്. അവിടെ വരുമ്പോഴത്തേക്കും 3 എന്ന് മാർക്ക് ചെയ്യേണ്ട അടുത്ത് ബി എന്നായിരിക്കും, അതായത് 2 എന്നായിരിക്കും മനസ്സിൽ കിടക്കുന്നത്, അതുപോയിരിക്കും മാർക്ക് ചെയ്യുന്നത്. സോ അങ്ങനെ ചെയ്യരുത്. സോ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുക. എംഫിസിമ, ആൻജിന പെക്ടോറിസ്, ഗ്ലോമർലോനെഫ്രൈറ്റിസ്, ടെറ്റനി. ഇത് ക്ലാസ് 11th ചാപ്റ്റേഴ്സിൽ നിന്ന് വന്നതാണ്. എല്ലാം ഒറ്റ ചാപ്റ്ററിൽ നിന്നല്ല, ബട്ട് ഒറ്റ യൂണിറ്റിൽ നിന്നാണ്. കാണാം, ഇതാ നോക്കിക്കോ. എംഫിസിമ ചാപ്റ്റർ ബ്രീതിങ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ്. ടോപ്പിക് എന്താണ്? റെസ്പിറേറ്ററി ഡിസോർഡർ, ഡാമേജ് ടു ആൽവിയോലൈ, റെഡ്യൂസ് റെസ്പിറേറ്ററി സർഫസ്. അടുത്തത് ആൻജിന പെക്ടോറിസ്. ചാപ്റ്റർ ഏതാണ്? ബോഡി ഫ്ലൂയിഡ്സ് ആൻഡ് സർക്കുലേഷൻ. അപ്പം ഇത് നോക്കണം. ക്വസ്റ്റ്യൻ, നമ്മൾ ആ ക്വസ്റ്റ്യൻ അനാലിസിസ് ചെയ്യുന്ന സമയത്ത് 101 ക്വസ്റ്റ്യൻ നമ്പർ 101, ആ 101-നകത്ത് തന്നെ 4 ക്വസ്റ്റ്യൻ വരുന്ന രീതിയിലാണ് വന്നിരിക്കുന്നത്. അത് 4 ചാപ്റ്ററിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത്. ഓക്കെ, ആൻജിന പെക്ടോറിസ്, ഗ്ലോമർലോനെഫ്രൈറ്റിസ്, എക്സ്ക്രീറ്ററി പ്രൊഡക്ട്സ് ആൻഡ് their elimination. ടോപ്പിക് കിഡ്നി ഡിസോർഡേഴ്സ്, ഇൻഫ്ലമേഷൻ ഓഫ് ഗ്ലോമറുലൈ. ടെറ്റനി ചാപ്റ്റർ ഏതാണ്? കെമിക്കൽ കോർഡിനേഷൻ ആൻഡ് ഇന്റഗ്രേഷൻ. ടോപ്പിക് റോൾ ഓഫ് കാൽഷ്യം അയോൺസ്, പാരാതൈറോയ്ഡ് ഹോർമോൺ, ന്യൂറോ മസ്കുലാർ കോർഡിനേഷൻ. ഓക്കെ, ഒറ്റ ക്വസ്റ്റ്യനിൽ തന്നെ എത്ര ചാപ്റ്റേഴ്സ് ഇൻവോൾവ് ആയിരിക്കുന്നുണ്ടോ. ഇതാണ് നീറ്റിന് ഇഷ്ടം. സോ നമ്മൾ പഠിക്കുമ്പോൾ ക്വസ്റ്റ്യൻസ് എല്ലാം ഒരു ചാപ്റ്ററിൽ നിന്ന് തന്നെയായിരിക്കും ഒരു ക്വസ്റ്റ്യൻ വരുന്നത് എന്ന് എക്സ്പെക്റ്റ് ചെയ്യാതിരിക്കുക. ഓക്കെ, സോ ഹിയർ കംസ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. എത്ര ഡിജിറ്റ് ആണ് എന്നുള്ളതൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം. NCERTയിലെ ഡയറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. Which of the following statement is correct about location of the male frog copulatory pad? എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. NCERT direct line. Okay, in male frogs, copulatory pad is present on the first digit of the forelimbs which are absent in female frogs എന്ന് നമ്മുടെ NCERT ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. 107 ക്വസ്റ്റ്യൻ നമ്പർ 2025 ക്വസ്റ്റ്യൻ പേപ്പറാണ്. സോ ഹിയർ കംസ് 110 ക്വസ്റ്റ്യൻ ആണ്. ലിസ്റ്റ് 1 മാച്ച് ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2. ഇതും നമ്മുടെ ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്ന ഡയഗ്രാം ക്വസ്റ്റ്യൻ പേപ്പറിലില്ല. ഇത് ഞാൻ ആഡ് ചെയ്തിരിക്കുന്നതാണ്. അവർ സെയിം ഡയഗ്രാം തന്നിട്ടില്ല, പക്ഷേ ഇത് ഡയഗ്രാം ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. ഡയഗ്രാമിൽ തന്നെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് അറിയണം. ഹെഡ് ഉണ്ട്, മിഡിൽ പീസ് ഉണ്ട്, ഹെഡിൻ്റെ അവിടെയാണ് ആക്രോസോം കാണുന്നത്, ആൻഡ് ദ ടെയിൽ ഈസ് ദെയർ. മനസ്സിലായോ? ആൻഡ് ഇവിടെ വെച്ച് ഇതിനെ മാച്ച് ചെയ്യുക. സോ A ഫോർ ആര്, B ഫോർ ആര്, C ഫോർ ആര്, D ഫോർ ആര് മാച്ച് ചെയ്യുക. മാച്ച് ചെയ്തതിന് ശേഷം ഈ മാച്ച് ചെയ്ത സീക്വൻസ് ഏത് ഓപ്ഷനകത്താണ് വരുന്നത് എന്നുള്ളത് കറക്റ്റായിട്ട് മാർക്ക് ചെയ്യുക. അവിടെയാണ് ടാലൻറ്റ് ഇരിക്കുന്നത്. ഓക്കെ, സോ ഹിയർ ദ സൊല്യൂഷൻ ഇസ് ഗിവൻ. ദോസ് ഹു വാണ്ട് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാം കേട്ടോ. സോ പിക്ചർ ഉണ്ട് നിങ്ങൾ. സോ ഇതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ ടെക്സ്റ്റ് ബുക്കിലെ ഡയഗ്രാംസ് ആർ വെരി ഇമ്പോർട്ടൻറ്റ്. ഡയഗ്രാംസ് മാത്രമായിട്ട് തന്നെ NCERT ഡയഗ്രാംസ് മാത്രമായിട്ട് തന്നെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. വരച്ച് പ്രാക്ടീസ് ചെയ്യുക. അതിലിനി നോ കോംപ്രമൈസ്. ഓക്കെ, ലേബൽ ചെയ്യണം. ബ്യൂട്ടിഫുള്ളി വരച്ചിട്ടിരിക്കാനല്ല ഞാൻ പറയുന്നത്. സോ വരയ്ക്കുമ്പോൾ അതിനെന്ത് ചെയ്യുക, ലേബലിംഗ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ആ ലേബൽ ചെയ്യുന്ന ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ മനസ്സിൽ വരണം. അത് ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ഡ്രോ ഇറ്റ് ആൻഡ് അല്ലെങ്കിൽ ടേക്ക് എ പ്രിന്റ് ഔട്ട് ആൻഡ് പേസ്റ്റ് ഇറ്റ് ഇൻ യുവർ റൂം. ആ റൂം അത് പാരൻസ് എന്തെങ്കിലും പറയുകയാണെങ്കിൽ ജസ്റ്റ് സേ നീറ്റ് ക്ലിയർ ചെയ്ത് ഞാൻ അഡ്മിഷൻ എടുത്തിട്ട് ഐ വിൽ പെയിൻറ്റ് ദ റൂം എന്ന് പറഞ്ഞാൽ മതി. സോ നത്തിങ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ. ഓക്കെ, സോ അടുത്ത ഒരു കാര്യമാണ് ഞാൻ ഇവിടെ പറയുന്നത്. ഹു ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് ഇക്കോളജി ഇൻ ഇന്ത്യ? ഈ ക്വസ്റ്റ്യൻ അവർക്ക് എവിടെ നിന്ന് കിട്ടിയതായിരിക്കും? ഔട്ട് ഓഫ് സിലബസ് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ അകത്തൊന്നും പറയുന്നില്ലല്ലോ എന്ന് നിങ്ങൾ വിചാരിക്കും. ബട്ട് മൈ ഡിയർ ചിൽഡ്രൻ, ഈ ഒരു ക്വസ്റ്റ്യൻ കാണിക്കാനായിട്ട് ഐ വിൽ ഷോ യു. സി, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന അവിടെ +2 12th ടെക്സ്റ്റ് ബുക്ക് എടുത്തു കഴിഞ്ഞാൽ യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ അവിടെ ഇപ്പോൾ ഇക്കോളജി എന്ന് പറയുന്ന 10th യൂണിറ്റിനകത്ത് 3 ചാപ്റ്റേഴ്സ് ആണ് വരുന്നത്. ഓർഗാനിസംസ് ആൻഡ് പോപ്പുലേഷൻസ്, ഇക്കോസിസ്റ്റം, ബയോഡൈവേഴ്സിറ്റി ആൻഡ് കൺസർവേഷൻ. ഓക്കെ,
ഇതിൽ ദാ ഫസ്റ്റ് ഒരു സയൻറ്റിസ്റ്റിൻ്റെ പേരും പുള്ളിയെക്കുറിച്ചുള്ള കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോ നെക്സ്റ്റ് ടൈം ചിലപ്പോൾ ഇതിനകത്ത് നിന്നൊരു ക്വസ്റ്റ്യൻ വരാം, വന്നുകൂടാ എന്ന് പറയാനില്ല. സോ യു ഹാവ് ടു സ്റ്റഡി ദീസ് തിങ്സ് ടു. ഓക്കെ, ഈ ഒരു പിക്ചർ മാത്രമല്ല, ഇതിനു മുമ്പേ ഉള്ള യൂണിറ്റ്സിലും ഓരോ യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴും ഓരോ സയൻറ്റിസ്റ്റിൻ്റെ പേര് കൊടുത്ത് അവരുടെ അച്ചീവ്മെൻറ്റ്സിനെ കുറിച്ചും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ദാറ്റ് യു ഹാവ് ടു സ്റ്റഡി. ഓക്കെ, സോ ഇത് കഴിഞ്ഞിട്ട് ഓരോരോ ചാപ്റ്റേഴ്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. സോ വൺ മോർ തിങ്, സോ ഇത് നമ്മുടെ പുതിയ ടെക്സ്റ്റ് ബുക്കാണ്, ഓർഗാനിസംസ് ആൻഡ് പോപ്പുലേഷൻസ്. സോ ഓർഗാനിസംസ് ആൻഡ് പോപ്പുലേഷൻസ് എന്നാണ് ചാപ്റ്ററിൻ്റെ പേരെങ്കിലും ഈ ചാപ്റ്ററിൽ ഓർഗാനിസംസ് ഇല്ല. നമ്മുടെ പുതിയ ടെക്സ്റ്റ് ബുക്കിൽ എന്തില്ല? ഓർഗാനിസംസ് ഇല്ല. പോപ്പുലേഷൻസിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, പോപ്പുലേഷൻ ആട്രിബ്യൂട്ട്സ്. സോ 2016 എഡിഷൻ ടെക്സ്റ്റ് ബുക്ക് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ഓർഗാനിസംസ് ഒക്കെ ഉണ്ട്, അതിനകത്ത് സസ്പെൻഡേഴ്സ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ട്രോപ്പിക്കൽ ഫോറസ്റ്റിനെ കുറിച്ചും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഒരു ബയോളജി സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അതൊരു ഔട്ട് ഓഫ് സിലബസ് ക്വസ്റ്റ്യൻ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല, ഇഫ് സച്ച് എ ക്വസ്റ്റ്യൻ കംസ്. ഓക്കെ, ബേസിക് ആയിട്ടുള്ളൊരു കാര്യമാണ് തുണ്ട എന്താണ്, ഇതൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ഓക്കെ, എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ നമ്മൾ എൻവയോൺമെൻറ്റ് വരുന്നുണ്ട് അല്ലേ, എൻവയോൺമെൻറ്റിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്, ബയോഡൈവേഴ്സിറ്റി ആൻഡ് കൺസർവേഷൻ. സോ യു ഷുഡ് നോ ദീസ് തിങ്സ്. ഓക്കെ, സോ അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് ഇപ്പോൾ യൂട്യൂബിൽ കാണുന്ന ഒരു ട്രെൻഡാണ്, ബയോളജി സിലബസ് ചേഞ്ചായി. നീറ്റിൻ്റെ ബയോളജി സിലബസ് നീറ്റ് ചേഞ്ചായി എന്ന് മാത്രമേ കാണിക്കുന്നുള്ളൂ. ബട്ട് അത് കുട്ടികളിൽ ഉണ്ടാക്കുന്ന ഒരു ടെൻഷൻ എന്തെന്ന് വെച്ചാൽ നീറ്റ് സിലബസ് ചേഞ്ചായി എന്നുള്ളതാണ്. ആക്ച്വലി ഈ ഒരു സിലബസ് ചേഞ്ച് വന്നിരിക്കുന്നത് CBSEയുടെ സിലബസിലാണ്. CBSE ആണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത്. സോ ദിസ് ഈസ് ദ തിങ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാം. CBSEയുടെ സൈറ്റിൽ പോയാൽ മതി. CBSE എന്ന് കൊടുത്തിട്ട് ക്ലാസ് 11 and 12 ബയോളജി സിലബസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ യു ക്യാൻ ഡൗൺലോഡ് ദിസ് PDF. അതർവൈസ് യു ക്യാൻ ഗെറ്റ് ദിസ് ഫ്രം ആർ ആപ്പ്. നമ്മുടെ ആപ്പിനകത്ത് ഇത് അവൈലബിൾ ആണ് ഈ PDF. യു ക്യാൻ ഡൗൺലോഡ് ഇറ്റ് ഫ്രം ആർ ആപ്പ്. ഓക്കെ, സോ ബയോളജി എടുത്തു കഴിഞ്ഞാൽ യു ക്യാൻ സീ സച്ച് എ PDF ഓവർ ദെയർ. അതിൽ ക്ലാസ് 11 നമുക്ക് നോക്കാം. അതിൽ 5 യൂണിറ്റ്സ് ഉണ്ട്, ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. ഇത് ബോർഡ് എക്സാമിൻ്റെ മാർക്കിൻ്റെ ഇതാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ദെൻ കംസ് ഈ ചാപ്റ്റേഴ്സിലൊന്നും ഒരു വ്യത്യാസവും വരുന്നില്ല. ഓക്കെ, സോ സൊലനൈസിയ ഫാമിലിയൊക്കെ തന്നെയാണ് ഡിസ്ക്രിപ്ഷന് വേണ്ടി കൊടുത്തിരിക്കുന്നത് ഒക്കെ. സോ ചേഞ്ച് വരുന്നത് ഇവിടെയാണ്, ശ്രദ്ധിക്കണം. ഇവിടെ അവരെടുത്ത് പറഞ്ഞിട്ടുണ്ട് ബയോമോളിക്യൂൾസിൽ എക്സ്ക്ലൂഡ് ചെയ്തിരിക്കുന്നത്, എക്സ്ക്ലൂഡ് വേണ്ട എന്ന് വെച്ചിരിക്കുന്ന ടോപ്പിക്സ് ഏതൊക്കെയെന്ന് പറഞ്ഞിട്ടുണ്ട്. നേച്ചർ ഓഫ് ബോണ്ട് ലിങ്കിങ് മോണോമേഴ്സ് ഇൻ എ പോളിമർ, ഡൈനാമിക് സ്റ്റേറ്റ് ഓഫ് ബോഡി കോൺസ്റ്റിറ്റ്യുവൻസ്, കോൺസെപ്റ്റ് ഓഫ് മെറ്റബോളിസം, മെറ്റബോളിക് ബേസിസ് ഓഫ് ലിവിങ്, ദ ലിവിങ് സ്റ്റേറ്റ്. അപ്പോൾ ഇത് എക്സ്ക്ലൂഡ് ചെയ്തിരിക്കുന്ന ടോപ്പിക്സ് ആണ് എന്ന് സിലബസിൽ തന്നെ അവർ പറയുന്നുണ്ട്. ഓക്കെ, ദെൻ കംസ് താഴേക്ക് വരുമ്പോൾ ഇവിടെ ഒരു ടേബിൾ നമുക്ക് കാണാം. ഇതിൽ അവർ പറയുന്നുണ്ട് the following topics are included in the syllabus. സിലബസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, ബട്ട് ഇത് ഫോർമേറ്റീവ്ലി അസസ് ചെയ്യാൻ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. സമ്മേറ്റീവ് അസസ്മെൻറ്റിന് ഇല്ല. അതായത് ഫസ്റ്റ് ഫോർമേറ്റീവ് ടെസ്റ്റില്ലേ അതിനു വേണ്ടി മാത്രമേ ഇത് യൂസ് ചെയ്യുന്നുള്ളൂ. ലാസ്റ്റ് എക്സാമിന് ഇത് ആവശ്യമില്ല എന്ന് ഉള്ളത്. സോ അത് എന്താണ്? ഡൈജഷൻ ആൻഡ് അബ്സോർപ്ഷൻ. എന്താണ് ഡൈജഷൻ ആൻഡ് അബ്സോർപ്ഷൻ? അതിൽ ഇതെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇത് ഡിലീറ്റ് ചെയ്ത ഒരു ചാപ്റ്ററാണ്, നിങ്ങൾ നോക്കണം. ഡിലീറ്റ് ചെയ്തൊരു ചാപ്റ്ററാണ്. എന്നിട്ട് ഇവരുടെ CBSEയുടെ സിലബസിനകത്ത് ഒരു ബോക്സിനകത്ത് കൊടുത്തിരിക്കുവാണ് ഇത് ഫോർമേറ്റീവ്ലി അസസ്മെൻറ്റിന് വേണ്ടിയിട്ടുണ്ടായിരിക്കും, എന്നാൽ സമ്മേറ്റീവ് അസസ്മെൻറ്റിന് കാണത്തില്ല എന്നുള്ളത്. സോ കുട്ടികൾ ഇത് എവിടെ നിന്ന് പഠിക്കും? അതിനുവേണ്ടി ഇവരൊരു സപ്ലിമെൻ്ററി മെറ്റീരിയലും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതാണ് ഈ കാണുന്നത് സപ്ലിമെൻ്ററി മെറ്റീരിയൽ. നിങ്ങൾ ഇങ്ങനെ തന്നെ പേര് കൊടുത്താൽ മതി, ബയോളജി സപ്ലിമെൻ്ററി മെറ്റീരിയൽ റിവൈസ്ഡ് 2025-2026 എന്ന് കൊടുത്താൽ മതി.
ക്ലാസ് 11 ആൻഡ് 12 എന്ന് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് CBSEയുടെ സൈറ്റിൽ നിന്ന് ഇത് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഇല്ലെങ്കിൽ ഇത് നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. യു ക്യാൻ ഡൗൺലോഡ് ഇറ്റ് ഫ്രം ദെയർ. ഓക്കെ, സോ ദിസ് ഇസ് ദ റിവൈസ്ഡ് സിലബസ്. അപ്പോൾ എൻ്റെ കുട്ടികളൊന്ന് ശ്രദ്ധിക്കണം. ഇത് ഞാൻ പറയുന്നതിന് മുന്നേ ഞാൻ ഒരു കാര്യം പറയാം. ഇതുവരെ പ്രിപ്പറേഷൻ ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ലാത്ത കുട്ടികളാണ് എങ്കിൽ പ്ലീസ് വെയിറ്റ് ഫോർ എന്ത് നീറ്റിൻ്റെ സിലബസ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. ഓക്കെ, ലെറ്റ് ദ നീറ്റ് സിലബസ് കം. അതിനുശേഷം അതിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാം. ഓക്കെ, ഇല്ല പ്രിപ്പയർ ഓൾറെഡി കുറേ റിവിഷൻസ് ഒക്കെ കഴിഞ്ഞു, നിങ്ങൾ ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുകയാണ്, മോക്ക് ടെസ്റ്റുകൾ എടുത്തുകൊണ്ടിരിക്കുന്ന ടൈമാണ് എന്നുണ്ടെങ്കിൽ യു ക്യാൻ സ്റ്റഡി ദീസ് പോർഷൻസ്. വൈ? ബിക്കോസ് CBSE സ്റ്റുഡൻസ് ഇതെല്ലാം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ ദർ ഈസ് ഹൈ ചാൻസ് ദാറ്റ് ഈ ടോപ്പിക്സ് എന്തിന് വരാം? എക്സാമിന് വരാം. ഓക്കെ, ഔട്ട് ഓഫ് സിലബസ് ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട് എങ്കിൽ ഇതായിരിക്കും. ഓക്കെ, സോ നിങ്ങൾക്കറിയാം റീപ്രൊഡക്ഷൻ ഇൻ ഓർഗാനിസംസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ഡിലീറ്റ് ചെയ്ത ഒരു ചാപ്റ്ററാണ്. അതിൽ നിന്ന് നിങ്ങൾ പഠിക്കേണ്ടത് എന്താണ് എന്നുള്ളത് ഈ സപ്ലിമെൻ്ററി മെറ്റീരിയലിൽ കൊടുത്തിട്ടുണ്ട്. അത് മാത്രം പഠിച്ചാൽ മതി. സോ ദ സ്പോറിലേഷൻ, യൂണിപാരൻ്റൽ, ഫ്രാഗ്മെൻറ്റേഷൻ, റീജനറേഷൻ, ദോസ് തിങ്സ് ബേസിക്സ് നിങ്ങൾ ക്ലാസ് 9 and 10 പഠിച്ചിട്ടുണ്ട്. സോ ഇവിടെ വന്നിട്ട് നിങ്ങൾ എന്ത് പഠിക്കുവാണ്? കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുവാണ് കേട്ടോ. സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സിൽ തന്നെ സിഗ്നിഫിക്കൻസ് ഓഫ് സീഡ് ആൻഡ് ഫ്രൂട്ട് ഫോർമേഷൻ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കുറച്ചുകൂടി എക്സാമ്പിൾസ് ഒക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പോളിജീനിക് ഇൻഹെറിറ്റൻസിനെ കുറിച്ച് എക്സ്ട്രാ പോയിന്റ്സ് കൂടി ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. സോ യു ക്യാൻ സ്റ്റഡി ദീസ് തിങ്സ്. ഓക്കെ, യു ഹാവ് ടു സ്റ്റഡി ദീസ് തിങ്സ്. കാരണം പോളിജീനിക് ഇൻഹെറിറ്റൻസ് ആൻഡ് വാട്ട് സിഗ്നിഫിക്കൻസ് ഓഫ് സീഡ് ആൻഡ് ഫ്രൂട്ട് ഫോർമേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓൾറെഡി ദെയർ ഇൻ യുവർ സിലബസ്. ഇത് സിലബസിലുള്ള ടോപ്പിക്സ് ആണ്. സോ എക്സ്ട്രാ പോയിന്റ്സ് ഇവിടെ ഉള്ളു. നിങ്ങൾ NCERT മാത്രം നോക്കും. ആക്ച്വലി ദർ ഈസ് എ സപ്ലിമെൻ്ററി മെറ്റീരിയൽ എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. സോ ഈ സപ്ലിമെൻ്ററി മെറ്റീരിയലിലുള്ള പോയിന്റ്സ് ഈ ടോപ്പിക്സിലുള്ളത് നിങ്ങൾ പഠിക്കാം. ആൻഡ് പോളിജീനിക് ഇൻഹെറിറ്റൻസിനെ കുറിച്ചുള്ള ഒരു ഗ്രാഫൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ പീക്ക് ഫോർമേഷനൊക്കെ ഇവിടെ ഉണ്ട്. സോ ദാറ്റ് ഓൾസോ യു ഹാവ് ടു സ്റ്റഡി. സ്കിൻ പിഗ്മെൻറ്റേഷനെ ബേസ് ചെയ്തിട്ടുള്ളൊരു ഗ്രാഫാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സോ ദെൻ കംസ് യൂണിറ്റ് 2 പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ. നമുക്ക് മാർക്ക് സ്കോർ ചെയ്യണ്ടേ? 360 ഡിഗ്രി മാർക്ക് തന്നെ എനിക്ക് വേണം. 360 ഡിഗ്രി ഫുൾ മാർക്ക് തന്നെയാണ് എനിക്ക് വേണ്ടത്. സോ പ്ലിയോട്രോപ്പിയെ കുറിച്ച് എക്സ്ട്രാ പോയിന്റ്സ് ഉണ്ട്. സെക്സ് ഡിറ്റർമിനേഷൻ ഇൻ ഹണി ബി നമ്മൾ പഠിക്കുന്നതാണ്. എങ്കിലും ഹിയർ സി ക്വീൻസ് നുപ്റ്റിയൽ ഫ്ലൈറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്താണ് ഇൻസെമിനേഷൻ നടക്കുന്ന, ഡ്രോൺ ഇൻസെമിനേറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ഇത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ മെറ്റീരിയലിൽ കൊടുത്തിട്ടുണ്ട്. ദാറ്റ് യു ഹാവ് ടു സ്റ്റഡി. ഓക്കെ, സോ ഹിയർ കംസ് കളർ ബ്ലൈൻഡ്നെസ്. എല്ലാം നമ്മുടെ NCERT ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലാത്ത കുറേ ഹൈലൈറ്റ് ചെയ്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഈ സപ്ലിമെൻ്ററി മെറ്റീരിയലിലുണ്ട്. സോ ദീസ് തിങ്സ് യു ഹാവ് ടു സ്റ്റഡി. ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളവർ ഇതെടുത്ത് വെച്ച് പഠിക്കുക. തലാസീമിയ, ആൽഫ തലാസീമിയ, ബീറ്റ തലാസീമിയ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഡെൽറ്റ തലാസീമിയ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. സോ ഡെങ്കു ആൻഡ് ചിക്കൻ ഗുനിയ നമ്മുടെ സിലബസിലുള്ളതാണ്. ബട്ട് എന്ത് പഠിക്കണം എന്നുള്ളത് അറിഞ്ഞുകൂടാതെ ഒരുപാട് കുട്ടികളുണ്ട്. സോ ദ മെറ്റീരിയൽ ഇസ് ഹിയർ. What to study, it is here. Then comes chikungunya molecular basis of inheritance chapter rice genome project with ഇപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇല്ല. ബട്ട് എന്താണ് നമ്മുടെ സിലബസിലുണ്ട്, നീറ്റ് സിലബസിലുണ്ട്. സോ റൈസ് ജീനോം പ്രോജക്റ്റ് എന്ത് പഠിക്കണം എന്നുള്ളതും ഈ സപ്ലിമെൻ്ററി മെറ്റീരിയൽ അവൈലബിൾ ആണ്. എന്താണ് റൈസ് ജീനോം പ്രോജക്റ്റ്, എന്താണ് അതിൻ്റെ ഫീച്ചേഴ്സ്, എന്താണ് അതിൻ്റെ ആപ്ലിക്കേഷൻ, ഇതെല്ലാം ഇവിടെ ഉണ്ട്. നെക്സ്റ്റ് കംസ് ആ യൂണിറ്റ് evolution, evidences for embryology. എംബ്രിയോളജിയുടെ എവിഡൻസസ് കറക്റ്റായിട്ട് ജിംനോസ്പം, പ്രോട്ടോണീമ, ജിംനോസ്പം, സീഡ്ലിങ്സ് ഓഫ് അക്കേഷ്യ ട്രീ. ഓക്കെ, ഇതെല്ലാം ഇവിടെ വളരെ നന്നായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. സിന്തറ്റിക് തിയറി ഓഫ് എവല്യൂഷൻ പറഞ്ഞിട്ടുണ്ട്. ടൈപ്സ് ഓഫ് നാച്ചുറൽ സെലക്ഷൻ ഓൾറെഡി നമ്മുടെ ബുക്കിൽ ഉള്ളത് തന്നെയാണ്. ഇറ്റ് ഈസ് അഡാപ്റ്റഡ് ഫ്രം NCERT എന്നവരവിടെ മെൻഷൻ ചെയ്തിട്ടുമുണ്ട്. ബട്ട് അതിനെക്കുറിച്ച് എക്സ്ട്രാ പോയിന്റ്സ് ഇവിടെ അവർ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ദെൻ കംസ് ആൻറ്റിബയോട്ടിക്സ്. ആൻറ്റിബയോട്ടിക്സിൽ എന്തൊക്കെ പഠിക്കാം? ജുഡീഷ്യസ് യൂസ് ഓഫ് ആൻറ്റിബയോട്ടിക്സ്, വെരി ഇമ്പോർട്ടൻറ്റ്. സി ജുഡീഷ്യസ് യൂസ് ഓഫ് ആൻറ്റിബയോട്ടിക്സ്.
സപ്ലിമെൻ്ററി മെറ്റീരിയലിലുണ്ട്. ഓക്കെ, ബേസിക് ക്ലാസ്സസ് ഓഫ് ആൻറ്റിബയോട്ടിക്സ്. നമുക്കറിയാം പെൻസിലിൻ, ജെൻഡാമൈസിൻ ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ അത് ഏത് ക്ലാസ്സിൽ വരും? ബീറ്റ ലാക്ടംസ്. ഇത്തവണ എക്സാമിന് വരാം, ആൻറ്റിബയോട്ടിക്സിൻ്റെ പോർഷനിൽ നിന്ന് വരാം ഇതെല്ലാം. ഓക്കെ, സോ അഡ്വാൻറ്റേജസ്, ഡിസഡ്വാൻറ്റേജസ്. So antibiotics and their judicious use. Okay, so it is there. Biotechnology and its applications il vandirikkunna onnana stem cell technology. സിലബസിൽ നിങ്ങൾ ഇത് കണ്ടിട്ടുണ്ടായിരിക്കും, നീറ്റ് സിലബസിൽ നിങ്ങൾ ഇത് കണ്ടിട്ടുണ്ടായിരിക്കും. ബട്ട് തിയറി കണ്ടന്റ് എന്ത് പഠിക്കണം എന്നുള്ളത് നിങ്ങൾക്ക് അറിയില്ലായിരിക്കും. ദീസ് ഓൾ തിങ്സ് ആർ അവൈലബിൾ ഇൻ ദിസ് വണ്ടർഫുൾ സപ്ലിമെൻ്ററി മെറ്റീരിയൽ. ഓക്കെ, കൈൻഡ്സ് ഓഫ് സ്റ്റെം സെൽസ് എല്ലാം ഉണ്ട്. എംബ്രിയോണിക് സ്റ്റെം സെൽ, അഡൽട്ട് സ്റ്റെം സെൽ, എംബ്രിയോണിക് ജേം സെൽസ്. ഇതിനെക്കുറിച്ച് വിത്ത് ഡയഗ്രാം എക്സ്പ്ലനേഷൻ തന്നിട്ടുണ്ട്. പേറ്റന്റ് എന്താണ്, ബയോപൈറസി, എങ്ങനെ കോൺട്രവേഴ്സീസ് ഇൻ ഇന്ത്യ, ടർമറിക് നീം എല്ലാം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ കൊടുത്തിട്ടുള്ള കാര്യമാണ്, ബസ്മതി റൈസ് ഒക്കെ. പക്ഷെ ഇതിനെക്കുറിച്ച് ഒരു ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ ഇല്ല, അതെല്ലാം ഇവിടെ ഉണ്ട്. സോ ദീസ് ക്യാൻ ബി ഇൻക്ലൂഡഡ് ഇൻ ആർ നീറ്റ് എക്സാമിനേഷൻ. ഓക്കെ, ഹിയർ കംസ് ഓർഗാനിസംസ് ആൻഡ് പോപ്പുലേഷൻസ്. റംസാർ സൈറ്റ് സിലബസിൽ ആഡ് ആയിട്ടുണ്ട്. സോ ഈ റംസാർ സൈറ്റിനുള്ളതും എന്ത് പഠിക്കണം എന്നുള്ളതും ഇതിനകത്ത് തന്നെ ഉണ്ട്. ആൻഡ് ക്ലൈമറ്റ് ഇമ്പാക്ട്സ് ഓൺ ഹ്യൂമൻ ഹെൽത്ത് ഓൾസോ ഈസ് ഇൻക്ലൂഡഡ്. ആൻഡ് ഫൈനലി ക്ലാസ് 11th എത്തുമ്പോൾ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ്റെ 3 ഡൊമൈൻസ്. ഈ കാര്യം, അതായത് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ആണ് നമ്മുടെ ബുക്കിൽ കൊടുത്തിട്ടുള്ളത്. ഇതിൽ 6 കിങ്ഡം ക്ലാസിഫിക്കേഷൻസും അതിൻ്റെ 3 ഡൊമൈൻസിനെ കുറിച്ചും ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അത് എക്സാമിന് വരും. നമ്മൾ നീറ്റിന് പഠിപ്പിക്കുന്ന സമയത്ത് നമ്മൾ ഇതെല്ലാം പഠിപ്പിക്കുന്നത് തന്നെയാണ്. സോ ദീസ് ആർ ഇൻക്ലൂഡഡ് ഇൻ ദ CBSE സപ്ലിമെൻ്ററി മെറ്റീരിയൽ. പ്ലാന്റ് ഫിസിയോളജി, ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റിൽ വരുന്നത് സീഡ് ജെർമിനേഷനെ കുറിച്ച് കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട്, എംബ്രിയോ ഡെവലപ്മെൻറ്റ് എങ്ങനെയാണ് ആക്റ്റീവായിട്ട് നടക്കുന്നത്, അതെങ്ങനെ ഗ്രോ ചെയ്യുന്നു, ഇതിൻ്റെ വാട്ടർ ആൻഡ് ഓക്സിജൻ അവൈലബിലിറ്റി എങ്ങനെയാണ്, ഈ കാര്യങ്ങളെല്ലാം നന്നായിട്ട് ഇതിൽ പറയുന്നുണ്ട്. ഓക്കെ, റൈസോഫോറ, സൊനാരറ്റിയ അതിനെക്കുറിച്ചൊക്കെ നന്നായിട്ട് പറയുന്നു. വിവിപാരിയെ കുറിച്ചൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. കംസ് സി ഡോർമെൻസി. സിംപ്ലി ഒരു കുഞ്ഞ് സ്റ്റേറ്റ്മെൻറ്റിലാണ് നമ്മുടെ ബുക്കിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞ് അവസാനിപ്പിച്ചിരിക്കുന്നത്. അത് ഇൻ ഡീറ്റെയിൽ അതിനെക്കുറിച്ചും ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. സോ യു ക്യാൻ ടേക്ക് എ ഹാർഡ് പ്രിന്റ് ഓഫ് ദിസ് വൺ. 36 പേജിൻ്റെ ഒരു സപ്ലിമെൻ്ററി മെറ്റീരിയൽ ആണ്. ആൻഡ് ഇറ്റ് ഈസ് വെരി യൂസ്ഫുൾ. ധാരാളം അഡീഷണൽ പോയിന്റ്സ്, ഇൻഫർമേഷൻസ് ഇതിലുണ്ട് കേട്ടോ. So digestion and absorption ഇതാണ് വളരെ ഇമ്പോർട്ടൻറ്റ്, ബിക്കോസ് ദിസ് ഇസ് നോട്ട് ദെയർ ഇൻ ആർ NCERT ബുക്ക്. സോ കലോറിഫിക് വാല്യൂ, കലോറി എന്താണ്, ഡെഫിഷ്യൻസി ഡിസീസ് എന്താണ്, PEM എന്താണ്. ഓക്കെ, സോ ഇതിനെക്കുറിച്ചൊക്കെ ക്വാർഷിയോക്കർ ആൻഡ് മറാസ്മസ് ഇത് 2 എന്ത് 2 types ഓഫ് PEM എന്നൊക്കെ നമുക്ക് ഇതിനകത്ത് പഠിക്കുന്നുണ്ട് കേട്ടോ. സോ എക്സ്ക്രീറ്ററി പ്രോഡക്ട്സ് ആൻഡ് ദെയർ എലിമിനേഷനിൽ ഡയബറ്റിസ് ഇൻസിപ്പിഡസ്, ആർട്ടിഫിഷ്യൽ കിഡ്നി ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് കുറച്ച് പോയിന്റ്സ് ഉണ്ട്. ലൊക്കോമോഷൻ ആൻഡ് മൂവ്മെൻറ്റ് ചാപ്റ്ററിൽ നിന്നും ഫ്ലജല്ലാർ മൂവ്മെൻറ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. ന്യൂറൽ കൺട്രോൾ ആൻഡ് കോർഡിനേഷനിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത ഒരു പോർഷനാണ് നമ്മൾ ഇയർ സെൻസ് ഓർഗൻസിൻ്റെ കാര്യം. അതിനെക്കുറിച്ച് കുറച്ച് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. റിസപ്റ്റേഴ്സിനെ കുറിച്ചും നമ്മുടെ 4 സ്പെഷ്യൽ സെൻസസിനെ കുറിച്ചൊക്കെ ഇവിടെ പറയുന്നുണ്ട്. കെമിക്കൽ സെൻസസിൽ വരുന്നതാണ് ടേസ്റ്റ് ആൻഡ് സ്മെൽ, അതിനെക്കുറിച്ചും ഓൾഫാക്ഷൻ, ഓൾഫാക്ടറി എപ്പിത്തീലിയം ഈ വക കാര്യങ്ങളെല്ലാം ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. സോ ഇത് ഇൻ ഡീറ്റെയിൽ തന്നെ ഉണ്ട്. സെൻസ് ഓഫ് ടേസ്റ്റ്, ഗസ്റ്റേഷൻ നോട്ട് ജസ്റ്റേഷൻ കേട്ടോ. ജസ്റ്റേഷൻ ഇറ്റ് ഇസ് ഡിഫറൻസ്, ഗസ്റ്റേഷൻ. സോ ഇതിനെക്കുറിച്ച് ഒക്കെ ആൻസർ തെറ്റിച്ചൊക്കെ എഴുതാൻ ചാൻസ് ഉള്ള ഒരു പോർഷനാണത്. സെൻസ് ഓഫ് ടച്ച്, കെമിക്കൽ കോർഡിനേഷൻ ആൻഡ് ഇൻ്റഗ്രേഷനിലകത്ത് ഈ എക്സോഫ്താൽമിക് ഗോയിറ്റർ, അഡിസൺസ് ഡിസീസ് ഇതെല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് 36 പേജസിൻ്റെ സപ്ലിമെൻ്ററി മെറ്റീരിയൽ. സോ മൈ ഡിയർ ചിൽഡ്രൻ, സോ നിങ്ങൾക്ക് നീറ്റിൻ്റെ സിലബസ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ കയ്യിലുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നീറ്റ് സിലബസ് 2025 എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, സോ യു വിൽ റീച്ച് ടു ദിസ് പേജ്. ഈ പേജിൽ നിങ്ങൾക്ക് PDF ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. സോ ലൈക്ക് ദാറ്റ് യു വിൽ ഗെറ്റ് ദിസ് PDF കേട്ടോ. ഫിസിക്സ്, കെമിസ്ട്രി എല്ലാം ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു PDF ആണ്. ഹിയർ ബയോളജിയുടെ നമ്മുടെ സിലബസ് ഫുൾ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ഇൻസെക്റ്റിൻ്റെ കാര്യം ഇവിടെയാണ്. ആനിമൽ ടിഷ്യൂസിൽ മോർഫോളജി, അനാട്ടമി ആൻഡ് ഫങ്ഷൻസ് ഓഫ് ഡിഫറെൻറ്റ് സിസ്റ്റംസ് ഓഫ് ആൻ ഇൻസെക്റ്റ് എന്ന് പറഞ്ഞിട്ട് ബ്രാക്കറ്റിൽ ഫ്രോഗ് എന്ന് കൊടുത്തിരിക്കുവാണ്. സോ ഫ്രോഗ് ഒരു ഇൻസെക്റ്റ് ആണോ? അല്ല. സോ ഫ്രോഗ് നിങ്ങൾ പഠിച്ചേ പറ്റൂ. പിന്നെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ നേരത്തെ പഠിച്ചിരുന്ന ഇൻസെക്റ്റ് ഏതാണ്? ഓബ്വിയസ്ലി ഇറ്റ് ഇസ് കോക്രോച്ച്.
സോ അതിനെക്കുറിച്ചൊരു ബ്രീഫ് അക്കൗണ്ട് നമ്മൾ പഠിച്ചേ പറ്റൂ. ഓക്കെ, സോ 2016 എഡിഷൻ ടെക്സ്റ്റ് ബുക്ക് NCERT ടെക്സ്റ്റ് ബുക്ക് എടുത്തു കഴിഞ്ഞാൽ അതിനകത്തുണ്ട് കോക്രോച്ചിനെ കുറിച്ച് നിങ്ങൾ എന്താ പഠിക്കേണ്ടത് എന്നുള്ളത്. ഓക്കെ, സോ നെറ്റിലൊക്കെ സെർച്ച് ചെയ്താലും അതിൻ്റെ PDFs അവൈലബിൾ ആണ്. ഹാർഡ് കോപ്പി കിട്ടിയില്ല എന്ന് പറഞ്ഞ് വിഷമിക്കേണ്ട കാര്യമില്ല. സി എവറിത്തിങ് ഈസ് ദെയർ ഇൻ യുവർ ഫിംഗർ ടിപ്സ്, so you can use that. Okay, so this is the syllabus. You can download it from the website directly, or you can see ippozhuthe syllabus il dwarfism, acromegaly, cretinism, goiter, exophthalmic goiter, diabetes idellam undu, common disorders. So idokke ningal padikka. And one more thing, 2026 inde syllabus out aayitilla, so adavate. സോ അതുവരെ 2025 സിലബസ് തന്നെ നിങ്ങൾ ഫോളോ ചെയ്യുക. ആൻഡ് ഞാൻ ഇപ്പോൾ പറഞ്ഞതുപോലെ ഓൾറെഡി ഇഫ് യു ഹാവ് കംപ്ലീറ്റഡ് ദീസ് NCERT പോർഷൻസ്, റിവിഷൻസ് ഒക്കെ കഴിഞ്ഞു, മോക്ക് ടെസ്റ്റ് എടുക്കുന്നവരാണ് എങ്കിൽ സ്റ്റാർട്ട് സ്റ്റഡിങ് ദിസ് സപ്ലിമെൻ്ററി മെറ്റീരിയൽ ടു. ദിസ് വിൽ ഹെൽപ്പ് യു ഇൻ എ ഗുഡ് വേ. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു and have a great night, my dear children. Bye bye.